ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് NCERT ചാപ്റ്ററാണ്. നമുക്കറിയാം, കഴിഞ്ഞ 10th പ്രിലിംസ് എക്സാമിന് NCERT +1 ജിയോഗ്രഫിയിൽ നിന്നും നന്നായിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ 2 ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഇന്ത്യ സ്ഥാനം എന്നായിരുന്നു. ആ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിവിഷൻ ക്ലാസ്സും തന്നിട്ടുണ്ട് കേട്ടോ. പ്രധാനപ്പെട്ട നോട്ട്സ് ഞാൻ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ യൂണിറ്റ് ഭൂപ്രകൃതിയാണ്. അതിൽ ഘടനയും ഭൂപ്രകൃതിയും കംപ്ലീറ്റ് ചെയ്തതാണ്. അതിൻ്റെ റിവിഷൻ ക്ലാസ്സിന് തന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട പോയിൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മൂന്നാമത്തെ ചാപ്റ്ററാണ് നീരൊഴുക്ക് വ്യൂഹം. ഓക്കെ, യൂണിറ്റ് രണ്ടാമത്തേൽ തന്നെയുള്ള നീരൊഴുക്ക് വ്യൂഹം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ഈ ഒരു ചാപ്റ്ററിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും പറയുന്നത് നമ്മുടെ നദികളുണ്ടല്ലോ, പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളും കിഴക്കോട്ട് ഒഴുകുന്ന നദികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ഓരോ മാതൃകകളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പും കൂടെ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ SCERT ക്ലാസ്സുകൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ SCERT ക്ലാസ്സുകളും ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ടോപ്പിക് വൈസ് ആയിട്ടും മോക്ക് ടെസ്റ്റ് ആയിട്ടൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, ഇതൊക്കെയാണ് വീഡിയോസ് ചെയ്തതെന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നീരൊഴുക്ക് വ്യൂഹം എന്ന് പറയുന്നൊരു ചാപ്റ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡീപ്പായിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ഭൂപ്രകൃതി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ടുണ്ട് അല്ലേ. ഓരോ പോയിൻ്റ് ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. പക്ഷേ നമ്മൾ ഇത് പഠിച്ചതിന് ശേഷം വീണ്ടും നമുക്കൊരു റിവിഷൻ ക്ലാസ് പോലെ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്നുള്ള ചെറിയൊരു നോട്ട്സും കൂടെ ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം തരാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമുക്കത് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അധ്യായം 3 നീരൊഴുക്ക് വ്യൂഹം. മഴക്കാലങ്ങളിൽ ജലം നദികളിലൂടെയും തോടുകളിലൂടെയും നീർച്ചാലുകളിലൂടെയും ഒഴുകുന്നത് നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ട്. ഈ ചാലുകളില്ലായിരുന്നെങ്കിൽ വലിയ വെള്ളപ്പൊക്കങ്ങൾ സംഭവിക്കുമായിരുന്നു. നീർച്ചാലുകൾ കൃത്യമായി രൂപപ്പെടാതെയോ അവ തടസ്സപ്പെടുകയോ ചെയ്യുന്ന ഇടങ്ങളിലെല്ലാം വെള്ളപ്പൊക്കം ഒരു സാധാരണ പ്രതിഭാസമാണ്. കൃത്യമായ ചാലുകളിലൂടെയുള്ള നമുക്ക് ഈ ടേബിളൊക്കെ കൊടുത്തിട്ടുള്ളത് എന്തായാലും വായിച്ച് നോക്കേണ്ട, എന്തായാലും പഠിച്ചു വെച്ചിരിക്കേണ്ട ഒരു പോയിന്റ്സ് തന്നെയാണ് കേട്ടോ. കൃത്യമായ ചാലുകളിലൂടെയുള്ള ജലത്തിൻ്റെ ഒഴുക്കിനെയാണ് നീരൊഴുക്ക് എന്ന് പറയുന്നത്. എന്താണ് ഡ്രെയിനേജ് അല്ലെങ്കിൽ നീരൊഴുക്ക് എന്ന് വെച്ചാൽ എന്താണ്? കൃത്യമായ ചാലുകളിലൂടെയുള്ള ജലത്തിൻ്റെ ഒഴുക്കിനെയാണ് നീരൊഴുക്ക് എന്ന് പറയുന്നത്. കൃത്യമായ ചാലുകളിലൂടെയുള്ള ജലത്തിൻ്റെ ഒഴുക്കിനെയാണ് നീരൊഴുക്ക് എന്ന് പറയുന്നത്. ഇത്തരം നീരൊഴുക്കുകളുടെ ഒരു ശൃംഖലയാണ് നീരൊഴുക്ക് വ്യൂഹം. ഇങ്ങനെയുള്ള നീരൊഴുക്കുകളുടെ ഒരു ശൃംഖലയാണ് നീരൊഴുക്ക് വ്യൂഹം. ഒരു പ്രദേശത്തിൻ്റെ നീരൊഴുക്ക് മാതൃക, ഭൂവിജ്ഞാനീയ കാലഘട്ടം, ശിലകളുടെ സ്വഭാവവും ഘടനയും, ഭൂപ്രകൃതി, ചെരിവ്, നീരൊഴുക്കിൻ്റെ അളവും തുടർച്ചയും എന്നിവയുടെ ഫലമാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നീരൊഴുക്ക് എന്ന് വെച്ചാൽ കൃത്യമായ ചാലുകളിലൂടെയുള്ള ജലത്തിൻ്റെ ഒഴുക്കിനെയാണ് നീരൊഴുക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒഴുകുന്ന നീരൊഴുക്കിൻ്റെ ശൃംഖലയെയാണ് നീരൊഴുക്ക് വ്യൂഹം എന്ന് പറയുന്നത്. നിങ്ങളുടെ ഗ്രാമത്തിനരികിലൂടെയോ പട്ടണത്തിനരികിലൂടെയോ നദി ഒഴുകുന്നുണ്ടോ? നിങ്ങളെപ്പോഴെങ്കിലും ആ നദിയിൽ കുളിക്കുകയോ തോണിയിൽ യാത്ര ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ? ആ നദി എല്ലാ കാലത്തും നീരൊഴുക്കുള്ളതാണോ, അല്ലെങ്കിൽ മഴക്കാലത്ത് മാത്രം നീരൊഴുക്കുള്ള, വേനലിൽ വറ്റിപ്പോകുന്നവയാണോ? അതൊക്കെ നമുക്ക് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നദികൾ ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്ക് ഒഴുകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉത്തരേന്ത്യയിൽ ഹിമാലയ പർവ്വതത്തിൽ നിന്നും ദക്ഷിണേന്ത്യയിൽ പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ചില നദികൾ കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഇതൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നു മാത്രം. ഓക്കെ, ഇവിടെ നമുക്കൊരു പർവ്വത പ്രദേശത്ത് ഒരു നദി തന്നിട്ടുണ്ടല്ലോ. ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശത്തെയാണ് വൃഷ്ടി പ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വൃഷ്ടി പ്രദേശം എന്ന് വെച്ചാൽ ഒരു നദിയിലേക്ക് വെള്ളം നദിയിലേക്ക് വെള്ളം എത്തുന്ന ആ പ്രദേശത്തെയാണ് എന്ന് പറയുന്നത് വൃഷ്ടി പ്രദേശം എന്ന് പറയുന്നത് അല്ലേ. ഒരു നദിയും അതിൻ്റെ പോഷക നദികളും ചേർന്ന് ഒഴുകുന്ന മുഴുവൻ പ്രദേശത്തെയാണ് നീർത്തടം എന്ന് പറയുന്നത്. അപ്പോൾ വൃഷ്ടി പ്രദേശമുണ്ട്, നീർത്തടമുണ്ട്. വൃഷ്ടി പ്രദേശം എന്ന് വെച്ചാൽ ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന ആ ഒരു പ്രദേശത്തെയാണ് വൃഷ്ടി പ്രദേശം എന്ന് പറയുന്നത്. എന്നാൽ ഈ നദിയെയും നദിയുടെ പോഷക നദികളെയും കൂടി ആ ഒരു മുഴുവൻ പ്രദേശത്തെ നദികളുടെ പോഷക നദികളും ചേർന്ന് ഒഴുകുന്ന മുഴുവൻ പ്രദേശത്തെയാണ് എന്ന് പറയുന്നത് നീർത്തടം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടെ നാം പഠിച്ചത് എന്താണ് നീരൊഴുക്ക് എന്ന് പറഞ്ഞു. നീരൊഴുക്ക് എന്ന് വെച്ചാൽ എന്തായിരുന്നു? കൃത്യമായ ചാലുകളിലൂടെയുള്ള ജലത്തിൻ്റെ ഒഴുക്കിനെയാണ് നീരൊഴുക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ നീരൊഴുക്കുകളുടെ ഒരു ശൃംഖലയാണ് നീരൊഴുക്ക് വ്യൂഹം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ പഠിച്ചത് വൃഷ്ടി പ്രദേശം എന്ന് വെച്ചാൽ എന്താണ്? ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശത്തെയാണ് വൃഷ്ടി പ്രദേശം എന്ന് പറയുന്നത്. ഓരോ നദികളെയും അതിൻ്റെ പോഷക നദികളൊക്കെ ഒഴുകുന്ന ആ ഒരു വലിയൊരു പ്രദേശം ഉണ്ടല്ലോ, ആ പ്രദേശത്തെയാണ് എന്ന് പറയുന്നത്. ആ മുഴുവൻ പ്രദേശങ്ങളെയും കൂടി ചേർത്തിട്ടാണ് എന്ന് പറയുന്നത് നീർത്തടം എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി പ്രധാന നീരൊഴുക്ക് മാതൃകകൾ ഏതൊക്കെയാണ് നീരൊഴുക്ക് മാതൃകകൾ എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഇതിന് മുമ്പ് നടന്ന ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ. ഏതായിരുന്നു എന്ന് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ലാസ്റ്റ് ഗ്രേഡ് ആണെന്ന് തോന്നുന്നു. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് പ്രധാന നീരൊഴുക്ക് മാതൃകകൾ അല്ലേ? ഒരു മരത്തിൻ്റെ ചില്ലകളോട് സാദൃശ്യമുള്ള നീരൊഴുക്ക് മാതൃകയാണ് ശിഖരാകൃതി മാതൃക. എന്താണ് ശിഖരാകൃതി മാതൃക എന്ന് പറയുന്നത്? ഡിഗ്രി പ്രിലിംസിനൊക്കെ നന്നായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ ഈ നീരൊഴുക്ക് മാതൃകകൾ. അപ്പോൾ ശിഖരാകൃതി മാതൃക എന്ന് വെച്ചാൽ നമുക്ക് ആ പേരിൽ തന്നെയുണ്ട് അല്ലേ, ശിഖരങ്ങളാണ് അല്ലേ. ശിഖരങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? മരത്തിൻ്റെ ചില്ലകളാണ് അല്ലേ. അപ്പോൾ ഈ മരത്തിൻ്റെ ചില്ലകളോട് സാദൃശ്യമുള്ള നീരൊഴുക്ക് മാതൃകയാണ് എന്തെന്ന് പറയുന്നത്? ശിഖരാകൃതി മാതൃക എന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? ഡെൻഡ്രിറ്റിക് പാറ്റേൺ. ആ പേരും കൂടെ പഠിച്ചു വെച്ചിരിക്കുക. കാരണം അതിൽ നമുക്ക് ഓപ്ഷനിൽ എന്താണ് ഇംഗ്ലീഷ് പേരും കൂടെ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഡെൻഡ്രിക് പാറ്റേൺ എന്ന് വെച്ചാൽ എന്താണ്? ഒരു മരത്തിൻ്റെ ചില്ലകളോട് സാദൃശ്യമുള്ള നീരൊഴുക്ക് മാതൃകയാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ നദികൾ ഇതിന് ഉദാഹരണമാണ്. അപ്പോൾ ഈ നീരൊഴുക്ക് മാതൃകയിൽ ശിഖരാകൃതി മാതൃക എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ നദികളാണ്. നമുക്ക് ഈ മലയാളം പേരൊക്കെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അത് നമുക്ക് എന്താണ് ഇപ്പോൾ ശിഖരാകൃതി മാതൃക എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു മോഡൽ പെട്ടെന്ന് കിട്ടിയില്ലേ. അപ്പോൾ എന്ത് ചെയ്തു? PSC ഇതിന് ഇംഗ്ലീഷ് പേര് ചോദിച്ചു. അപ്പോൾ അത് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കണം. കാരണം നമുക്ക് റേഡിയൽ പാറ്റേൺ, അതുപോലെ തന്നെ എന്താണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് സെൻട്രിപെറ്റൽ പാറ്റേൺ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് പേരാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷും പഠിച്ചു വെച്ചിരിക്കാം, മലയാളവും പഠിച്ചു വെച്ചിരിക്കാം കേട്ടോ. ഇനി കുന്നിൻ മുകളിൽ നിന്നും നദികൾ ഉത്ഭവിച്ച് എല്ലാ ദിശകളിലേക്കും ഒഴുകുമ്പോൾ കേന്ദ്രപ്രഭവ നീരൊഴുക്ക് മാതൃക രൂപപ്പെടുന്നു. അപ്പം എന്താണ് കേന്ദ്രപ്രഭവ മാതൃക എന്ന് വെച്ചാൽ? റേഡിയൽ പാറ്റേൺ എന്ന് വെച്ചാൽ എന്താണ്? കുന്നിൻ മുകളിൽ നിന്നും നദികൾ ഉത്ഭവിച്ച് എല്ലാ ദിശകളിലേക്കും ഒഴുകുമ്പോൾ കേന്ദ്രപ്രഭവ നീരൊഴുക്ക് മാതൃക രൂപപ്പെടുന്നു. കേന്ദ്രപ്രഭവ എന്ന് വെച്ചാൽ എന്താണ്? കുന്നിൻ മുകളിൽ നിന്നും നദികൾ ഉത്ഭവിച്ച് എല്ലാ ദിശകളിലേക്കും ഒഴുകുമ്പോഴാണ് അവിടെ കേന്ദ്രപ്രഭവ മാതൃക അല്ലേ, കേന്ദ്രപ്രഭവ നീരൊഴുക്ക് മാതൃക രൂപപ്പെടുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് പറയാം? റേഡിയൽ പാറ്റേൺ എന്ന് പറയാം. അമർഗണ്ഡക് പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ ഇതിന് ഉദാഹരണമാണ്. അപ്പോൾ എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? അമർഗണ്ഡക് പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ്. അപ്പോൾ എന്താ? ശിഖരാകൃതി മാതൃക. അല്ലാന്നുണ്ടെങ്കിൽ ഡെൻഡ്രിറ്റിക് പാറ്റേൺ എന്ന് വെച്ചാൽ ഒരു മരത്തിൻ്റെ ചില്ലകളോട് അല്ലേ സാദൃശ്യമുള്ള നീരൊഴുക്ക് മാതൃകയാണ്. ഇതിന് എക്സാമ്പിൾ എന്താ പറഞ്ഞത്? ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ നദികളാണ്. ഇനി നമ്മൾ എന്താണ് കേന്ദ്രപ്രഭവ നീരൊഴുക്ക് മാതൃക എന്ന് പറഞ്ഞു. എന്താണ് കേന്ദ്രപ്രഭവ നീരൊഴുക്ക് മാതൃക അല്ലെങ്കിൽ റേഡിയൽ പാറ്റേൺ എന്ന് വെച്ചാൽ കുന്നിൻ മുകളിൽ നിന്നും നദികൾ ഉത്ഭവിച്ച് എല്ലാ ദിശകളിലേക്കും ഒഴുകുമ്പോൾ രൂപപ്പെടുന്ന ഒരു മാതൃകയാണ് കേന്ദ്രപ്രഭവ മാതൃക. അതിന് എക്സാമ്പിളാണ് എന്തെന്ന് പറയുന്നത്? അമർഗണ്ഡക് പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ്? പ്രാഥമിക പോഷക നദികൾ സമാന്തരമായി ഒഴുകുകയും ദ്വിതീയ പോഷക നദികൾ 90 ഡിഗ്രി കോണീയമായി ചേരുകയും ചെയ്യുമ്പോൾ ജാലായുധ അല്ലെങ്കിൽ എന്താണ്? ട്രെല്ലിസ് നീരൊഴുക്ക് മാതൃക രൂപപ്പെടുന്നു. എന്താ പറയുന്നത്? പ്രാഥമിക പോഷക നദികൾ സമാന്തരമായി ഒഴുകുക. ഇനി ദ്വിതീയ പോഷക നദികളാണെങ്കിലോ 90 ഡിഗ്രി കോണീയമായിട്ട് ചേരാണെന്നുണ്ടെങ്കിൽ അവിടെ രൂപപ്പെടുന്ന മാതൃകയാണ് ജാലായുധ നീരൊഴുക്ക് മാതൃക അല്ലെങ്കിൽ ട്രെല്ലിസ് എന്ന് പറയുന്നത്. നദികൾ എല്ലാ ദിശകളിൽ നിന്നും ഒരു തടാകത്തിലേക്കോ താഴ്ചയിലേക്കോ ഒഴുകിയെത്തുമ്പോൾ അഭികേന്ദ്ര മാതൃക രൂപപ്പെടുന്നു. നദികൾ എല്ലാ ദിശകളിൽ നിന്നും ഒരു തടാകത്തിലേക്ക് അല്ലാന്നുണ്ടെങ്കിൽ താഴ്ചയിലേക്കൊക്കെ ഒഴുകിയെത്തുമ്പോൾ ആ ഒരു മാതൃകയാണ് അഭികേന്ദ്ര മാതൃക, അല്ലാന്നുണ്ടെങ്കിൽ സെൻട്രിപെറ്റൽ പാറ്റേൺ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അതായത് നമ്മൾ എന്താ പറയുന്നത്? ശിഖരാകൃതി മാതൃക പറഞ്ഞു. ശിഖരാകൃതി മാതൃക എന്ന് വെച്ചാൽ എന്താണ്? മരത്തിൻ്റെ ചില്ലകളോട് സാദൃശ്യമുള്ളതാണ്. അതിന് എക്സാമ്പിളാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ നദികൾ. ഓക്കെ, അത് എന്താണ്? ഡെൻഡ്രിറ്റിക് പാറ്റേൺ ആണ്. ഇനി രണ്ടാമത് നമ്മൾ പറഞ്ഞ എന്താണ്? ഒരു കുന്നിൻ മുകളിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് എല്ലാ ദിശകളിലേക്കും നദികൾ ഒഴുകുകയാണെന്നുണ്ടെങ്കിൽ കുന്നിൻ മുകളിൽ നിന്നും ഉത്ഭവിച്ചിട്ട് എല്ലാ ദിശകളിലേക്കും നദികൾ ഒഴുകുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കേന്ദ്രപ്രഭവ നീരൊഴുക്ക് മാതൃക അല്ലാന്നുണ്ടെങ്കിൽ റേഡിയൽ പാറ്റേൺ എന്നാണ് പറയുക. അതിന് എക്സാമ്പിളാണ് അമർഗണ്ഡക് പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ. ഓക്കെ, കുന്നിൻ മുകളിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് എല്ലാ ദിശകളിലേക്കും ഒഴുകുന്നു. ഇനി പ്രാഥമിക പോഷക നദികൾ സമാന്തരമായിട്ട് ഒഴുകാണ്. ദ്വിതീയ പോഷക നദികൾ 90 ഡിഗ്രി കോണീയമായിട്ട്
ഒഴുകിച്ചേരാണെന്നുണ്ടെങ്കിൽ അതിനെ ജാലായുധ അല്ലെങ്കിൽ ട്രെല്ലിസ് നീരൊഴുക്ക് മാതൃക എന്നാണ് പറയുന്നത്. ഇനി നദികൾ എല്ലാ ദിശകളിൽ നിന്നും ഒരു തടാകത്തിലേക്കോ താഴ്ചയിലേക്കോ ഒഴുകി എത്തുമ്പോൾ അഭികേന്ദ്ര മാതൃക രൂപപ്പെടുന്നു. എന്താണ്? നദികൾ എല്ലാ ദിശകളിൽ നിന്നും ഒരു തടാകത്തിലേക്കോ താഴ്ചയിലേക്കോ ഒഴുകിയെത്തുമ്പോഴാണ് അവിടെ അഭികേന്ദ്ര മാതൃക അല്ലെങ്കിൽ സെൻട്രിപെറ്റൽ പാറ്റേൺ രൂപപ്പെടുന്നത്. നദികൾ എല്ലാ ദിശകളിൽ നിന്നും ഒരു തടാകത്തിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ താഴ്ചയിലേക്കോ ഒഴുകിയെത്താണെന്നുണ്ടെങ്കിലാണ് അഭികേന്ദ്ര മാതൃക രൂപപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ കേന്ദ്ര പ്രഭവ മാതൃക എന്ന് വെച്ചാൽ കുന്നിൻ മുകളിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഒഴുകി ചേരും അല്ലേ. എന്നാൽ സെൻട്രിപെറ്റൽ എന്ന് വെച്ചാൽ എന്താണ്? എല്ലാ ഭാഗത്തു നിന്നും ഒരു ഭാഗത്തേക്ക് കൂടി വരാണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? നീർത്തടത്തെ മറ്റൊരു നീർത്തടത്തിൽ നിന്നും വേർതിരിക്കുന്ന അതിർത്തിയാണ് ജലവിഭാജകം. എന്താണ് ജലവിഭാജകം എന്ന് വെച്ചാൽ? നീർത്തടത്തെ മറ്റൊരു നീർത്തടത്തിൽ നിന്നും വേർതിരിക്കുന്ന അതിർത്തിയാണ് ജലവിഭാജകം എന്ന് പറയുന്നത്, വാട്ടർ ഡിവൈഡ് എന്ന് പറയുന്നത്. വലിയ നദികളുടെ വൃഷ്ടി പ്രദേശങ്ങളാണ് നദീതടങ്ങൾ. വലിയ നദികളുടെ വൃഷ്ടി പ്രദേശങ്ങളെ നദീതടങ്ങൾ എന്ന് പറയുന്നു. ചെറിയ നദികളുടെ വൃഷ്ടി പ്രദേശങ്ങളെ നീർത്തടങ്ങൾ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ നീർത്തടത്തെ മറ്റൊരു നീർത്തടത്തിൽ നിന്നും വേർതിരിക്കുന്ന അതിർത്തിയാണ് ജലവിഭാജകം എന്ന് പറയുന്നത്. വലിയ നദികളുടെ വൃഷ്ടി പ്രദേശങ്ങളെ നദീതടങ്ങൾ എന്ന് പറയുന്നു. ചെറിയ നദികളുടെ വൃഷ്ടി പ്രദേശങ്ങളെ എന്താണ്? നീർത്തടങ്ങൾ എന്നും പറയുന്നു. ഓക്കെ, അപ്പോൾ നീർത്തടത്തെ മറ്റൊരു നീർത്തടത്തിൽ നിന്നും വേർതിരിക്കുന്ന അതിർത്തിയാണ് ജലവിഭാജകം എന്ന് പറയുന്നത്. വലിയ നദികളുടെ വൃഷ്ടി പ്രദേശത്തെ നദീതടങ്ങൾ എന്ന് പറയുന്നു. ചെറിയ നദികളുടെ വൃഷ്ടി പ്രദേശത്തെ നീർത്തടങ്ങൾ എന്ന് പറയുന്നു. ക്ലിയർ ആണല്ലോ? നദീതടങ്ങളും നീർത്തടങ്ങളും തനത് സ്വഭാവ സവിശേഷത ഉള്ളവയാണ്. ഇതിൻ്റെ ഒരു ഭാഗത്ത് നടക്കുന്ന പ്രവർത്തനത്തിൻ്റെ സ്വാധീനം മറ്റ് ഭാഗങ്ങളിലും അനുഭവപ്പെടുന്നു. അതിനാലാണ് ഇവ സൂക്ഷ്മ, സാമാന്യം, വിസ്തൃത, സ്ഥൂലതല ആസൂത്രണ മേഖലകളായിട്ട് അംഗീകരിക്കപ്പെടുന്നത്. എന്താണ്? നദീതടങ്ങളും നീർത്തടങ്ങളൊക്കെ തനത് സ്വഭാവ സവിശേഷതയുള്ളതാണ്. അതായത് ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു വ്യത്യാസം, എന്തെങ്കിലും ഒരു പ്രവർത്തനം നടക്കുകയാണെങ്കിൽ ആ ഒരു സ്വാധീനം ബാക്കി എല്ലാ ഭാഗത്തും കാണാനായിട്ട് സാധിക്കും. ഇനി ഇന്ത്യൻ നദീവ്യൂഹത്തെ വിവിധ രീതികളിൽ തരംതിരിക്കാം. നീരൊഴുക്കിൻ്റെ ദിശയുടെ അടിസ്ഥാനത്തിൽ അവയെ അറബിക്കടൽ നദീവ്യൂഹമെന്നും ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹമെന്നും തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നീരൊഴുക്ക് ഈ നദീവ്യൂഹത്തെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അറബിക്കടൽ നദീവ്യൂഹമെന്നും ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹമെന്നും നമുക്ക് തരംതിരിക്കാം അല്ലേ. ഡൽഹി മലനിരകളും അരാവലി അതുപോലെ തന്നെ സഹ്യാദ്രി മലനിരകളും ഉൾപ്പെടുന്ന ഒരു ജലവിഭാജകമാണ് ഇവയെ വേർതിരിക്കുന്നത്. എന്താണ്? ഡൽഹി മലനിരകൾ, പിന്നെ ആരവല്ലി, പിന്നെ സഹ്യാദ്രി മലനിരകളൊക്കെ ഉൾപ്പെടുന്ന ഒരു ജലവിഭാജകമാണ് ഇവയെ വേർതിരിക്കുന്നത്. എന്താണ് ജലവിഭാജകം എന്ന് മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, ജലവിഭാജകം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഡിനോട്ട് ചെയ്തിട്ടുള്ളത് നോക്കി നോക്കി, ഇതാണല്ലേ ജലവിഭാജകം. ഓക്കെ, ആണോ? ഇവിടെ നമുക്ക് കാണിക്കുന്നുണ്ട് അല്ലേ, ജലവിഭാജകം ഏതാണെന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് ജലവിഭാജകം. ജലവിഭാജകം എന്ന് വെച്ചാൽ എന്താണ്? ഒരു നീർത്തടത്തെ മറ്റൊരു നീർത്തടത്തിൽ നിന്നും വേർതിരിക്കുക, അതാണ് ജലവിഭാജകം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താ നമ്മൾ പറഞ്ഞത്? ഈ ആരവല്ലി അതുപോലെ തന്നെ സഹ്യാദ്രിയും പർവ്വതനിരകളൊക്കെയാണ് അങ്ങനെ വേർതിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇന്ത്യയിലെ നീർത്തടങ്ങളുടെ മൊത്തം വിസ്തൃതി 77%. ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുകുന്ന ഗംഗ, ബ്രഹ്മപുത്ര, കൃഷ്ണ, കാവേരി, മഹാനദി എന്നീ നദികളുടെ നീർത്തടങ്ങളാണ്. എന്താ പറയുന്നത്? ഇന്ത്യയിലെ നീർത്തടങ്ങളുടെ മൊത്തം വിസ്തൃതി 77%. ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുകുന്ന ഗംഗ, ബ്രഹ്മപുത്ര, കൃഷ്ണ, കാവേരി, മഹാനദി എന്നീ നദികളുടെ തീർത്ഥടങ്ങളാണ്. വിസ്തൃതിയുടെ 23% സിന്ധു, നർമ്മദ, താപ്തി, പെരിയാർ തുടങ്ങിയ അറബിക്കടലിലേക്ക് ഒഴുകുന്ന നദികളുടെ തീർത്ഥടങ്ങളാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് നീർത്തടങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭാഗം വരുന്നത് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നവയാണ്. എന്നാലാണെന്നുണ്ടെങ്കിലോ 23% വരുന്നത് സിന്ധു, നർമ്മദ, താപ്തി, പെരിയാർ എന്നിവയൊക്കെ എന്താണ്? അറബിക്കടലിലേക്ക് ഒഴുകുന്ന നദികളാണ് അല്ലേ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ, ലാസ്റ്റ് ഗ്രേഡിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യം കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ഏതാണ്? പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? അതിൽ നമുക്ക് പെരിയാർ തന്നിട്ടുണ്ടായിരുന്നു, സിന്ധു തന്നിട്ടുണ്ട്, സിന്ധു ഇല്ല, നർമ്മദ, താപ്തി, പെരിയാർ, പിന്നെ വേറെ ഏതൊരു നദിയാണ് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ഏതൊക്കെയാണ് അറബിക്കടലിൽ പതിക്കുന്ന നദികൾ? സിന്ധു, നർമ്മദ, താപ്തി, പെരിയാർ എന്നിവയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ ഒന്നുകൂടി നമുക്ക് നോക്കാം.
കൃത്യമായ ചാലുകളിലൂടെയുള്ള ജലത്തിൻ്റെ ഒഴുക്കിനെ എന്ന് പറയുന്നു നീരൊഴുക്ക് എന്ന് പറയുന്നു. ഇത്തരം നീരൊഴുക്കുകളുടെ ശൃംഖലയാണ് നീരൊഴുക്ക് വ്യൂഹം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു എന്താണ് വൃഷ്ടി പ്രദേശം എന്ന് വെച്ചാൽ എന്താണ്, ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശത്തെ എന്താണ് വൃഷ്ടി പ്രദേശം എന്ന് പറയും. പിന്നെ ഈ ഒരു നദിയും അതിൻ്റെ പോഷക നദികളും ചേർന്നൊഴുകുന്ന മുഴുവൻ പ്രദേശത്തെ നീർത്തടം എന്ന് പറയും. ഇനി ശിഖരാകൃതി മാതൃക എന്ന് വെച്ചാൽ എന്താണ്, ശിഖരാകൃതി മാതൃക ഒരു മരത്തിൻ്റെ ചില്ലകളോട് സാദൃശ്യമുള്ള മാതൃക. ഓക്കെ, അപ്പോൾ ശിഖരാകൃതി മാതൃകയ്ക്ക് എക്സാമ്പിൾ എന്താണ്, ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ നദികളാണ്. ഇനി കേന്ദ്രപ്രഭവ മാതൃക എന്ന് വെച്ചാൽ കുന്നിൻ മുകളിൽ നിന്നും നദികൾ ഉത്ഭവിച്ച് എല്ലാ ദിശകളിലേക്കും ഒഴുകുമ്പോഴാണ് കേന്ദ്രപ്രഭവ നീരൊഴുക്ക് മാതൃക രൂപപ്പെടുന്നത് അല്ലേ. അതിന് എക്സാമ്പിളാണ് അമർകണ്ടക് പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ. ഇനി എന്താണ് ജാലായുധ അല്ലാന്നുണ്ടെങ്കിൽ ട്രെല്ലിസ് അല്ലേ. ട്രെല്ലിസ് എന്ന് വെച്ചാൽ എന്താണ് പ്രാഥമിക പോഷക നദികൾ സമാന്തരമായി പതിക്കുകയും പിന്നെ സെക്കൻഡറി അതായത് ദ്വിതീയ പോഷക നദികൾ 90 ഡിഗ്രി കോണീയമായി ചേരുമ്പോൾ ഉണ്ടാകുന്നതാണ് ജാലായുധ നീരൊഴുക്ക് മാതൃക. ഇനി എന്താണ് സെൻട്രി പെറ്റൽ പാറ്റേൺ അല്ലാന്നുണ്ടെങ്കിൽ അഭികേന്ദ്ര മാതൃക. നദികൾ എല്ലാ ദിശകളിൽ നിന്നും ഒരു തടാകത്തിലേക്കോ താഴ്ചയിലേക്കോ ഒഴുകിയെത്തുമ്പോൾ അവിടെ എന്ത് രൂപപ്പെടുന്നുണ്ട്, അഭികേന്ദ്ര മാതൃക രൂപപ്പെടുന്നുണ്ട്. ഇനി എന്താണ് ജലവിഭാജകം, നീർത്തടത്തെ മറ്റൊരു നീർത്തടത്തിൽ നിന്നും വേർതിരിക്കുന്ന അതിർത്തിയാണ് ജലവിഭാജകം എന്ന് പറയുന്നത്. എന്താണ് നദീതടങ്ങൾ, വലിയ നദികളുടെ വൃഷ്ടി പ്രദേശങ്ങളെയാണ് നദീതടങ്ങൾ എന്ന് പറയുന്നത്. ചെറിയ നദികളുടെ വൃഷ്ടി പ്രദേശങ്ങളെ എന്തെന്ന് പറയാം, നീർത്തടങ്ങൾ എന്നും പറയാം. പിന്നെ എന്താണ് നമ്മൾ പഠിച്ചത്, അറബിക്കടൽ നദീവ്യൂഹം എന്നും അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹം എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതലും ഏതാണ്, ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹമാണെന്ന് പറഞ്ഞു അല്ലേ. നർമ്മദ, സിന്ധു, നർമ്മദ, താപ്തി ബാക്കി അല്ലേ, സിന്ധു, നർമ്മദ, താപ്തി, പെരിയാർ എന്നിവയൊക്കെയാണ് ഇതിൽ വരുന്നത് അറബിക്കടലിലേക്ക് ഒഴുകുന്ന നദികളിൽ അല്ലേ, അറബിക്കടലിൽ ഒഴുകുന്ന നദികൾ വരുന്നത്. ഓക്കെ, ഇനി നീർത്തടത്തിൻ്റെ വലിപ്പത്തെ അടിസ്ഥാനമാക്കി നദീതടങ്ങളെ പ്രധാനമായിട്ടും 3ആയിട്ട് തിരഞ്ഞെടുക്കാം. അപ്പോൾ നീർത്തടത്തിൻ്റെ വലിപ്പത്തെ അടിസ്ഥാനമാക്കി നദീതടങ്ങളെ 3ആയിട്ട് തിരിക്കാം. എന്തൊക്കെയാണ്, പ്രധാന നദീതടങ്ങളെന്നും സാമാന്യം വിസ്തൃതിയുള്ള നദീതടങ്ങളെന്നും പിന്നെ ചെറു നദീതടങ്ങളെന്നും 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എന്തൊക്കെയാണ്, പ്രധാന നദീതടങ്ങൾ, സാമാന്യം വിസ്തൃതിയുള്ള നദീതടങ്ങൾ, ചെറു നദീതടങ്ങൾ. ഓക്കെ, ഇനി എന്താണ് പ്രധാന നദീതടങ്ങൾ എന്ന് വെച്ചാൽ 20,000 ചതുരശ്ര കിലോമീറ്ററിൽ കൂടുതൽ വൃഷ്ടിപ്രദേശമുള്ള നദികളുടെ നദീതടങ്ങളെയാണ് പ്രധാന നദീതടങ്ങൾ എന്ന് പറയുന്നത്. 20,000 ചതുരശ്ര കിലോമീറ്ററിൽ കൂടുതലും വൃഷ്ടിപ്രദേശമുള്ള നദികളുടെ നദീതടങ്ങളെയാണ് പ്രധാന നദീതടങ്ങൾ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ഗംഗ, ബ്രഹ്മപുത്ര, കൃഷ്ണ, താപ്തി, നർമ്മദ, മഹി, പെണ്ണാർ, സബർമതി, ബരക്ക് എന്നീ നദികൾ ഉൾപ്പെടെയുള്ള 14 നദികൾ. ഏതൊക്കെയാണ്, ഗംഗ, ബ്രഹ്മപുത്ര, കൃഷ്ണ, താപ്തി, നർമ്മദ, മാഹി, പെണ്ണാർ, സബർമതി, ബരക്ക് എന്നിവ. ഇനി നെക്സ്റ്റ് സാമാന്യം വിസ്തൃതിയുള്ള നദീതടങ്ങളാണ്. 2000 മുതൽ 20,000 ചതുരശ്ര കിലോമീറ്റർ വരെ വൃഷ്ടിപ്രദേശമുള്ള നദികളുടെ നദീതടങ്ങളെയാണ് സാമാന്യം വിസ്തൃതിയുള്ള നദീതടങ്ങൾ എന്ന് പറയുന്നത്. 2000 മുതൽ 20,000 ചതുരശ്ര കിലോമീറ്റർ വരെ വൃഷ്ടിപ്രദേശമുള്ള നദികളുടെ നദീതടങ്ങളെയാണ് സാമാന്യം വിസ്തൃതിയുള്ള നദീതടങ്ങൾ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് കാളിന്തി, പെരിയാർ, മേഘ്ന. ഓക്കെ, കാളിന്തി, പെരിയാർ, മേഘ്ന എന്നീ 44 നദികളാണ് ഈ സാമാന്യം വിസ്തൃതിയുള്ള നദീതടങ്ങളിൽ വരുന്നത്. ഇനി ചെറു നദീതടങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്, 2000 ചതുരശ്ര കിലോമീറ്ററിലും കുറവ് വൃഷ്ടി പ്രദേശങ്ങളുള്ള നദീതടങ്ങളാണിവ. ചെറു നദീതടങ്ങൾ എന്ന് വെച്ചാൽ 2000 ചതുരശ്ര കിലോമീറ്ററിൽ കുറവ് വൃഷ്ടി പ്രദേശമുള്ള നദീതടങ്ങളെയാണ് ചെറു നദീതടങ്ങൾ എന്ന് പറയുന്നത്. മഴ കുറഞ്ഞ പ്രദേശങ്ങളിലെ ധാരാളം നദികൾ ഈ വിഭാഗത്തിൽ പെടുന്നുണ്ട്. മഴ കുറഞ്ഞ പ്രദേശങ്ങളിലെ ധാരാളം നദികൾ ഈ ചെറു നദീതടങ്ങളിൽ വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്, പ്രധാന നദീതടങ്ങൾ, സാമാന്യം വിസ്തൃതിയുള്ള നദീതടങ്ങൾ, ചെറു നദീതടങ്ങൾ എന്നിങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രധാന നദീതടങ്ങൾ എന്ന് വെച്ചാൽ 20,000 ചതുരശ്ര കിലോമീറ്ററിലും കൂടുതൽ വൃഷ്ടിപ്രദേശമുള്ള നദികളുടെ നദീതടങ്ങളാണ്. അതിന് എക്സാമ്പിളാണ് ഗംഗ, ബ്രഹ്മപുത്ര, കൃഷ്ണ, താപ്തി, നർമ്മദ, മഹി, പെണ്ണാർ, സബർമതി, ബരക്ക് എന്നിങ്ങനെ 14 നദികളാണ് ഈ പ്രധാന നദീതടങ്ങളിൽ വരുന്നത്. ഇനി 2000 മുതൽ 20,000 ചതുരശ്ര കിലോമീറ്റർ വരെയുള്ള വൃഷ്ടിപ്രദേശമുള്ള നദികളുടെ നദീതടങ്ങളെയാണ് സാമാന്യം വിസ്തൃതിയുള്ള നദീതടങ്ങൾ എന്ന് പറയുന്നത്. അതിൽ 44 നദികളാണ് വരുന്നത്. കാളിന്തി, പെരിയാർ, മേഘനൊക്കെ എന്താണ് ഈ സാമാന്യം വിസ്തൃതിയുള്ള നദീതടങ്ങളിലാണ് വരുന്നത്. ഇനി ചെറു നദീതടങ്ങൾ എന്ന് വെച്ചാൽ 2000 ചതുരശ്ര കിലോമീറ്ററിലും കുറവ് വൃഷ്ടി പ്രദേശമുള്ള നദീതടങ്ങളാണ്. ഇവിടെ മഴ കുറഞ്ഞ പ്രദേശങ്ങളിലെ ധാരാളം നദികളാണ് ഇവിടെ കൂടുതലായിട്ട് വരുന്നത്.
ഉപദ്വീപീയ പ്രദേശങ്ങളിൽ വലിയ നദികൾ പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഉപദ്വീപീയ പ്രദേശങ്ങളിൽ നോക്കുകയാണെങ്കിൽ വലിയ നദികൾ പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇങ്ങനെ ദക്ഷിണേന്ത്യയിൽ ഈ നദികളെ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്നും വിഭിന്നമായി രണ്ട് പ്രധാന ഉപദ്വീപീയ നദികളായ നർമ്മദയും താപ്തിയും മറ്റനേകം ചെറുനദികളോടൊപ്പം അറബിക്കടലിൽ എത്തിച്ചേരുന്നു. അപ്പോൾ അറബിക്കടലിൽ ചേരുന്ന നദികൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിന്ധു, നർമ്മദ, താപ്തി ഒക്കെ പെരിയാറൊക്കെ അല്ലേ. അതിൽ നമുക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നർമ്മദയും താപ്തിയുമാണ് അറബിക്കടലിൽ പതിക്കുന്നത്. ബാക്കിയൊക്കെ എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. പശ്ചിമഘട്ട മലനിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇനി ഉത്ഭവരീതിയുടെയും സ്വഭാവ പ്രത്യേകതകളുടെയും അടിസ്ഥാനത്തിൽ ഇന്ത്യൻ നദീവ്യൂഹത്തെ ഹിമാലയൻ നദികളെന്നും ഉപദ്വീപീയ നദികളെന്നും വേർതിരിക്കാം. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണല്ലേ. ഇന്ത്യൻ നദീവ്യൂഹത്തെ നമുക്ക് എങ്ങനെയാണ് ഹിമാലയൻ നദികളെന്നും ഉപദ്വീപീയ നദികളെന്നും രണ്ടായിട്ട് വേർതിരിക്കാനായിട്ട് പറ്റും. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന മറ്റു നദികളേക്കാൾ ഉത്ഭവത്തിലും പ്രായത്തിലും പഴക്കമേറിയുള്ളതിനാൽ ചമ്പൽ, ബെട്വ, സോൺ എന്നീ നദികളെ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നതിന് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ഇത് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള വർഗീകരണ രീതിയാണ്. അപ്പോൾ സാധാരണയായിട്ട് ഹിമാലയയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളൊക്കെ എന്താണ്? ഹിമാലയൻ നദികളാണ് അല്ലേ. എന്നാൽ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന മറ്റു നദികളെക്കാളും ഉത്ഭവത്തിലും പ്രായത്തിലും പഴക്കമേറിയിട്ടുള്ള നദികളാണ് ചമ്പൽ, ബെത്വ, സോൺ എന്നിവയൊക്കെ. എന്നാലും ഇവയെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. ഓക്കെ. ഇനി ഇന്ത്യയിലെ നീരൊഴുക്ക് വ്യൂഹങ്ങൾ. ചെറുതും വലുതുമായി ധാരാളം നദികൾ ചേർന്നാണ് ഇന്ത്യൻ നീരൊഴുക്ക് വ്യൂഹം രൂപപ്പെട്ടിട്ടുള്ളത് അല്ലേ. ചെറിയ നദികളുണ്ടായിരിക്കാം, വലിയ നദികളുണ്ടായിരിക്കാം. പ്രധാനപ്പെട്ട 3 ഭൂപ്രകൃതി വിഭാഗങ്ങളുടെ പരിണാമ പ്രക്രിയകളുടെയും വർഷണത്തിൻ്റെയും സ്വഭാവ സവിശേഷതകളുടെയും ഫലമാണ് ഇന്ത്യൻ നീരൊഴുക്ക് വ്യൂഹം. അപ്പോൾ ഇന്ത്യൻ നീരൊഴുക്ക് വ്യൂഹത്തിൽ പെടുന്നവ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹം. ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹം എന്ന് വെച്ചാൽ എന്താണ്? നീണ്ട ഭൗമചരിത്ര കാലത്തിലൂടെ പരിണമിച്ചവയാണ് ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹിമാലയൻ നദികളാണ് ഗംഗ, ബ്രഹ്മപുത്ര, സിന്ധു നദികളിൽ പ്രധാനമായിട്ടും പറയുന്നത് ഈ ഗംഗയും ബ്രഹ്മപുത്രയും സിന്ധു നദികളുമാണ്. നീണ്ട ഭൗമചരിത്ര കാലത്തിലൂടെ പരിണമിച്ചവയാണ് ഈ ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹം എന്ന് പറയുന്നത്. ഇതിൽ മഴയിൽ നിന്നും മഞ്ഞുരുകിയും ജലം ലഭിക്കുന്നതിനാൽ ഇവ വറ്റാത്ത നദികളാണ്. ഇവിടെ എന്താണ്? മഴയിൽ നിന്നും അതുപോലെ തന്നെ മഞ്ഞുരുകിയൊക്കെ അവിടെ ജലം എപ്പോഴും ലഭിക്കുന്ന കാരണത്താൽ തന്നെ ഇതെന്ന് പറയുന്നത് എന്താണ്? വറ്റാത്ത നദികളാണ് അല്ലേ. വറ്റാത്ത നദികളാണ്. ഹിമാലയ പർവ്വതം ഉയരുന്നതിനോടൊപ്പം തന്നെ നദികളുടെ അപരദന പ്രക്രിയയും നടന്നുകൊണ്ടിരിക്കുന്നു. ഹിമാലയ പർവ്വതം ഉയരുന്നതിനോടൊപ്പം തന്നെ എന്താണ്? നദികളുടെ അപരദന പ്രക്രിയയും ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ഫലമായിട്ട് ആഴമേറിയ ഗിരികന്ധരങ്ങളിലൂടെ ഈ നദികൾ ഒഴുകുന്നു. ഓക്കെ. അപ്പോൾ എന്താ പറയുന്നത്? ഈ അപരദന പ്രക്രിയയുടെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? ആഴമേറിയ ഗിരികന്ധരങ്ങളിലൂടെ ഈ നദികൾ ഒഴുകുന്നുണ്ട്. ആഴമേറിയ ഗിരികന്ധരങ്ങളെ കൂടാതെ പർവ്വത ഭാഗത്ത് ഇവ ദ്വിരൂപ താഴ്വര, ചെറുവെള്ളച്ചാട്ടം, വെള്ളച്ചാട്ടം തുടങ്ങിയ ഭൂരൂപങ്ങളും സൃഷ്ടിക്കുന്നു. അപ്പം ഈ ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹത്തിൽ വരുന്നവയാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര പോഷക നദികൾ. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവ വറ്റാത്ത നദികളാണെന്ന് പറഞ്ഞു അല്ലേ. ഇവ എന്താണ്? കൂടുതലും അപരദന പ്രക്രിയകളിൽ മുഴുകുന്ന എന്താ പറയുക അപരദന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്ന കാരണം തന്നെ എന്താണ്? അവിടെ ആഴമേറിയ ഗിരികന്ധരങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ദ്വിരൂപ താഴ്വരകൾ ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ ചെറുവെള്ളച്ചാട്ടം, വെള്ളച്ചാട്ടം തുടങ്ങിയ ഭൂരൂപങ്ങളും സൃഷ്ടിക്കുന്നുണ്ട്. സമതലങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇവ നിക്ഷേപണ ഭൂരൂപങ്ങളായ വിസ്തൃതമായ താഴ്വരകൾ, ഓക്സ്ബോ തടാകം, പ്രളയ സമതലങ്ങൾ, ബ്രേഡഡ് ചാലുകൾ തുടങ്ങിയവയും നദീമുഖങ്ങളിൽ ഡെൽറ്റകളും നിർമ്മിക്കുന്നു. എന്താ പറയുന്നത്? സമതലങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇവ നിക്ഷേപണ ഭൂരൂപങ്ങളായ വിസ്തൃതമായിട്ടുള്ള താഴ്വരകളും, ഓക്സ്ബോ തടാകം, പ്രളയ സമതലങ്ങൾ, ബ്രേഡഡ് ചാലുകൾ തുടങ്ങിയവയും നദീമുഖങ്ങളിൽ ഡെൽറ്റകളും നിർമ്മിക്കുന്നു. ഏതൊക്കെയാണ് പറയുന്നത്? ഇവിടെ വിസ്തൃതമായിട്ടുള്ള താഴ്വരകളുണ്ട്, ഓക്സ്ബോ തടാകങ്ങളുണ്ട്, പിന്നെ പ്രളയ സമതലങ്ങൾ, ബ്രേഡഡ് ചാലുകളുണ്ട്, അതുപോലെ തന്നെ ഡെൽറ്റകളും നിർമ്മിക്കപ്പെടുന്നുണ്ട്. ഹിമാലയൻ പർവ്വത പ്രദേശത്ത് ശക്തമായി ഒഴുകുന്ന ഇവ സമതലങ്ങളിൽ വളഞ്ഞു പുളഞ്ഞൊഴുകുകയും തുടർച്ചയായി ഗതി മാറി ഒഴുകുകയും ചെയ്യുന്നു. അപ്പോൾ ഹിമാലയൻ പർവ്വത പ്രദേശത്ത് അവിടെ വേറെ തടസ്സങ്ങളൊന്നുമില്ല, അതിനാൽ തന്നെ ശക്തമായിട്ട് ഒഴുകുന്നുണ്ടെങ്കിലും ഇവ സമതലങ്ങളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? വളഞ്ഞു പുളഞ്ഞൊഴുകുന്നു, അതുപോലെ തന്നെ തുടർച്ചയായിട്ട് ഗതി മാറി ഒഴുകുകയും ചെയ്യുന്നു. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞത്? ഒന്നും കൂടി പറയാം അല്ലേ. എന്താണ് ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹം എന്ന് വെച്ചാൽ കുറേ നാളത്തെ പ്രക്രിയകളിലൂടെയാണ് അല്ലേ ഈ ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹം രൂപപ്പെടുന്നത്. ഗംഗ, ബ്രഹ്മപുത്ര, സിന്ധു നദികളൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ട്
പ്രധാനമായിട്ടും വരുന്നത്. ഇവ വറ്റാത്ത നദികളാണ്. കാരണം എന്താണ്, അവിടെ എപ്പോഴും എന്താണ് മഴയിൽ നിന്നോ അല്ലെങ്കിൽ മഞ്ഞുരുകിയൊക്കെ വെള്ളം അവിടെ എപ്പോഴും ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഹിമാലയ പർവ്വതം ഉയരുന്നതിനോടൊപ്പം തന്നെ അവിടെ അപരദന പ്രക്രിയകൾ നടക്കുന്നുണ്ട്. അതിനാൽ തന്നെ അവിടെ ആഴമേറിയ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. രൂപ താഴ്വരകൾ ഉണ്ടാകുന്നുണ്ട്. ചെറുവെള്ളച്ചാട്ടങ്ങളും വെള്ളച്ചാട്ടങ്ങളും ഉണ്ടാകുന്നുണ്ട്. പിന്നെ എന്താണ്, ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നുണ്ട്. പിന്നെ ഓക്സ്ബോ തടാകങ്ങൾ, പ്രളയ സമതലങ്ങൾ, സമതലങ്ങളിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിലാണ് അവിടെ പ്രളയ സമതലങ്ങൾ, ഓക്സ്ബോ തടാകം, വിസ്തൃതമായിട്ടുള്ള താഴ്വരകളും അതുപോലെ തന്നെ ഡെൽറ്റകളൊക്കെ കാണപ്പെടുന്നത്. ഓക്കെ, പിന്നെന്താണ്, ഹിമാലയൻ പർവ്വത പ്രദേശത്ത് ഇവ നന്നായിട്ട് ഒഴുകും. പക്ഷേ സമതലങ്ങളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് വളഞ്ഞൊക്കെയാണ് ഒഴുകുന്നത്. ഇനി ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന കോസി നദി ഇടയ്ക്കിടെ ഗതി മാറി ഒഴുകുന്നതിന് കുപ്രസിദ്ധമാണ്. അപ്പോൾ ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഇതാണ്, കോസി നദിയാണ് അല്ലേ. ഇവ ഇടയ്ക്കിടയ്ക്ക് ഗതി മാറി ഒഴുകുന്നുണ്ട്. കോസി നദി പർവ്വതത്തിൻ്റെ മുകൾ ഭാഗങ്ങളിൽ നിന്നും വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ സമതലങ്ങളിൽ നിക്ഷേപിക്കുന്നു. ഇത് നദിയുടെ പാത തടസ്സപ്പെടുത്തുകയും ഗതി മാറി ഒഴുകുന്നതിനും കാരണമാവുകയും ചെയ്യുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കോസി നദി ഗതി മാറി ഒഴുകുന്നതെന്നാണ് പറയുന്നത്. അതായത് കോസി നദി പർവ്വതത്തിൻ്റെ മുകൾ ഭാഗങ്ങളിൽ നിന്ന് വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ, ഈ അവസാദങ്ങൾ സമതലങ്ങളിൽ വന്ന് കൂടിച്ചേരും. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ അവസാദങ്ങൾ, ഈ അവശിഷ്ടങ്ങളൊക്കെ അവിടെ കൂടിച്ചേരാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഈ പാത കറക്റ്റായിട്ട് പോകില്ല അല്ലേ, ഈ നദി കറക്റ്റായിട്ട് ഒഴുകാനായിട്ട് പറ്റൂല. അപ്പോൾ അവിടെ ഒരു എന്താണ്, അവിടെ ഒരു തടസ്സമാണ് ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ ഈ തടസ്സം ഉണ്ടാകുന്ന കാരണം എന്ത് സംഭവിക്കും, ഗതി മാറി ഒഴുകുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹത്തെക്കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. ഇനി ഹിമാലയൻ നീരൊഴുക്കിൻ്റെ പരിണാമത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം കേട്ടോ. ഹിമാലയൻ നദികളുടെ പരിണാമത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. ഭൂവിജ്ഞാനീയ ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ 5 മുതൽ 24 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മയോസീൻ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഒഴുകിയിരുന്ന ഇന്തോ ബ്രഹ്മ അഥവാ ശിവാലിക് എന്ന ബൃഹത്ത് നദിയിൽ നിന്നുമാണ് ഹിമാലയൻ നദികൾ പരിണമിച്ചത്. അപ്പോൾ ഈ ഹിമാലയൻ നദി രൂപപ്പെട്ടതിനെ കുറിച്ചിട്ട് പല അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഒരു എന്താണ്, മയോസിൻ എന്ന് പറയുന്ന കാലഘട്ടത്തിൽ മയോസീൻ എന്ന് പറയുന്ന കാലഘട്ടത്തിൽ ഇൻഡോ ബ്രഹ്മ അഥവാ ശിവാലിക് എന്ന് പറയുന്ന ഒരു വലിയൊരു നദിയിൽ നിന്നാണ് ഇത് രൂപപ്പെട്ടതെന്നൊക്കെ പറയുന്നുണ്ട്. ഹിമാലയത്തിൻ്റെ അത്രയും നീളത്തിൽ അസം മുതൽ സിന്ധ് വരെ ഒഴുകിയിരുന്ന ശിവാലിക് നദി പഞ്ചാബിനടുത്ത് സിന്ധ് ഗൾഫിൽ ഒഴുകിയെത്തിയിരുന്നു. ഈ ബൃഹത് നദിയുടെ തുടർച്ചയും അതിൻ്റെ തടാക സംബന്ധമായ ഉത്ഭവവും നദിയുടെ എക്കൽ നിക്ഷേപങ്ങളായ മണൽ, കളിമണ്ണ്, ഉരുളൻ കല്ലുകൾ, കൺഗ്ലോമറേറ്റ് എന്നിവയെല്ലാം ഈ വാദഗതിക്ക് ബലം നൽകുന്നു. ഓക്കെ, അപ്പോൾ ഇത് ശരിയാണെന്ന് പറയാനുള്ള കാരണങ്ങൾ എന്താ പറയുന്നത്, ഈ ബൃഹത് നദിയുടെ, അതായത് ഈ ശിവാലിക് നദിയെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ. ഈ ശിവാലിക് നദിയുടെ തുടർച്ചയും അതിൻ്റെ തടാക സംബന്ധമായിട്ടുള്ള ഉത്ഭവം, അവിടുത്തെ മണ്ണും എക്കൽ നിക്ഷേപങ്ങളും കല്ലുകളൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ശരിയാണെന്ന് തന്നെയാണ് പറയുന്നത്. ഇനി കാലക്രമേണ ഇന്തോ ബ്രഹ്മ നദി 3 നീരൊഴുക്ക് വ്യൂഹങ്ങളായി വിഭജിക്കപ്പെട്ടു. ഏതൊക്കെയാണ് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. പടിഞ്ഞാറ് സിന്ധു നദിയും അതിൻ്റെ 5 പോഷക നദികളും, പിന്നെ മധ്യഭാഗത്ത് ഗംഗാ നദിയും ഹിമാലയൻ പോഷക നദികളും, പിന്നെ കിഴക്ക് ബ്രഹ്മപുത്ര നദിയുടെ അസമിലെ ഭാഗങ്ങളും അതിൻ്റെ ഹിമാലയൻ പോഷക നദികളും. അപ്പോൾ എന്താ പറയുന്നത്, എന്തുകൊണ്ടാണ് ഈ ഹിമാലയൻ നീരൊഴുക്ക് രൂപപ്പെടാൻ പല കാരണങ്ങളുണ്ടെന്ന് പറയുന്നത്. അതിലൊന്നാമത്തെ കാര്യം, അല്ലെങ്കിൽ എല്ലാവരും കൂടി ഉറച്ചു നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, മയോസീൻ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഒഴുകിയിരുന്ന ഇന്തോ ബ്രഹ്മ അഥവാ ഈ ശിവാലിക് എന്ന് പറയുന്ന വലിയ നദിയിൽ നിന്നാണ് ഹിമാലയൻ നദികൾ ഉണ്ടായെന്നാണ് പറയുന്നത്. ഈ ശിവാലിക് നദി എന്ന് വെച്ചാൽ ഇപ്പോൾ ഹിമാലയത്തിൻ്റെ അത്രയും നീളത്തിൽ അസം മുതൽ സിന്ധ് വരെ ഒഴുകിയിരുന്ന ശിവാലിക് നദി പഞ്ചാബിനടുത്ത് സിന്ധ് ഗൾഫിൽ ഒഴുകിയെത്തിയിരുന്നു. ഇവിടുത്തെ ഉത്ഭവവും അതുപോലെ തന്നെ അവിടുത്തെ മണ്ണും അതുപോലെ തന്നെ കല്ലുകളൊക്കെ, അയക്കൽ മണ്ണും ഇതൊക്കെ എല്ലാം നോക്കിയിട്ട് എന്താ പറയുക, ഇത് ശരിയാണെന്ന് വിചാരിക്കുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ കാലക്രമേണ ഈ ഇന്തോ ബ്രഹ്മ 3 ആയിട്ട് വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. സിന്ധു നദിയും പോഷക നദികളും, പിന്നെ ഗംഗാ നദിയും ഹിമാലയൻ പോഷക നദികളും, പിന്നെ ബ്രഹ്മപുത്ര നദിയും പോഷക നദികളും. സിന്ധു ഗംഗാ നദികൾക്കിടയിൽ ജലവിഭാജകമായ പോട്ടുവാർ പീഠഭൂമി ഡൽഹി റിഡ്ജ് ഉൾപ്പെടുന്ന പശ്ചിമ ഹിമാലയത്തിന് പ്ലീസ്റ്റോസിൻ കാലഘട്ടത്തിൽ സംഭവിച്ച ഉത്ഥാനമായിരിക്കാം ഇത്തരത്തിൽ വിഭജിക്കപ്പെട്ടതിന് കാരണമായത്. അതുപോലെ മധ്യ പ്ലീസ്റ്റോസിൻ കാലഘട്ടത്തിൽ മേഘാലയ പീഠഭൂമിക്കും രാജ്മഹൽ കുന്നുകൾക്കും ഇടയിലുള്ള മാൽഡ വിടവിൻ്റെ താഴ്ത്തപ്പെടൽ ഗംഗ ബ്രഹ്മപുത്ര നദികളെ ബംഗാൾ ഉൾക്കടൽ ഭാഗത്തേക്ക് വഴി തിരിച്ചുവിടാൻ കാരണമായി. എന്താ പറയുന്നത്, സിന്ധു ഗംഗാ നദികൾക്കിടയിൽ ജലവിഭാജകമായിട്ടുള്ള പോട്ടുവാർ പീഠഭൂമി ഉൾപ്പെടുന്ന പശ്ചിമ ഹിമാലയത്തിന്
പ്ലീസ്റ്റോസിൻ കാലഘട്ടത്തിൽ സംഭവിച്ച ഉത്ഥാനമായിരിക്കാം ഇങ്ങനെ വിഭജിക്കപ്പെട്ടതിന് കാരണമെന്ന് പറയുന്നുണ്ട്. അതുമാത്രമല്ല ഇവിടെ ഈ മധ്യ പ്ലീസ്റ്റോസിൻ കാലഘട്ടത്തിൽ മേഘാലയ പീഠഭൂമിക്കും രാജ്മഹൽ കുന്നുകൾക്കും ഇടയിലുള്ള ഒരു മാൾഡ വിടവുണ്ട് അല്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മാൾഡ വിടവിൻ്റെ താഴ്ത്തപ്പെടൽ ഗംഗാ ബ്രഹ്മപുത്ര നദികളെ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നതിന് കാരണമായി എന്ന് പറയുന്നു. ഓക്കെ, നമുക്ക് പ്രധാനമായിട്ട് പഠിക്കേണ്ട പോയിന്റ്സ് ആണ്, അല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ള ഭാഗങ്ങളാണ് വരുന്നത്. ഹിമാലയൻ നീരൊഴുക്കിലെ നദീവ്യൂഹങ്ങൾ. ഹിമാലയൻ നീരൊഴുക്കിലെ നദീവ്യൂഹങ്ങളിൽ വരുന്നവയാണ് ഒന്ന് സിന്ധു നദീവ്യൂഹം അല്ലേ. സിന്ധു നദീവ്യൂഹത്തെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ നദീതടങ്ങളിൽ ഒന്നായ സിന്ധു നദീതടം എത്രയാണ്? 11,60,60,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയും അതുപോലെ തന്നെ 2,280 കിലോമീറ്റർ ദൈർഘ്യവും ഉള്ളതാണ്. ഇൻഡസ് എന്നറിയപ്പെടുന്ന സിന്ധു നദി ഇന്ത്യയിലെ ഏറ്റവും പടിഞ്ഞാറായി ഒഴുകുന്ന ഹിമാലയൻ നദിയാണ്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും പഠിച്ചു വെച്ചിരിക്കേണ്ടത് ഇന്ത്യയിലെ സിന്ധു നദി വ്യൂഹത്തിൻ്റെ കിലോമീറ്റർ എത്രയാണ്? 1114 പറയുന്നത്. ഇന്ത്യയിൽ എന്താണ് അറിയപ്പെടുന്നത്? ഇൻഡസ് എന്നല്ലേ, ഇൻഡസ് എന്നറിയപ്പെടുന്നുണ്ട്. സിന്ധു നദി അറിയപ്പെടുന്നതാണ് ഇൻഡസ് എന്ന്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും പടിഞ്ഞാറായിട്ട് ഒഴുകുന്ന ഹിമാലയൻ നദി ഏതാണ്? സിന്ധു നദിയാണ്. ടിബറ്റിലെ കൈലാസ പർവ്വതത്തിൽ സമുദ്രനിരപ്പിൽ നിന്നും 4,264 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ബൊക്കർച്ചുവിനടുത്തുള്ള ഒരു ബൊക്കർച്ചുവിനടുത്തുള്ള ഒരു ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധു നദി ടിബറ്റിൽ സിംഹത്തിൻ്റെ മുഖം എന്നർത്ഥമുള്ള സിംഗി കമ്പൻ എന്നുമാണ് അറിയപ്പെടുന്നത്. അതായത് ഈ ഹിമാലയൻ നദിയിൽ നമ്മൾ പറഞ്ഞു ഒന്നാമത്തത് സിന്ധു നദി വ്യൂഹമാണെന്ന് പറഞ്ഞു. ഈ സിന്ധു നദി എന്താണ്? സിന്ധു നദി ഇൻഡസ് എന്ന് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഉത്ഭവിക്കുന്ന ടിബറ്റിലെ കൈലാസ പർവ്വതത്തിൽ നിന്നാണ്. അതുപോലെ തന്നെ കറക്റ്റ് സ്ഥലം പറയുകയാണെന്നുണ്ടെങ്കിൽ ബൊക്കർച്ചുവിനടുത്തുള്ള ഹിമാനിയിൽ നിന്നാണ് അല്ലേ, ബൊക്കർച്ചുവിനടുത്തുള്ള ഹിമാനിയിൽ നിന്നാണ്. അപ്പോൾ ടിബറ്റിലെ കൈലാസ പർവ്വതത്തിൽ സമുദ്രനിരപ്പിൽ നിന്ന് 4,764 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ബൊക്കർച്ചുവിനടുത്തുള്ള ഹിമാനിയിൽ നിന്നാണ്. ബൊക്കർച്ചാണ് ചോദിക്കാറുള്ളത് കേട്ടോ. ബൊക്കർച്ചുവിനടുത്തുള്ള ഹിമാനിയിൽ നിന്നാണ് ഈ സിന്ധു നദി ഉത്ഭവിക്കുന്നത്. അതുപോലെ തന്നെ ടിബറ്റിലെ സിംഹത്തിൻ്റെ മുഖം എന്നർത്ഥമുള്ള സിംഗി കമ്പൻ എന്നുമാണ് ഇതിനെ അറിയപ്പെടുന്നത്. സിംഗി കമ്പൻ എന്നുമാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇൻഡസ് നദി എന്നറിയപ്പെടുന്നുണ്ട്. ടിബറ്റിലാണെന്നുണ്ടെങ്കിൽ എന്നറിയപ്പെടുന്നത് സിംഗി കമ്പൻ എന്നാണ് അറിയപ്പെടുന്നത്. സിംഗി കമ്പൻ എന്ന് വെച്ചാൽ എന്താണ്? സിംഹത്തിൻ്റെ മുഖം എന്നാണ് അർത്ഥം. ലഡാക്കിനും സസ്കർ പർവ്വതനിരയ്ക്കും ഇടയിലൂടെ വടക്ക് പടിഞ്ഞാറ് ദിശയിൽ ഒഴുകുന്ന നദി ലഡാക്കും ബാൾട്ടിസ്ഥാനും കടക്കുന്നു. ലഡാക്കിനും സസ്കർ പർവ്വതനിരയ്ക്കും ഇടയിലൂടെ ഈ നദി ഒഴുകുന്നുണ്ട് അല്ലേ. ഇത് ലഡാക്കും ബാൾട്ടിസ്ഥാനും കടക്കുന്നു. ലഡാക്ക് പർവ്വതനിരയ്ക്ക് കുറുകെ ഒഴുകുമ്പോൾ ജമ്മു കാശ്മീരിൽ ഗിൽഗിത്തിനടുത്ത് അതിമനോഹരമായ ഗിരികന്ധര താഴ്വര സൃഷ്ടിക്കുന്നു. അപ്പോൾ ഈ ലഡാക്ക് പർവ്വതനിരയിലൂടെ ഒഴുകുന്ന സമയത്ത്, ഇതിന് കുറുകെ ഒഴുകുന്ന സമയത്ത് അവിടെ ഒരു വലിയ ഗിരി പർവ്വതനിര അല്ലേ, എന്താണ് ഗിരി കന്ധര താഴ്വര സൃഷ്ടിക്കുന്നുണ്ട്. ഇനി ദാർദിസ്ഥാൻ പ്രദേശത്ത് ചില്ലാറിനടുത്ത് സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ചില്ലാറിനടുത്ത് വെച്ചിട്ടാണ്, ദാർദിസ്ഥാൻ പ്രദേശത്ത് ചില്ലാറിനടുത്ത് വെച്ചിട്ടാണ് സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് സിന്ധു നദിയെക്കുറിച്ച് ഒന്നും കൂടി നോക്കാം. സിന്ധു നദീ വ്യൂഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്? ഇന്ത്യയിൽ ഇൻഡസ് എന്നാണ് അറിയപ്പെടുന്നത്. ടിബറ്റിലാണെന്നുണ്ടെങ്കിൽ എന്നറിയപ്പെടുന്നത് സിംഗി കമ്പൻ എന്നാണ് അറിയപ്പെടുന്നത്. ടിബറ്റിലെ മാനസിലാട്ടോ കൈലാസ പർവ്വതത്തിനടുത്ത് ബൊക്കാർച്ചുവിനടുത്തുള്ള ഒരു ഹിമാനിയിൽ നിന്നാണ് ഈ സിന്ധു നദി ഉത്ഭവിക്കുന്നത്. പിന്നെ ലഡാക്കിനും സസ്കർ പർവ്വതനിരയ്ക്കും ഇടയിലൂടെ വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് ഒഴുകുന്ന നദി ലഡാക്കും അതുപോലെ തന്നെ ബാൾട്ടിസ്ഥാനും കടക്കുന്നുണ്ട്. ഈ ലഡാക്കിലൂടെ ഒഴുകുമ്പോൾ അവിടെ എന്താണ്? ആഴമേറിയിട്ടുള്ള അതിമനോഹരമായ ഗിരികന്ധര താഴ്വര സൃഷ്ടിക്കുന്നുണ്ട്. ഇനി ഇത് സിന്ധു നദി പാകിസ്ഥാനിലേക്ക് കടക്കുന്നത് ചില്ലാറിനടുത്ത് വെച്ചിട്ടാണ്. സിന്ധു നദി ഇന്ത്യയിൽ ജമ്മു കാശ്മീരിലെ ലേ ജില്ലയിലൂടെ മാത്രമേ ഒഴുകുന്നുള്ളൂ. അപ്പോൾ സിന്ധു നദി ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാശ്മീരിലെ ലേ ജില്ലയിലൂടെ മാത്രമാണ് ഒഴുകുന്നത്. ഇതിനിടയിൽ ധാരാളം ഹിമാലയൻ പോഷക നദികൾ സിന്ധുവിൽ ചേരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്നതാണ് പല പോഷക നദികളും ഈ സിന്ധുവിൽ ചേരുന്നുണ്ട്. ഇതൊക്കെയാണ് ഷെയ്യോക്ക്, ഗിൽഗിത്ത്, സസ്കർ, ഹുൻസ, നുബ്ര, ഷിഗർ, ഗസ്തിങ്, ദ്രാസ് എന്നിവ അവയിൽ പ്രധാനമാണ്. ഇതൊക്കെയാണ് ഷെയ്യോക്ക്, ഗിൽഗിത്ത്, സസ്കർ, ഹുൻസ, നുബ്ര, ഷിഗർ, ഗസ്തിങ്, ദ്രാസ് എന്നിവ പ്രധാനമാണ്. പാകിസ്ഥാനിലെ അറ്റോക്കിൽ വെച്ച് നദി പർവ്വതത്തിൽ നിന്ന് പുറത്തെത്തുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു പാകിസ്ഥാനിലെ അറ്റോക്കിൽ വെച്ചിട്ടാണ് ഇവിടെ ചില്ലാറിൽ വെച്ചിട്ടാണ് പാകിസ്ഥാനിലേക്ക് കിടക്കുന്നത്. ഇനി പാകിസ്ഥാനിലെ അറ്റോക്കിൽ വെച്ചിട്ടാണ് നദി പർവ്വതത്തിന് പുറത്തേക്ക് എടുക്കുന്നത് അല്ലേ, പുറത്തെത്തുന്നത് പാകിസ്ഥാനിലെ അറ്റോക്കിൽ വെച്ചിട്ടാണ്. അപ്പോൾ സിന്ധു നദി ഇന്ത്യയിലെ ജമ്മു കാശ്മീരിലുള്ള ലേ ജില്ലയിലൂടെ മാത്രമേ ഒഴുകുന്നുള്ളൂ. അതുമാത്രമല്ല കുറേ പോഷക നദികൾ സിന്ധുവിൽ ചേരുന്നുണ്ട്. ഷെയ്യോക്ക്, ഗിൽഗിത്ത്, സസ്കർ, ഹുൻസ, നുബ്ര, ഷിഗർ, ഗസ്തിങ്, ദ്രാസ് എന്നിവ അതിൽ
അതിന് എക്സാമ്പിളാണ്. ഇനി പാകിസ്ഥാനിലെ അറ്റോക്കിൽ വെച്ചിട്ടാണ് സമതല പ്രയാണം ആരംഭിക്കുന്നത്. അതായത് ഈ പർവ്വതം പുറത്തേക്ക് എത്തുന്നത് ആ സ്ഥലത്ത് വെച്ചിട്ടാണ്, അറ്റോക്കിൽ വെച്ചിട്ടാണ്. ഇനി ഇവിടെ വെച്ച് വലത് തീരത്ത് നിന്ന് കാബൂൾ നദിയെ സ്വീകരിക്കുന്നു. അങ്ങനെ ഈ അറ്റോക്കിലെത്താണെങ്കിൽ വലത് ഭാഗത്ത് നിന്ന് എന്ത് സ്വീകരിക്കുന്നുണ്ട്? കാബൂൾ നദിയെ സ്വീകരിക്കുന്നുണ്ട്. വലത് തീരത്ത് ചേരുന്ന മറ്റു പ്രധാനപ്പെട്ട പോഷക നദികളാണ് ഗുറം, ടൊച്ചി, ഗോമാൽ, വിഭോവ, ശങ്കർ എന്നിവ. വലത് തീരത്ത് ചേരുന്ന മറ്റു പ്രധാനപ്പെട്ട പോഷക നദികളാണ് ഗുറം, ടൊച്ചി, ഗോമാൽ, വിഭോവ, ശങ്കർ എന്നിവ. ഇവയെല്ലാം സുലൈമാൻ മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്നു. അതായത് നമ്മൾ പറഞ്ഞു പാകിസ്ഥാനിൽ നിന്നും ഈ ചില്ലാറിലേക്ക് അല്ലേ, പാകിസ്ഥാനിലേക്ക് കടക്കുന്നത് ചില്ലാറിൽ വെച്ചിട്ടായിരുന്നു. ഇനി പാകിസ്ഥാനിൽ നിന്നും പുറത്തേക്ക് കടക്കുന്നത് അറ്റോക്കിൽ വെച്ചിട്ടാണ്. അങ്ങനെ പുറത്തേക്ക് കടക്കുന്ന സമയത്ത് തന്നെ പല പോഷക നദികളും വന്ന് കൂടിച്ചേരുന്നുണ്ട്. വലത് ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാബൂൾ നദിയെ സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റു പോഷക നദികളായിട്ടുള്ള ഗുറം, ടൊച്ചി, ഗോമാൽ, വിഭോവ, ശങ്കർ എന്നിവയും സ്വീകരിക്കുന്നുണ്ട്. ഇവയെല്ലാം എവിടെ നിന്ന് ഉത്ഭവിക്കുന്നവയാണ്? സുലൈമാൻ മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്നവയാണ്. ഇനി വീണ്ടും തെക്ക് ഭാഗത്തേക്ക് ഒഴുകുന്ന നദിയിൽ മിതാൻകോട്ടിന് മുമ്പായി പഞ്ചനദികൾ ചേരുന്നു. ഓക്കെ, വീണ്ടും തെക്ക് ഭാഗത്തേക്ക് ഒഴുകാണ്. അങ്ങനെ ഒഴുകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? പഞ്ചനദികൾ ചേരുന്നുണ്ട്. പഞ്ചനദികൾ എന്ന് വെച്ചാൽ ഏതൊക്കെയാണ്? ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നീ 5 നദികൾ ചേർന്നാണ് പഞ്ചനദികൾ എന്നറിയപ്പെടുന്നത് അല്ലേ. നമുക്കറിയാം പഞ്ചനദികൾ ഏതൊക്കെയാണ്? ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവയാണ് പഞ്ചനദികൾ. കറാച്ചിക്ക് കിഴക്കായി സിന്ധു നദി അറബിക്കടലിൽ ചേരുന്നു. കറാച്ചി കിഴക്കായിട്ടാണ് സിന്ധു നദി അറബിക്കടലിൽ ചേരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പറഞ്ഞത് സിന്ധു നദി ജമ്മു കാശ്മീരിലെ ലേ ജില്ലയിലൂടെ മാത്രമേ ഒഴുകുന്നുള്ളൂ. പ്രധാനപ്പെട്ട പോഷക നദികളൊക്കെ, ഹിമാലയൻ പോഷക നദികളൊക്കെ ഈ സിന്ധുവിൽ ചേരുന്നുണ്ട്. ഏതൊക്കെയാണ് പറഞ്ഞത്? ഏതൊക്കെയാണ്? ഷെയ്യോക്ക്, ഗിൽഗിത്, സസ്കർ, ഹുൻസ, നൂബ്ര, ഷിഗർ, ഗസ്തിങ്, ദ്രാസ് എന്നിവയൊക്കെ പ്രധാനപ്പെട്ടവയാണ്. ഇനി ഇവിടെ നിന്നും പുറത്തേക്ക് കടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? അറ്റോക്കിൽ വെച്ചിട്ടാണ് അല്ലേ. ഈ അറ്റോക്കിലേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? വലതുവശത്ത് നിന്ന് കുറച്ച് നദികൾ കൂടിച്ചേരുന്നുണ്ട്. അപ്പോൾ കാബൂൾ നദിയെ സ്വീകരിക്കുന്നുണ്ട്. പിന്നെ സുലൈമാൻ പർവ്വതനിരയിൽ നിന്ന് ഉത്ഭവിക്കുന്നുള്ള ഏതൊക്കെ നദികളാണ്? ഗുറം, ടൊച്ചി, ഗോമാൽ, വിഭോവ, ശങ്കർ എന്ന് പറയുന്ന പോഷക നദികളും അവിടേക്ക് എത്തുന്നുണ്ട് അല്ലേ, ഒരുമിച്ച് അതായത് ഇവിടേക്ക് എത്തുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം വീണ്ടും തെക്ക് ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ പഞ്ചനദികൾ കൂടിച്ചേരുന്നുണ്ട്. പഞ്ചനദികൾ എന്നറിയപ്പെടുന്നത് ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവയാണ്. ഇനി കറാച്ചിക്ക് കിഴക്കായിട്ട് സിന്ധു നദി അറബിക്കടലിലേക്കാണ് എത്തിച്ചേരുന്നത്. അറബിക്കടലിലേക്ക് പതിക്കുന്നതാണ് സിന്ധു നദി. ഇനി സിന്ധു നദിയുടെ ഒരു പ്രധാന പോഷക നദിയായ, അപ്പോൾ നമ്മൾ പറഞ്ഞു പഞ്ചനദികൾ ഉണ്ടെന്ന് പറഞ്ഞു. ഈ സിന്ധു നദിയുടെ പ്രധാനപ്പെട്ട 5 പോഷക നദികളാണ് ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവ പ്രധാനപ്പെട്ട പോഷക നദികളാണ്. ഇനി ജലത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സിന്ധു നദിയുടെ പ്രധാനപ്പെട്ട ഒരു പോഷക നദിയാണ് ജലം എന്ന് പറയുന്നത് അല്ലേ. ജലം കാശ്മീർ താഴ്വരയ്ക്ക് തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പിർ പാഞ്ചൽ മലനിരകളുടെ താഴ്വാരത്ത് വെറിനാഗ് നീരുറവിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. അതായത് സിന്ധു നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് ജലം എന്ന് പറയുന്നത്. ജലത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കാശ്മീർ താഴ്വരയ്ക്ക് തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പീർ പാഞ്ചൽ മലനിരകളുടെ താഴ്വാരത്ത് വെറിനാഗ് നീരുറവിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. പീർ പാഞ്ചൽ മലനിരകളുടെ താഴ്വാര ഭാഗത്ത് എന്തുണ്ട്? വെറിനാഗ് നീരുറവ ഉണ്ട് അല്ലേ, ഇവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇനി ശ്രീനഗറിലൂടെയും വൂഗ്ലാർ തടാകത്തിലൂടെയും ഒഴുകുന്ന ജലം നദി ആഴമേറിയതും ഇടുങ്ങിയതുമായ ഗിരികന്ധര താഴ്വരകളിലൂടെ പാകിസ്ഥാനിലെ ജാങ്ങിനടുത്ത് വെച്ച് ചിനാബ് നദിയുമായി ചേരുന്നു. എന്താ പറയുന്നത്? ഈ ശ്രീനഗറിലൂടെയും ഈ അതായത് ജലം നദി ശ്രീനഗറിലൂടെയും അതുപോലെ തന്നെ വൂഗ്ലാർ തടാകത്തിലൂടെയും ഒഴുകുന്നുണ്ട്. എന്നിട്ട് ആഴമേറിയിട്ടുള്ള ഗിരികന്ധര താഴ്വര സൃഷ്ടിക്കുന്നുണ്ട്. അതിനുശേഷം പാകിസ്ഥാനിലെ ചാങ്ങിനടുത്ത് വെച്ചിട്ട് എന്ത് സംഭവിക്കാം? അടുത്ത പോഷക നദിയായിട്ടുള്ള ചിനാബ് നദിയുമായിട്ട് ചേരാണ്. ഓക്കെ, അപ്പോൾ സിന്ധു നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് ജലം. ഈ ജലം കാശ്മീർ താഴ്വരയ്ക്ക് തെക്ക് കിഴക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന പിർ പാഞ്ചൽ മലനിരകളുടെ താഴ്വാരത്ത് വെറിനാഗ് നീരുറവിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. അതുപോലെ തന്നെ ശ്രീനഗറിലൂടെയും വൂഗ്ലാർ തടാകത്തിലൂടെയും ഈ നദി ഒഴുകുന്നുണ്ട്. പിന്നെ ഇതെന്ന് വെച്ചാൽ ആഴമേറിയും ഇടുങ്ങിയതുമായുള്ള ഗിരികന്ധര താഴ്വര സൃഷ്ടിക്കുന്നുണ്ട്. അതുമാത്രമല്ല ഒരു പാകിസ്ഥാനിലെ ഈ ഒരു സ്ഥലം ഏതാണ്? ജാങ്ങിനടുത്ത് വെച്ചിട്ട് ചിനാബ് നദിയുമായിട്ട് ചേരുന്നുണ്ട്. അപ്പോൾ ചിനാബ് എന്ന് പറയുന്ന പോഷക നദിയെക്കുറിച്ച് എന്താ പറയുക? സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ് അല്ലേ. സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? ചിനാബാണ്. ചന്ദ്ര എന്നും ബാഗ എന്നും പേരുള്ള 2 അരുവികൾ ഹിമാചൽ പ്രദേശിലെ കിലോങ്ങിനടുത്ത് താന്തിയിൽ സംഗമിച്ച് രൂപപ്പെടുന്നതിനാൽ ചിനാബ് ചന്ദ്രഭാഗ എന്നും അറിയപ്പെടുന്നു. എന്നാണ് പറയുന്നത്? സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ചിനാബാണ്. ചിനാബ് എന്ന് പറയുന്നത് ചന്ദ്ര എന്നും ഭാഗം എന്നറിയപ്പെടുന്ന പോഷക നദി കൂടിയാണ് എന്ന് പറയുന്നത് ചിനാബ് എന്ന് പറയുന്നത്. ഇവ ഹിമാചൽ പ്രദേശിലെ കിലോങ്ങിനടുത്ത് താന്തിയിൽ സംഗമിച്ച് രൂപപ്പെടുന്നതിനാൽ ചിനാബ് ചന്ദ്രഭാഗ എന്ന് അറിയപ്പെടുന്നു. ഹിമാചൽ പ്രദേശിലെ കിലോങ്ങിനടുത്ത് താന്തിയിൽ വെച്ച് സംഗമിച്ച് രൂപപ്പെടുന്നതിനാൽ തന്നെ ചിനാബിനെ ചന്ദ്രഭാഗ എന്ന് അറിയപ്പെടുന്നു. പാകിസ്ഥാനിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ നദി 1180 കിലോമീറ്റർ ദൂരവും ഒഴുകുന്നുണ്ട്.
അപ്പോൾ സിന്ധു നദിയുടെ 2 പോഷക നദികൾ നമ്മൾ പഠിച്ചു. ജലം പഠിച്ചു, ചിനാബ് പഠിച്ചു അല്ലേ. ജലത്തെക്കുറിച്ച് എന്തായിരുന്നു പറഞ്ഞത്? കാശ്മീർ താഴ്വരയ്ക്ക് കിഴക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പീർപ്പാഞ്ചൽ മലനിരകളുടെ താഴ്വാരത്ത് വേറിനാഗ് എന്ന് പറയുന്ന നീരുറവയുണ്ട്. ഓക്കെ, വേറിനാഗ് നീരുറവിൽ നിന്നുമാണ് ഈ ജലം നദി ഉത്ഭവിക്കുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ശ്രീനഗറിലൂടെയും മൂലാ തടാകത്തിലൂടെയും ഒഴുകുന്ന നദിയാണെന്ന് പറയുന്നത് ഈ ജലം നദി എന്ന് പറയുന്നത് ഗിരികതരങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം ഈ ഒരു ജാങ്ങിന് എടുത്ത് വെച്ച് പാകിസ്ഥാനിലെ ജാങ്ങിന് എടുത്ത് വെച്ചിട്ട് ഇത് എന്താണ് ചിനാബ് നദിയുമായിട്ട് ചേരുന്നുണ്ട്. ഇനി ചിനാബിനെ കുറിച്ച് പറയുന്നത് സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ്. ചന്ദ്ര എന്നും ബാഗ എന്നും പേരിലുള്ള 2 അരുവികൾ ഹിമാചൽ പ്രദേശിലെ കിലാങ്ങിനടുത്ത് തന്തിയിൽ സംഗമിച്ച് രൂപപ്പെടുന്നതിനാൽ തന്നെ എന്നറിയപ്പെടുന്നുണ്ട്, ചന്ദ്രഭാഗ എന്നറിയപ്പെടുന്നുണ്ട്. പാകിസ്ഥാനിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ നദി 1180 കിലോമീറ്റർ ദൂരമാണ് ഒഴുകുന്നത്. ഇനി സിന്ധു നദിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പോഷക നദിയായ രവി ഹിമാചൽ പ്രദേശിലെ റോഹ്താങ് ചുരത്തിന് പടിഞ്ഞാറായുള്ള കുല്ലുകുന്നിൽ നിന്ന് ഉത്ഭവിച്ച് ചമ്പ താഴ്വരയിലൂടെ ഒഴുകുന്നു. പീർപ്പാഞ്ചൽ ദൗലാധർ പർവ്വതനിരകളുടെ തെക്ക് കിഴക്കൻ പ്രദേശങ്ങളിലൂടെ ഒഴുകി പാകിസ്ഥാനിലെ സരായ് സിന്ധുവിൽ വെച്ച് ചിനാബ് നദിയിൽ ചേരുന്നു. അപ്പോൾ സിന്ധു നദിയുടെ പ്രധാനപ്പെട്ട മറ്റൊരു പോഷക നദിയാണ് രവി. ഈ രവി ഹിമാചൽ പ്രദേശിലെ റോഹ്താങ് ചുരത്തിന് പടിഞ്ഞാറായിട്ടുള്ള കുല്ലുകുന്നിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് ചമ്പ താഴ്വരയിലൂടെ ഒഴുകുന്നു. അപ്പോൾ രവി നദി ഉത്ഭവിക്കുന്ന എവിടെ നിന്നാണ്? റോഹ്താങ് ചുരം, അല്ലാന്നുണ്ടെങ്കിൽ റോഹ്താങ് ചുരത്തിന് സമീപത്തുള്ള കുല്ലുകുന്നിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. എന്നിട്ട് ചമ്പ താഴ്വരയിലൂടെയാണ് ഒഴുകുന്നത്. പിർപ്പാഞ്ചൽ ദൗലാധർ പർവ്വതനിരകളുടെ തെക്ക് കിഴക്കൻ പ്രദേശങ്ങളിലൂടെ ഒഴുകി പാകിസ്ഥാനിലെ സരായ് സിന്ധുവിൽ വെച്ച് ചിനാബ് നദിയിൽ ചേരുന്നു. ഇനി നെക്സ്റ്റ്, സിന്ധു നദിയുടെ മറ്റൊരു പോഷക നദിയാണ് ബിയാസ്. സമുദ്രനിരപ്പിൽ നിന്നും 4000 മീറ്റർ ഉയരത്തിലുള്ള റോഹ്താങ് ചുരത്തിൽ നിന്നും ബിയാസ് കുണ്ടിൽ നിന്നും ഉത്ഭവിക്കുന്നു. അപ്പോൾ ഈ സിന്ധു നദിയുടെ മറ്റൊരു പ്രധാന പോഷക നദി ഇതാണ്, ബിയാസ് ആണ്. ബിയാസ് ആണെന്നുണ്ടെങ്കിലും റോഹ്താങ് ചുരത്തിൽ നിന്നും അതുപോലെ തന്നെ റോഹ്താങ് ചുരത്തിലെ ബിയാസ് കുണ്ടിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. നമ്മൾ പറഞ്ഞു രവി ആണെന്നുണ്ടെങ്കിൽ റോഹ്താങ് ചുരത്തിൻ്റെ കുല്ലുകുന്നിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. ഇവിടെയാണെങ്കിൽ റോഹ്താങ് ചുരത്തിൽ നിന്ന് ബിയാസ് കുണ്ടിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഓക്കെ, കുല്ലു താഴ്വരയിലൂടെ ഒഴുകുന്ന ബിയാസ് നദി ദൗലാധർ പർവ്വതത്തിൽ കാട്ടിയിലും ലാർഗിയിലും ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നു. കുല്ലു താഴ്വരയിലൂടെ ഒഴുകുന്ന ബിയാസ് നദി ദൗലാധർ പർവ്വതത്തിൽ ഗിരികന്ധരങ്ങളൊക്കെ സൃഷ്ടിക്കുന്നുണ്ട്. ഇനി പഞ്ചാബ് സമതലത്തിൽ കിടക്കുന്ന നദി ഹരിക്കയ്ക്കടുത്തുള്ള സത്ലജ് നദിയുമായിട്ട് സന്ധിക്കുന്നു. അപ്പോൾ അതിനുശേഷം ഈ ബിയാസ് എവിടേക്കാണ്? മറ്റേ സത്ലജ് നദിയിലെ 5ാമത്തെ പോഷക നദിയാണ്. അപ്പോൾ സത്ലജ് നദിയുമായിട്ട് വീണ്ടും കൂടിച്ചേരുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഈ അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അത് നമുക്ക് 10th പ്രിലിംസ് ഫസ്റ്റ് സ്റ്റേജിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു അല്ലേ. രാകാസ് തടാകം ടിബറ്റിലെ മാനസരോവ തടാകത്തിനടുത്ത് 4555 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന രാകാസ് തടാകം രാകാസ് തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന സത്ലജ് നദി അവിടെ ലെങ്ചെൻ ഗംബാബ് എന്ന് വിളിക്കപ്പെടുന്നു. അപ്പോൾ സത്ലജ് നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? സത്ലജ് നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ടിബറ്റിലെ മാനസരോവർ തടാകത്തിനടുത്ത് രാകാസ് തടാകത്തിൽ നിന്നാണ്. ടിബറ്റിലെ മാനസരോവർ തടാകത്തിനടുത്ത് രാകാസ് തടാകത്തിൽ നിന്നാണ് സത്ലജ് നദി ഉത്ഭവിക്കുന്നത്. അവിടെ അറിയപ്പെടുന്നത് ലെങ്ചെൻ ഗംബാവ് എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി ഏകദേശം 400 കിലോമീറ്ററോളം സിന്ധു നദിക്ക് സമാന്തരമായി ഒഴുകുന്ന സത്ലജ് രൂപാറിൽ ഗിരികന്ധരങ്ങൾ പുറത്തുനിന്നു. അപ്പോൾ എല്ലാ നദികളും എന്താണ് ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്ന് പഠിച്ചു വെച്ചിരിക്കാം. ഹിമാലയത്തിലെ ഷിപ്കില ചുരം കടന്ന് പഞ്ചാബ് സമതലത്തിൽ പ്രവേശിക്കുന്ന സത്ലജ് ഒരു പൂർവ്വകാലീന നദിയാണ്. ബക്രാനങ്കൽ ജലപദ്ധതിയുടെ കനാൽ വ്യൂഹത്തിൽ ജലം ലഭ്യമാകുന്നതിനാൽ സത്ലജ് സിന്ധു നദിയുടെ ഏറെ പ്രധാനപ്പെട്ട പോഷക നദിയാണ്. അപ്പോൾ ബക്രാനങ്കൽ ജലപദ്ധതി എവിടെയാണ്? സത്ലജ് നദിയിലാണ് അല്ലേ. ബക്രാനങ്കൽ ജലവൈദ്യുത പദ്ധതി എവിടെയാണ്? നമ്മുടെ സത്ലജ് നദിയിലാണെന്നുള്ളത് പഠിച്ചു വെച്ചിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് സിന്ധു നദീവ്യൂഹത്തെക്കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. സിന്ധു നദീവ്യൂഹത്തെക്കുറിച്ച് ഒന്നും കൂടിയും പറയാം നമുക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ നദീതടങ്ങളിലൊന്നായ സിന്ധു നദീതടം ഉത്ഭവിക്കുന്നത് എത്രയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും പഠിച്ചു വെച്ചിരിക്കുന്നത് സിന്ധു നദിയാണ് ഇൻഡസ് എന്നറിയപ്പെടുന്നത്. ടിബറ്റിലാണെന്ന് അറിയപ്പെടുന്നത് സിംഗി കപ്പൻ എന്നാണ് അറിയപ്പെടുന്നത്. ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ കൈലാസ് പർവ്വതത്തിൽ സമുദ്രനിരപ്പിൽ നിന്നും 4764 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ബൊക്കാർച്ചുവിനടുത്തുള്ള ഹിമാനിയിൽ നിന്നാണ്. പിന്നെ ലഡാക്കിലും സസ്കർ പർവ്വതനിരയ്ക്കും ഇടയിലൂടെ വടക്ക് പടിഞ്ഞാറ് ദിശയിൽ ഒഴുകുന്ന നദി ലഡാക്കും ബാൾട്ടിസ്ഥാനും കടക്കുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ടും ഗിരികന്ധര താഴ്വര സൃഷ്ടിക്കുന്നുണ്ട്. ഇനി ഈ സിന്ധു നദി പാകിസ്ഥാനിലേക്ക് കടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ചില്ലാറിനടുത്ത് വെച്ചിട്ടാണ്. പിന്നീട്
ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ലേഹ് ജില്ലയിലൂടെ മാത്രമാണ് സിന്ധു നദി ഒഴുകുന്നുള്ളൂ. പിന്നെ പ്രധാനപ്പെട്ട കുറേ പോഷക നദികൾ സിന്ധുവിൽ ചേരുന്നുണ്ട്. അതിനുശേഷം ഇത് എവിടേക്ക് എത്തുന്നുണ്ട്? അറ്റോക്കിൽ എത്തുന്നുണ്ട് അല്ലേ. ഈ അറ്റോക്കിൽ വെച്ചിട്ട് എന്ത് സംഭവിക്കും? പാകിസ്ഥാൻ അറ്റോക്കിൽ വെച്ചിട്ടാണ് ഇത് പുറത്തേക്ക് പോകുന്നത്. അവിടെ ചെല്ലുമ്പോഴും ഇതുപോലെ തന്നെ വലതുവശത്ത് നിന്ന് പ്രധാനപ്പെട്ട കാബൂൾ നദിയെ സ്വീകരിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ഈ സുലൈമാൻ പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രധാനപ്പെട്ട പോഷക നദികളായിട്ടുള്ള ഏതൊക്കെയാണ്? ഗുറം, ടൊച്ചി, ഗോമാൽ, വിഭവ, ശങ്കർ എന്നീ പറയുന്ന പോഷക നദികളൊക്കെ കൂടിച്ചേരുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ടും പഠിച്ചു വെച്ചിരിക്കുന്നതാണ് സിന്ധു നദിയുടെ പ്രധാനപ്പെട്ട 5 പോഷക നദികൾ ഏതൊക്കെയാണ്? ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവയാണ്. ഈ 5 നദികളും ഇവിടെ കൂടിച്ചേരുന്നുണ്ട്. ഇവ എന്താണ്? സിന്ധു ഇവയെല്ലാം എന്താണ്? എവിടെയാണ് പതിക്കുന്നത്? അറബിക്കടലിലാണ് പതിക്കുന്നത് അല്ലേ. സിന്ധു നദി എവിടെയാണ് പതിക്കുന്നത്? അറബിക്കടലിലാണ് പതിക്കുന്നത്. ഈ സിന്ധു നദിയുടെ പ്രധാനപ്പെട്ട ഒരു പോഷക നദിയാണ് ജലം എന്ന് പറയുന്നത്. കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ജലം നദിയാണ്. അതുപോലെ തന്നെ ജലം നദി എവിടെ നിന്നാണ്? വെറിനാഗ് നീരുറവ അല്ലേ. വെറിനാഗ് അതായത് പീർപ്പാഞ്ചൽ പർവ്വതനിരയ്ക്കടുത്തുള്ള വെറിനാഗ് നീരുറവിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പിന്നെ ശ്രീനഗറിലൂടെയും മൂല തടാകത്തിലൂടെയും ഒഴുകുന്ന നദിയാണ് ജലം നദി. പിന്നെ എന്താണ് ഇത് എന്ന് പറയുന്നത്? ആഴമേറിയിട്ടുള്ള താഴ്വരകൾ സൃഷ്ടിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ചിനാബ് നദിയുമായിട്ട് ചേരാണ്. ഇനി ചിനാബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ്. ഈ ചന്ദ്ര എന്ന് പറയുന്ന അതുപോലെ തന്നെ ഭാഗ എന്നറിയപ്പെടുന്ന 2 അരുവികൾ ഇവിടെ കൂടി ചേരുന്നതിനാൽ തന്നെ ഇതിനെ എന്നറിയപ്പെടുന്നത് ചന്ദ്രഭാഗ എന്നും അറിയപ്പെടുന്നുണ്ട് അല്ലേ. അതിനുശേഷം ഇത് രവിയുമായിട്ട് കൂടി ചേരാണ്. രവി പറയുകയാണെങ്കിൽ സിന്ധു നദിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പോഷക നദിയാണ് രവി. രവി ഉത്ഭവിക്കുന്ന അവിടെ നിന്നാണ്? ഹിമാചൽ പ്രദേശിലെ റോഹ്താങ് ചുരത്തിന് പടിഞ്ഞാറായുള്ള കൊല്ലുകുന്നിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതിനുശേഷം ഇത് രവിയുമായിട്ട് കൂടി ചേരുന്നുണ്ട് അല്ലേ. അതിനുശേഷം ബിയാസുമായിട്ട് കൂടി ചേരുന്നുണ്ട്. പ്രധാനപ്പെട്ട വേറൊരു പോഷക നദി ഇതാണ്, ബിയാസാണ്. ബിയാസ് റോഹ്താങ് ചുരത്തിൽ ബിയാസ് കുണ്ടിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇതും ഇതുപോലെ തന്നെ എന്താണ്? പ്രധാനമായിട്ടും ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ലാർഗിയിലും കാട്ടിയിലൊക്കെയാണ് പ്രധാനമായിട്ടും ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നത്. അതിനുശേഷം ഇത് സത്ലജ് നദിയുമായിട്ട് സന്ധിക്കുന്നുണ്ട്. സത്ലജ് നദിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? സത്ലജ് നദി ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ മാനസരോവരിനടുത്തുള്ള രാക്കാസ് തടാകത്തിൽ നിന്നാണ് സത്ലജ് നദി ഉത്ഭവിക്കുന്നത്. ഇനി സത്ലജ് നദിയിൽ പ്രധാനമായിട്ടും പഠിച്ചു വെച്ചിരിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഈ ബക്രാനങ്ങൾ ജലപദ്ധതിയിൽ ബക്രാനങ്ങൾ ജലപദ്ധതിയുടെ ഭാഗമായിട്ടുള്ള നദിയും കൂടിയാണ് സത്ലജ് നദി. പിന്നെ ഈ സത്ലജ് നദി ലെങ്ചൻ ഗംബാബ് അല്ലേ, ലെങ്ചൻ ഗംബാബ് എന്നും വിളിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ഗംഗാ നദീവ്യൂഹം. നദീതടത്തിൻ്റെ പ്രത്യേകതയാലും സാംസ്കാരികമായ പ്രാധാന്യത്താലും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദിയാണ് ഗംഗ. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിലെ ഗംഗോത്രി ഹിമാലയ്ക്ക് സമീപമുള്ള ഗോമുഖിൽ നിന്ന് ഒരു ചെറു അരുവിയായി ഉത്ഭവിക്കുന്ന ഗംഗ ഇവിടെ ഭഗീരഥി എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഗംഗാ നദി എന്നാണ് ഭഗീരഥി എന്നറിയപ്പെടുന്നുണ്ട്. ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഗായ്മുഖ് ഗുഹകളിൽ നിന്നാണ് അല്ലേ. ഗായ്മുഖ് ഗുഹകൾ അല്ലെങ്കിൽ ഗോമുഖിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിലെ ഗംഗോത്രി ഹിമാലയ്ക്ക് സമീപമുള്ള ഗോമുഖിൽ നിന്നാണ് ഈ ഗംഗ ഉത്ഭവിക്കുന്നത്. ഇതിനെ എന്നറിയപ്പെടുന്നുണ്ട്? ഭഗീരഥി എന്നും അറിയപ്പെടുന്നുണ്ട്. മധ്യ ഹിമാലയത്തിലും ലെസർ ഹിമാലയത്തിലും ഭഗീരഥി ഇടുങ്ങിയ ഗിരികന്ധര താഴ്വരകൾ നിർമ്മിച്ചു കൊണ്ടൊഴുകുന്നു. ബദ്രീനാഥിന് മുകളിൽ സതോപാന്ത് ഹിമാലയിൽ നിന്നും ഉത്ഭവിക്കുന്ന അളകാനന്ദ ഭഗീരഥി നദിയുമായി ദേവപ്രയാഗിൽ സംഗമിക്കുന്നു. അപ്പോൾ ബദ്രീനാഥിന് മുകളിൽ സതോപാന്ത് ഹിമാലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന അളകാനന്ദ ഭഗീരഥി നദിയുമായിട്ട് ദേവപ്രയാഗിൽ സംഗമിക്കുന്നു. അതാണ് ഭഗീരഥിയിലെ അളകാനന്ദ. ഓക്കെ, ബദ്രീനാഥ് മുകളിൽ സതോപാന്ത് ഹിമാലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന അളകാനന്ദ ഭഗീരഥി നദിയുമായിട്ട് ദേവപ്രയാഗിൽ സംഗമിക്കുന്നുണ്ട്. ഇതിനുശേഷമാണ് ഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ എന്താ പറയുന്നത്? അളകാനന്ദ അല്ലേ. ബദ്രീനാഥിന് മുകളിൽ സതോപാന്ത് ഹിമാലയിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് അളകാനന്ദ. ഈ അളകാനന്ദ ഭഗീരഥി നദിയുമായിട്ട് ചേർന്നിട്ട് ദേവപ്രയാഗിൽ സംഗമിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഗംഗ എന്ന് പറയുന്ന പേരിലേക്ക് അറിയപ്പെടുന്നത്. ധൂളി ഗംഗ, വിഷ്ണു ഗംഗ എന്നീ അരുവികൾ ജോഷിമഠിയിലെ വിഷ്ണു പ്രയാഗിൽ കൂടിച്ചേർന്നാണ് അളകാനന്ദയായി മാറുന്നത്. എന്താണ്? ധൂളി ഗംഗ, വിഷ്ണു ഗംഗ എന്നീ അരുവികൾ ജോഷിമഠിലെ വിഷ്ണു പ്രയാഗിൽ കൂടിച്ചേർന്നാണ് അളകാനന്ദയായിട്ട് മാറുന്നത്. അളകാനന്ദയുടെ മറ്റ് പോഷക നദികളായ പിണ്ടാർ കർണപ്രയാഗിലും മന്ദാകിനി അല്ലെങ്കിൽ കാളി ഗംഗ രുദ്രപ്രയാഗിലും അളകാനന്ദയുമായി ചേരുന്നു. അപ്പോൾ അളകാനന്ദയുമായിട്ട് ചേരുന്നതാണ് പറയുന്നത്. അളകാനന്ദയുടെ മറ്റ് പോഷക നദികളായിട്ടുള്ള പിണ്ടാർ കർണപ്രയാഗിലും അതുപോലെ തന്നെ മന്ദാകിനി അല്ലെങ്കിൽ കാളി ഗംഗ രുദ്രപ്രയാഗിലും അളകാനന്ദയുമായി ചേരുന്നു. അപ്പോൾ അളകാനന്ദയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് പിണ്ടാർ എന്ന് പറയുന്നു, മന്ദാകിനി എന്ന് പറയുന്നു. പിണ്ടാർ ആണെങ്കിൽ കർണപ്രയാഗിലും മന്ദാകിനി ആണെങ്കിൽ കാളി ഗംഗ അല്ലെ മന്ദാകിനി അല്ലെങ്കിൽ കാളി ഗംഗ രുദ്രപ്രയാഗിലും അളകാനന്ദയുമായിട്ട് ചേരുന്നുണ്ട്. അപ്പം ഗംഗാ നദി വ്യൂഹത്തിനെ കുറിച്ച് എന്താ പറഞ്ഞത്?
ഉത്തരാഖണ്ഡിലെ ഉത്തരാകാശി ജില്ലയിലെ ഗംഗോത്രി ഹിമാലയ്ക്ക് സമീപമുള്ള ഗോമുഖിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. ഗംഗ ഇവിടെ ഭഗീരഥി എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ബദ്രീനാഥിന് മുകളിൽ സത്തോപാത ഹിമാലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന അളകാനന്ദ ഭഗീരഥി നദിയുമായി ദേവപ്രയാഗിൽ സംഗമിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഈ ഭഗീരഥി നദി എന്നുള്ളത് ഗംഗയായിട്ട് പേരിൽ അറിയപ്പെടുന്നത്. ധൂളി ഗംഗ, വിഷ്ണു ഗംഗ എന്ന് പറയുന്ന രണ്ട് അരുവികൾ ജോഷിമഠിലെ വിഷ്ണുപ്രയാഗിൽ കൂടിച്ചേർന്നിട്ടാണ് അളകനന്ദയായിട്ട് മാറുന്നത്. പിന്നെ അളകാനന്ദയുടെ മറ്റ് പോഷക നദികളാണ് ഈ പിണ്ടാർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മന്ദാകിനി അല്ലാന്നുണ്ടെങ്കിൽ കാളിഗംഗ എന്ന് പറയുന്നു. ഈ പിണ്ടാർ കർണപ്രയാഗിലാണ് പതിക്കുന്നത്. മന്ദാകിനി ആണെന്നുണ്ടെങ്കിൽ രുദ്രപ്രയാഗിലാണ് പതിക്കുന്നത്. അങ്ങനെയാണ് അളകാനന്ദിയുമായിട്ട് ചേരുന്നത്. ഓക്കെ, പതിക്കല്ല, അളകാനന്ദയുടെ മറ്റ് പോഷക നദികളായിട്ടുള്ള പിണ്ടാർ കർണപ്രയാഗിലും മന്ദാകിനി അല്ലെങ്കിൽ കാളിഗംഗ രുദ്രപ്രയാഗിലും അളകാനന്ദിയുമായിട്ട് ചേരുന്നു. ഓക്കെ, ഇനി ദേശീയ നദിയായ ഗംഗയിലെ മലിനീകരണം ഫലപ്രദമായി കുറയ്ക്കുക, നദിയുടെ പുനരുജ്ജീവനം എന്ന ഇരട്ട ഉദ്ദേശ ലക്ഷ്യങ്ങളോടെ പതാക വാഹക പദ്ധതിയായി 2014 ജൂണിൽ ഭാരത സർക്കാർ അംഗീകരിച്ച ഒരു സംയോജിത സംരക്ഷണ ദൗത്യമാണ് നമാമി ഗംഗാ പദ്ധതി. നമാമി ഗംഗാ പദ്ധതി 2014 ദൗത്യമാണ്. അതിലെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? മലിനജല ശുദ്ധീകരണ സംവിധാനങ്ങൾ, നദീമുഖ വികസനം, നദീ ഉപരിതല ശുചീകരണം, ജൈവ വൈവിധ്യം, വനവൽക്കരണം, പൊതുജന ബോധവൽക്കരണം, വ്യവസായങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങളുടെ നിരീക്ഷണം, ഗംഗാഗ്രാമം. അപ്പോൾ നമാമി ഗംഗയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് മലിനജല ശുദ്ധീകരണ സംവിധാനങ്ങൾ, നദീമുഖ വികസനം, നദീ ഉപരിതല ശുചീകരണം, ജൈവ വൈവിധ്യം, വനവൽക്കരണം, പൊതുജന ബോധവൽക്കരണം, വ്യവസായങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങളുടെ നിരീക്ഷണം, ഗംഗാഗ്രാമം. ഹരിദ്വാറിൽ വെച്ച് സമതലത്തിൽ പ്രവേശിക്കുന്ന ഗംഗ തുടക്കത്തിൽ തെക്ക് ദിശയിലും പിന്നീട് തെക്ക് കിഴക്ക് ദിശയിലും ഒഴുകി ഹൂഗ്ലി, പത്മ എന്നീ കൈവഴികളായി പിരിയുന്നതിന് മുമ്പ് കിഴക്കു ദിശയിൽ ഒഴുകുന്നു. എന്താ പറയുന്നത്? ഹരിദ്വാറിൽ വെച്ച് സമതലത്തിൽ പ്രവേശിക്കുന്ന ഗംഗ. അപ്പോൾ എന്താണ്? സമതലത്തിൽ പ്രവേശിക്കുന്ന ഹരിദ്വാറിൽ വെച്ചിട്ടാണ് ഗംഗ അല്ലേ? അപ്പോൾ ഹരിദ്വാറിൽ വെച്ച് സമതലത്തിൽ പ്രവേശിക്കുന്ന ഗംഗ തുടക്കത്തിൽ തെക്ക് ദിശയിലും പിന്നീട് തെക്ക് കിഴക്ക് ദിശയിലും ഒഴുകി. തെക്ക് ദിശയിലേക്ക് ഒഴുകുന്നുണ്ട്, പിന്നെ തെക്ക് കിഴക്ക് ദിശയിലേക്ക് ഒഴുകിയിട്ട് ഹൂഗ്ലി, പത്മ എന്നീ കൈവഴികളായിട്ട് പിരിയുന്നതിന് മുമ്പ് കിഴക്ക് ദിശയിലേക്ക് തന്നെ ഒഴുകുന്നുണ്ട്. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലൂടെ 2525 കിലോമീറ്റർ ദൂരം ഒഴുകുന്ന ഗംഗയുടെ നദീതടത്തിന് ഇന്ത്യയിൽ മാത്രം 8.6 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട്. അപ്പോൾ എന്താ പഠിക്കേണ്ടത്? ഗംഗാ നദി ഒഴുകുന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങളാണെന്ന് ചോദിക്കാം. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ. ഏതൊക്കെയാണ് പഠിക്കേണ്ടത്? ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാളാണ്. നീളം ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? 2525 കിലോമീറ്റർ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീവ്യൂഹമായ ഗംഗാ നദീവ്യൂഹത്തിൽ വടക്ക് ഹിമാലയ പർവ്വതത്തിൽ നിന്നും തെക്ക് ഇന്ത്യൻ ഉപദ്വീപിൽ നിന്നും ഉത്ഭവിക്കുന്ന പറ്റാത്തതും വറ്റിപ്പോകുന്നതുമായ ധാരാളം നദികൾ ഉൾപ്പെടുന്നു. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീവ്യൂഹം ചോദിക്കുകയാണെങ്കിൽ ഗംഗാ നദീവ്യൂഹമാണ്. ഇവിടേക്ക് വറ്റിപ്പോകുന്ന നദികളും വറ്റിപ്പോകാത്ത നദികളൊക്കെ കൂടിച്ചേരുന്നുണ്ട്. ഗംഗയുടെ പ്രധാനപ്പെട്ട വലതു തീര പോഷക നദിയാണ് സോൺ. അപ്പോൾ സോൺ എന്ന് പറയുന്നത് ഗംഗാ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദിയാണ്. പ്രധാന ഇടതു തീര പോഷക നദികളാണ് രാംഗംഗ, ഗോമതി, ഗാംഗ്, ഗണ്ഡക്, കോസി, മഹാനന്ദ എന്നിവ. അപ്പോൾ എന്താ പറയുന്നത്? ഗംഗാ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളിൽ വലതു ഭാഗത്ത് വരുന്നത് ആകെ കൂടി ഒന്ന് മാത്രമേ ഉള്ളൂ, സോൺ മാത്രമേ ഉള്ളൂ. എന്നാൽ ഇടത് തീരത്തെ പോഷക നദികൾ ചോദിക്കുകയാണെങ്കിൽ രാംഗംഗ, ഗോമതി, ഗാഗ്ര, ഗണ്ഡക്, കോസി, മഹാനന്ദ എന്നിവയാണ്. സാഗർ ദ്വീപിനടുത്ത് വെച്ച് ഗംഗാ നദി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. അപ്പോൾ ഗംഗാ നദി പതിക്കുന്ന എവിടേക്കാണ്? ബംഗാൾ ഉൾക്കടലിലേക്കാണ് പതിക്കുന്നത്. അപ്പോൾ എന്ന് നമ്മൾ പറഞ്ഞത് ഹരിദ്വാറിൽ വെച്ചിട്ടാണ് സമതല പ്രയാണം ആരംഭിക്കുന്നതെന്ന് പറഞ്ഞു ഗംഗയുടെ അല്ലേ. ഇനി ഗംഗയിലെ മറ്റൊരു തെക്ക് കിഴക്ക് ദിശയിലേക്ക് പോകുന്നുണ്ട് ഗംഗ. പിന്നീട് ഇത് ഒഴുകി ഹൂഗ്ലി, പത്മ എന്നീ കഴിവുകളായിട്ട് പിരിയുന്നതിന് മുമ്പ് വീണ്ടും കിഴക്ക് ദിശയിലേക്ക് പോകുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, നമുക്കതൊന്നും വേണ്ട. നമുക്ക് പഠിക്കേണ്ടത് എന്താണ്? ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ഗംഗാ നദി ഒഴുകുന്നത്. അതുപോലെ തന്നെ 2525 കിലോമീറ്റർ ആണ് വരുന്നത്. ഇനി ഗംഗാ നദി വ്യൂഹത്തിൽ വടക്ക് ഹിമാലയ പർവ്വതത്തിൽ നിന്നും തെക്ക് ഇന്ത്യൻ ഉപദ്വീപിൽ നിന്നൊക്കെ വറ്റാത്തതും പോകുന്നതുമായിട്ടുള്ള കുറേ നദികൾ ഇവിടെ കൂടിച്ചേരുന്നുണ്ടെന്ന് പറയുന്നു. പ്രധാനപ്പെട്ട പോഷക നദികളാണ് സോൺ, രാംഗംഗ, ഗോമതി, ഗാഗ്ര, ഗണ്ഡക്, കോസി, മഹാനന്ദ എന്നിവ. ഇതിൽ പ്രധാനപ്പെട്ട വലത് തീര പോഷക നദിയാണ് ഈ സോൺ എന്ന് പറയുന്നത്. ഇനി ഇടത് തീര പോഷക നദികളാണ് രാംഗംഗ, ഗോമതി, ഗാഗ്ര, ഗണ്ഡക്, കോസി, മഹാനന്ദ എന്നിവ. ഇനി ഈ ഗംഗ എവിടേക്കാണ് പതിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടേക്കാണ്? ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. ഗംഗാ നദിയുടെ ഏറ്റവും വലുതും ഏറ്റവും പടിഞ്ഞാറ് ദിശയിലൂടെ ഒഴുകുന്നതുമായ പോഷക നദിയാണ് യമുന. അപ്പോൾ ഗംഗാ നദിയുടെ ഏറ്റവും വലിയ പോഷക നദി ചോദിക്കുകയാണെങ്കിൽ ഇതാണ് യമുനയാണ്.
ഉത്തരാഖണ്ഡിലെ ബന്ദേർ പുഞ്ച് മലനിരകളുടെ പടിഞ്ഞാറൻ ചെരുവിലുള്ള യമുനോത്രി ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന യമുന പ്രയാഗിൽ വെച്ച് ഗംഗാ നദിയുമായി സംഗമിക്കുന്നു. അപ്പോൾ യമുന നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? യമുനോത്രി ഹിമാനിയിൽ നിന്നാണ്. യമുന നദി യമുനോത്രി ഹിമാനിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇത് പ്രയാഗിൽ വെച്ചിട്ടാണ് ഗംഗാ നദിയുമായിട്ട് സംഗമിക്കുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ആരംഭിക്കും ചമ്പൽ, സിന്ധ്, ബേത്വ എന്നീ നദികൾ വലത് തീരത്തു നിന്നും യമുനയിൽ ചേരുമ്പോൾ ഹിന്ദൻ, റിന്ദ്, സെങ്കർ, വരുണ എന്നിവ ഇടത് തീരത്തു നിന്നും വന്നു ചേരുന്ന യമുനയുടെ പോഷക നദികളാണ്. അപ്പോൾ പ്രധാനപ്പെട്ട യമുനയുടെ പോഷക നദികൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഗംഗയുടെ പോഷക നദിയാണ്, ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന എന്ന് പറഞ്ഞു. ഇനി യമുനയുടെ പോഷക നദികൾ നോക്കുകയാണെങ്കിൽ ചമ്പൽ, സിന്ധ്, ബെത്വ, അതുപോലെ തന്നെ ഹിന്ദൻ, റിന്ദ്, സെങ്കർ, വരുണ എന്നിവയാണ് പ്രധാനപ്പെട്ട യമുനയുടെ പോഷക നദികൾ. ഓക്കെ, ഇനി കിഴക്ക് പടിഞ്ഞാറൻ ഗംഗാതടത്തിലും ആഗ്ര കനാലിലൂടെയുള്ള ജലസേചനത്തിനായിട്ടും യമുനയിലെ ജലം വൻതോതിൽ ഉപയോഗിക്കുന്നുണ്ട്. കിഴക്ക് പടിഞ്ഞാറൻ ഗംഗാതടത്തിലും ആഗ്ര കനാലിലൂടെയുള്ള ജലസേചനത്തിനായിട്ടും യമുനയിലെ ജലം വൻതോതിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എന്താ ഇവിടെ പഠിച്ചത്? ഗംഗാ നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. യമുന ഉത്ഭവിക്കുന്ന എവിടെ നിന്നാണ്? യമുനോത്രിയാണ്. യമുനോത്രിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. യമുനോത്രി ഹിമാനിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. യമുന പ്രയാഗിൽ വെച്ചിട്ടാണ് ഇത് കൂടിച്ചേരുന്നത്. യമുനയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്? ചമ്പൽ, സിന്ധ്, ബെത്വ എന്നിവയും ഹിന്ദൻ, റിന്ദ്, സെങ്കർ, വരുണ എന്നിവയുമാണ്. ഏതൊക്കെയാണ്? ചമ്പൽ, സിന്ധ്, ബെത്വ എന്നീ നദികളും ഹിന്ദൻ, റിന്ദ്, സെങ്കർ, വരുണ എന്നിവയുമാണ്. ഓക്കെ, യമുന ക്ലിയർ ആയല്ലോ. ഇനി ചമ്പൽ നദി മധ്യപ്രദേശിലെ മാൾവ പീഠഭൂമിയിൽ നിന്ന് മൗവിനടുത്തായിട്ട് ഉത്ഭവിക്കുന്നു. ചമ്പൽ നദിയാണെന്നുണ്ടെങ്കിൽ ചമ്പൽ നദി ഏതിൻ്റെ പോഷക നദിയാണെന്ന് നമ്മൾ പറഞ്ഞത്? ചമ്പൽ നദി ഏതിൻ്റെ പോഷക നദിയാണ്? യമുനയുടെ പോഷക നദിയാണ് ചമ്പൽ എന്ന് പറയുന്നത് അല്ലേ? ചമ്പൽ എന്ന് പറയുന്നത്. ഇനി ചമ്പൽ നദി ഉത്ഭവിക്കുന്ന എവിടെ നിന്നാണ്? മാൾവ പീഠഭൂമിയിൽ മൗവിനടുത്ത് നിന്നായിട്ടാണ് ഉത്ഭവിക്കുന്നത്. മാൾവ പീഠഭൂമിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. വടക്കോട്ട് ഒഴുകുന്ന ചമ്പൽ രാജസ്ഥാനിലെ കോട്ടയ്ക്ക് മുമ്പായി ഗിരികന്ധര താഴ്വരയിലൂടെ ഒഴുകുന്നു. ഗാന്ധി സാഗർ ഡാം നിർമ്മിച്ചിട്ടുള്ളത് എവിടെയാണ്? കോട്ടയിൽ നിന്നും താഴോട്ടൊഴുകി ബുന്ദി, സവായ് മധേപൂർ, ധോൽപൂർ എന്നീ പ്രദേശങ്ങൾ താണ്ടി യമുനയിൽ ചേരുന്നു. ചമ്പൽ നദി ചമ്പൽ റവേൻ എന്നറിയപ്പെടുന്ന നിഷ്ഫല ഭൂപ്രകൃതിയിലൂടെ ഒഴുകുന്നു. എന്താ പറയുന്നത്? ചമ്പൽ നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? മാൾവ പീഠഭൂമിയിൽ മൗവിനടുത്ത് നിന്നായിട്ടാണ് ഉത്ഭവിക്കുന്നത്. ഇത് വടക്കോട്ട് ഒഴുകുമ്പോൾ ചമ്പൽ രാജസ്ഥാനിലെ കോട്ടയ്ക്ക് മുമ്പായിട്ട് ഗിരികന്ധര താഴ്വരയിലൂടെ ഒഴുകുന്നുണ്ട്. ഇനി ഗാന്ധി സാഗർ ഡാം എവിടെയാണുള്ളത്? ഇവിടെയാണുള്ളത് ഗാന്ധി സാഗർ ഡാം ഉള്ളത്. അതുപോലെ തന്നെ കോട്ടയിൽ നിന്ന് താഴോട്ട് ഒഴുകുന്നുണ്ട്. എന്നിട്ട് പിന്നെ എന്താണ് സവായ് മധോപൂർ, ധോൽപൂർ എന്നീ പ്രദേശങ്ങൾ കൂടിയാണ് യമുനയിൽ ചേരുന്നത് അല്ലേ? എന്താണ് പറയുന്നത്? കോട്ടയിൽ നിന്നും താഴോട്ടൊഴുകി ബുദ്ധി, സവായ് മധോപൂർ, ധോൽപൂർ എന്നീ പ്രദേശങ്ങൾ താണ്ടിയിട്ട് ഇതെവിടേക്ക് ചേരാണ്? യമുനയിലേക്ക് ചേരാണ്. ഓക്കെ, അപ്പോൾ ഈ ചമ്പൽ നദി യമുനയിലേക്ക് ചേരുന്നത് ഏതിലൂടെയൊക്കെ പോയിട്ടാണെന്ന് പറയുന്നത്? എവിടെയൊക്കെയാണ്? ബുദ്ധി, അതുപോലെ തന്നെ ബുന്ദി, അതുപോലെ തന്നെ സവായ് മധോപൂർ, ധോൽപൂർ എന്നീ പ്രദേശങ്ങളിലൂടെയൊക്കെ ഒഴുകിയിട്ടാണ് ചമ്പൽ നദി ചേരുന്നത് അല്ലേ? ഈ ചമ്പൽ നദി ചമ്പൽ റവേൻ എന്നറിയപ്പെടുന്ന നിഷ്ഫല ഭൂപ്രകൃതിയിലൂടെയും ഒഴുകുന്നുണ്ട്. ചമ്പൽ നദി ചമ്പൽ റവേൻ എന്നറിയപ്പെടുന്ന നിഷ്ഫല ഭൂപ്രകൃതിയിലൂടെയും ഒഴുകുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഗണ്ഡക് നദിയെ കുറിച്ചിട്ടാണ്. കാലി ഗണ്ഡക്, തൃശൂൽ ഗംഗ എന്നീ രണ്ട് അരുവികൾ ചേർന്നാണ് ഗണ്ഡക് നദി. ഓക്കെ, കാലി ഗണ്ഡക്, തൃശൂൽ ഗംഗ എന്നീ രണ്ട് അരുവികൾ ചേർന്നതാണ് ഗണ്ഡക് നദി. കാലി ഗണ്ഡക്, തൃശൂൽ ഗംഗ എന്നീ രണ്ട് അരുവികൾ ചേർന്നതാണ് ഗണ്ഡക് നദി. നേപ്പാൾ ഹിമാലയത്തിലെ ദൗളഗിരിക്കും എവറസ്റ്റ് കൊടുമുടിക്കും ഇടയ്ക്കായിട്ടാണ് ഉത്ഭവസ്ഥാനം. അപ്പോൾ ഏതിനെയാണ് പറയുന്നത്? ഗണ്ഡക് നദിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. കാലി ഗണ്ഡക്, തൃശൂൽ ഗംഗ എന്നീ രണ്ട് അരുവികൾ ചേർന്നാണ് ഈ ഗണ്ഡക് നദി. ഈ ഗണ്ഡക് നദിയുടെ സ്ഥാനം നോക്കുകയാണെങ്കിൽ നേപ്പാൾ ഹിമാലയത്തിലെ ദൗളഗിരിക്കും എവറസ്റ്റ് കൊടുമുടിക്കും ഇടയിലായിട്ടാണ്. നേപ്പാളിൻ്റെ മധ്യഭാഗത്തു കൂടി ഒഴുകി ബീഹാറിലെ ചമ്പാരനിൽ ഇന്ത്യയിൽ കടക്കുന്ന ഗണ്ഡക് പട്നയ്ക്കടുത്ത് സോൻപൂരിൽ വെച്ച് ഗംഗാ നദിയുമായി ചേരുന്നു. അപ്പോൾ ഈ ഗണ്ഡക് നദി കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എവിടേക്കാണ്? നമ്മൾ പ്രധാനമായിട്ടും ബീഹാറിലൂടെയാണ് ഒഴുകുന്നത്. ഓക്കെ, അപ്പോൾ നേപ്പാളിൻ്റെ മധ്യഭാഗത്തു കൂടി ഒഴുകിയിട്ട് ബീഹാറിലെ ചമ്പാരനിലേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് ഗണ്ഡക് പട്നയ്ക്കടുത്ത് വെച്ചിട്ടുള്ള സോൻപൂരിൽ വെച്ചിട്ടാണ് ഗംഗാ നദിയുമായിട്ട് ചേരുന്നത്. ഇനി നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗാഗ്ര നദി ആരംഭിക്കുന്നത് മാച്പ ചുങ്കോ ഹിമാനിയിൽ നിന്നുമാണ്. എവിടെ നിന്നാണ്? മാപ്ച ചുങ്കോ ഹിമാനിയിൽ നിന്നുമാണ് ഗാഗ്ര നദി ആരംഭിക്കുന്നത്.
ടിലാസേരി, ബേരി എന്നീ പോഷക നദികളുമായി ചേർന്ന ഈ നദി ശീശപാനിയിൽ ആഴമേറിയ ഒരു ഗിരികന്ധരം സൃഷ്ടിച്ച് പർവ്വതത്തിന് പുറത്തെത്തുന്നു. ചപ്രയിൽ വെച്ച് ഗംഗയിൽ ചേരുന്നതിന് മുമ്പായി ശാരദാ നദി ഗാഗ്രയിൽ ചേരുന്നു. എന്താണ്? ചപ്രയിൽ വെച്ച് ഗംഗയിൽ ചേരുന്നതിന് മുമ്പ് ശാരദാ നദി ഗാഗ്രയിൽ ചേരുന്നുണ്ട്. ഓക്കെ, അപ്പം എന്താണ്? മാപ്ച ചുങ്ക ഹിമാനിൽ നിന്നുമാണ് ഈ ഗാഗ്ര നദി ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഈ ഗംഗയിലേക്ക് ചേരുന്നതിന് മുമ്പായിട്ട് ശാരദാ നദിയും കൂടെ അവിടെ അങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് കോസി നദിയെക്കുറിച്ചിട്ടാണ്. ടിബറ്റിൽ എവറസ്റ്റ് കൊടുമുടിക്ക് വടക്ക് ഭാഗത്ത് നിന്നുമാണ് ഒരു പൂർവ്വകാലീന നദിയായ കോസിയുടെ പ്രധാന അരുവി അരുൺ ഉത്ഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ കോസിയുടെ പ്രധാനപ്പെട്ട അരുവി അരുൺ ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ എവറസ്റ്റ് കൊടുമുടിക്ക് വടക്ക് ഭാഗത്ത് നിന്നാണ്. നേപ്പാളിൽ മധ്യ ഹിമാലയം കടന്നതിന് ശേഷം കിഴക്ക് നിന്നും തമൂർ കോസിയും പടിഞ്ഞാറ് നിന്നും സോൺ കോസിയും പ്രധാന അരുവിയായ അരുണുമായി ചേർന്ന് സപ്തകോസിയായിട്ട് മാറുന്നു. അപ്പോൾ എന്താണ്? അരുണുമായിട്ട് ചേർന്നിട്ടാണ് അത് സപ്തകോസിയായിട്ട് മാറുന്നത്. കോസിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടുള്ള അരുവി ഏതാണ്? അരുൺ അല്ലേ? അരുൺ. ഓക്കെ, അരുൺ ഉത്ഭവിക്കുന്നത് ഇവിടെ നിന്നാണ്. കോസിയുടെ പ്രധാനപ്പെട്ട അരുവിയാണ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നേപ്പാൾ മധ്യ ഹിമാലയം കടന്നതിന് ശേഷം കിഴക്ക് നിന്ന് തമൂർ കോസി, അതുപോലെ തന്നെ പടിഞ്ഞാറ് നിന്ന് ഏതാണ്? സോൺ കോസിയും കൂടി ചേർന്നിട്ട് എന്താണ്? പ്രധാനപ്പെട്ട അരുവിയായി അരുണുമായി ചേർന്നിട്ടാണ് സപ്തകോസിയായിട്ട് മാറുന്നത്. സപ്തകോസിയായിട്ട് മാറുന്നത് എങ്ങനെയാണ്? തമൂർ കോസിയും സോൺ കോസിയും അതുപോലെ തന്നെ അരുണുമായിട്ട് ചേർന്നിട്ടാണ് സപ്തകോസിയായിട്ട് മാറുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ്? രാംഗംഗയാണ്. രാംഗംഗ ഗഡ്വാൾ കുന്നുകളിൽ ഗർസൈനടുത്ത് നിന്നും ഉത്ഭവിക്കുന്ന ചെറുനദിയാണ് രാംഗംഗ. ഗഡ്വാൾ കുന്നുകളിൽ നിന്നും ഗർസൈനടുത്ത് നിന്ന് ഉത്ഭവിക്കുന്ന ചെറുനദിയാണ് രാംഗംഗ. ശിവാലിക് മലനിരകൾ മുറിച്ചു കടന്നതിന് ശേഷം തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് ഒഴുകുന്നു. ശിവാലിക് മലനിരകൾ മുറിച്ചു കടന്നതിന് ശേഷം എങ്ങോട്ടാണ്? തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് ഒഴുകുന്നു. ഉത്തർപ്രദേശിലെ നജീബാബാദിനടുത്ത് സമതലത്തിൽ പ്രവേശിക്കുന്ന രാംഗംഗ കനൗജിൽ വെച്ച് ഗംഗയുമായി കൂടിച്ചേരുന്നു. അവിടെ വെച്ചിട്ടാണ് കനൗജിൽ വെച്ചിട്ടാണ് ഗംഗയുമായിട്ട് കൂടിച്ചേരുന്നത്. അപ്പോൾ ഗഡ്വാൾ കുന്നുകളിൽ ഗർസൈനടുത്ത് നിന്നും ഉത്ഭവിക്കുന്ന ചെറുനദിയാണ് രാംഗംഗ. ഇത് ശിവാലിക് മലനിരകൾ മുറിച്ചു കടന്നതിന് ശേഷം തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്കാണ് ഒഴുകുന്നത്. അതുപോലെ തന്നെ എന്താണ്? കനൗജിൽ വെച്ച് ഗംഗയുമായിട്ട് കൂടിച്ചേരുന്നുണ്ട്. ഇനി ദാമോദർ നദി. ദാമോദർ നദി ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ കിഴക്കൻ അതിർത്തിയിൽ ബ്രഹ്മ താഴ്വരയിലൂടെ ഒഴുകി ഹൂഗ്ലി നദിയിൽ ചേരുന്നു. ദാമോദർ നദി ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ കിഴക്ക് അതിർത്തിയിൽ കൂടെ പോയിട്ട് ബ്രഹ്മ താഴ്വരയിലൂടെ ഒഴുകിയിട്ട് ഹൂഗ്ലി നദിയിൽ ചേരുന്നുണ്ട്. ബരാക്ക് നദി പ്രധാനപ്പെട്ട പോഷക നദിയാണ്. ദാമോദർ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദി ഏതാണ്? ബരാക്ക് നദിയാണ്. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന ഏതാണ്? ദാമോദർ നദി ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ദാമോദർ വാലി കോർപ്പറേഷൻ വിവിധോദ്ദേശ പദ്ധതിയിലൂടെ, നമുക്കറിയാം ദാമോദർ വിവിധോദ്ദേശ പദ്ധതിയൊക്കെ ഈ ഒരു നദിയിലാണ് അല്ലേ. നെക്സ്റ്റ് നേപ്പാൾ ഹിമാലയത്തിലെ മിലം ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ശാരദ അഥവാ സരയൂ നദി അവിടെ ഗോരി ഗംഗ എന്നുമാണ് അറിയപ്പെടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ശാരദ നദിയും കൂടെ ചേർന്നിട്ടാണ് ഈ നദി ഏത് നദിയായിട്ട് ഒഴുകിയിട്ടുണ്ടായിരുന്നത് നോക്കിയൊക്കെ. ശാരദ നദിയുമായിട്ട് ചേർന്നിട്ട് ഒഴുകിയിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഏതാണ്? ഗാഗ്ര അല്ലേ. ഗാഗ്ര നദി ആരംഭിക്കുന്നതെന്ന് പറഞ്ഞു. അതിനുശേഷം ഗാഗ്രയുമായിട്ട് ശാരദ നദി ചേരുന്നു പറഞ്ഞു. ഈ ശാരദ നദി അറിയപ്പെടുന്നത് സരയൂ നദിയും കൂടി എന്നാണ്. ഓക്കെ, നേപ്പാൾ ഹിമാലയത്തിലെ മിലം ഹിമാനിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ കാളി അല്ലെങ്കിൽ ചൗക്ക് എന്നറിയപ്പെടുന്ന ശാരദ നദി എവിടെ വെച്ച്? ഗാഗ്ര നദിയിൽ ചേരുന്നു. ഓക്കെ, ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ അറിയപ്പെടുന്നത് കാളി അല്ലാന്നുണ്ടെങ്കിൽ ചൗക്ക് എന്നൊക്കെയാണ്. ഈ ശാരദ നദി അറിയപ്പെടുന്നത് അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? സരയൂ നദി എന്നറിയപ്പെടുന്നത്. ഇനി ഗംഗയുടെ മറ്റൊരു പോഷക നദിയായ മഹാനന്ദ ഡാർജിലിംഗ് കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഗംഗയുടെ മറ്റൊരു പോഷക നദിയാണ് മഹാനന്ദ ഉത്ഭവിക്കുന്ന എവിടെ നിന്നാണ്? ഡാർജിലിംഗ് കുന്നുകളിൽ നിന്നാണ്. ഇടതുകരയിലൂടെ പശ്ചിമ ബംഗാളിൽ വെച്ച് ഗംഗയിൽ ചേരുന്ന ഒടുവിലത്തെ പോഷക നദിയാണ് മഹാനന്ദ. ഓക്കെ, അപ്പോൾ ഇടതുകരയിലൂടെ പശ്ചിമ ബംഗാളിൽ വെച്ചിട്ട് ഗംഗയിൽ ചേരുന്ന ഏറ്റവും ഒടുവിലത്തെ പോഷക നദി ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? മഹാനന്ദയാണ്. ഗംഗയുടെ പോഷക നദി, അപ്പോൾ ഗംഗയുടെ പോഷക നദികൾ നമ്മൾ പഠിച്ചു അല്ലേ. ഇനി പ്രധാനപ്പെട്ട വേറൊരു പോഷക ഏറ്റവും വലിയ പോഷക നദി ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? സോൺ ആണ്. ഗംഗയുടെ തെക്ക് നിന്ന് ചേരുന്നവയിൽ ഏറ്റവും വലുത് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? സോൺ ആണ്. ഈ സോൺ അമർകണ്ടക് പീഠഭൂമിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പീഠഭൂമിയുടെ പാർശ്വഭാഗത്ത് തുടർച്ചയായി വെള്ളച്ചാട്ടങ്ങൾ നിർമ്മിച്ചു കൊണ്ടൊഴുകുന്ന സോൺ പട്നയ്ക്ക് പടിഞ്ഞാറ് ആരയിൽ വെച്ചിട്ടാണ് കേട്ടോ. പടിഞ്ഞാറ് ആരയിൽ വെച്ചിട്ടാണ് ഗംഗയിൽ ചേരുന്നത്. അപ്പോൾ അമർകണ്ടക് പീഠഭൂമിയിൽ നിന്നാണ് സോൺ നദി ഉത്ഭവിക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഗംഗാ നദീവ്യൂഹത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. പ്രധാനമായിട്ടും പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം. ഗംഗ എന്ന് പറയുന്നത് ഗംഗയാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട നദിയാണ് ഗംഗ എന്ന് പറയുന്നത്. ഗംഗ ഉത്ഭവിക്കുന്ന എവിടെ നിന്നാണ്? ഉത്തരാഖണ്ഡിലെ ഉത്തരാകാശി ജില്ലയിലെ ഗംഗോത്രി ഹിമാനിക്ക് സമീപമുള്ള ഗോമുഖിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഗംഗാ നദി ഇവിടെ ഭഗീരഥി എന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? അളകാനന്ദ ഭഗീരഥി നദിയുമായിട്ട് ദേവപ്രയാഗിൽ സംഗമിക്കുന്നുണ്ട്. പിന്നെ ഗംഗ അതിനുശേഷമാണ് ഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, പിന്നീട്
ധൂളിഗംഗ, വിഷ്ണുഗംഗ എന്നീ അരുവികൾ ജോഷിമഠിലെ വിഷ്ണുപ്രയാഗിൽ കൂടിച്ചേർന്നിട്ടാണ് അളകാനന്ദിയായിട്ട് മാറുന്നത്. പിന്നീട് അളകാനന്ദിയുടെ മറ്റ് പോഷക നദികളാണ് പിണ്ടാറ് കർണപ്രയാഗിലും, മന്ദാകിനി അല്ലെങ്കിൽ കാളിഗംഗ രുദ്രപ്രയാഗിലും അളകാനന്ദിയുമായിട്ട് ചേരുന്നുണ്ട്. ഇനി ഗംഗയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഗംഗയുടെ ശുചീകരണ പദ്ധതിയാണ് നമാമി ഗംഗ. പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് മലിനജല ശുദ്ധീകരണ സംവിധാനങ്ങൾ, നദീമുഖ വികസനം, നദീ ഉപരിതല ശുചീകരണം, ജൈവവൈവിധ്യം, വനവൽക്കരണം, പൊതുജന ബോധവൽക്കരണം, വ്യവസായങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങളുടെ നിരീക്ഷണം, ഗംഗാ ഗ്രാമം എന്നിവ. ഇനി ഓരോന്നിനെ കുറിച്ച് പറയുകയാണ്. ഗംഗയുടെ പോഷക നദികളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അതിന് മുമ്പ് ഗംഗ ഒഴുകുന്ന പ്രധാനപ്പെട്ട ഏതൊക്കെയാണ്, പ്രധാനമായിട്ടും ഒഴുകുന്ന സംസ്ഥാനങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ എന്നിവയാണ്. നീളം ചോദിക്കുകയാണെങ്കിൽ 2525 കിലോമീറ്ററാണ്. ഹരിദ്വാറിൽ വെച്ച് സമതലത്തിൽ പ്രവേശിക്കുന്ന ഗംഗ തുടക്കത്തിൽ തെക്ക് ദിശയിലും പിന്നീട് തെക്ക് കിഴക്ക് ദിശയിലും ഒഴുകി ഹൂഗ്ലി, പത്മ എന്നീ കൈവഴികളായി പിരിയുന്നതിന് മുമ്പ് തെക്ക് കിഴക്ക് ദിശയിലേക്ക് എത്തിച്ചേരുന്നു എന്നൊക്കെ പറയുന്നു. ഓക്കെ, ഇനി ഏറ്റവും വലിയ നദീവ്യൂഹമായിട്ടുള്ള ഈ ഗംഗാ നദീവ്യൂഹത്തിൽ വടക്ക് ഹിമാലയ പർവ്വതത്തിൽ നിന്നും തെക്ക് ഇന്ത്യൻ ഉപദ്വീപിൽ നിന്നൊക്കെ വറ്റുന്നതുമായിട്ടുള്ള ധാരാളം നദികൾ ഉൾപ്പെടുന്നുണ്ട്. ഇനി ഗംഗാ നദിയുടെ പ്രധാനപ്പെട്ട ഇടത് തീര പോഷക നദി ഏതാന്ന് പറഞ്ഞു? സോൺ എന്ന് പറഞ്ഞു അല്ലേ. വലത് തീര പോഷക നദിയാണ് സോൺ എന്ന് പറയുന്നത്. ഇടത് തീര പോഷക നദികളാണ് രാംഗംഗ, ഗോമതി, ഗാഗ്ര, ഗണ്ഡക്, കോസി, മഹാനന്ദ എന്നിവ. ഓക്കെ, ഇനി ഏറ്റവും വലിയ പോഷക നദി ചോദിക്കുകയാണെങ്കിൽ യമുനയാണ് അല്ലേ. ഏറ്റവും വലിയ പോഷക നദി ചോദിക്കുകയാണെങ്കിൽ പടിഞ്ഞാറ് ദിശയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ പോഷക നദി ചോദിക്കുകയാണെങ്കിലും ഇത് തന്നെയാണ്, യമുനയാണ്. യമുന ഉത്ഭവിക്കുന്ന എവിടെ നിന്നാണ്? യമുനോത്രിയിൽ നിന്നാണ്. അതുപോലെ തന്നെ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ആരംഭിക്കുന്ന ചമ്പൽ, സിന്ധ്, ബെത്വ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ എന്നാണ് പറയുന്നത്. യമുനയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ചമ്പൽ, സിന്ധ്, ബെത്വ, പിന്നെ എന്താണ് ഹിന്ദൻ, റിന്ദ്, സെങ്കർ, വരുണ എന്നിവ. ഓക്കെ, ഇവിടെ നിന്നാണ് ജലം വൻതോതിൽ ഉപയോഗിക്കപ്പെടുന്നു എന്നൊക്കെ പറയുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ചമ്പൽ നദിയാണ്. ചമ്പൽ നദി ഉത്ഭവിക്കുന്നത് മാൾവാ പീഠഭൂമിയിൽ മൗവിനടുത്തായിട്ടാണ്. അതുപോലെ തന്നെ ഈ ചമ്പൽ രാജസ്ഥാനിലെ കോട്ടയ്ക്ക് മുമ്പായിട്ട് ഗിരികന്ധര താഴ്വരയിലൂടെ ഒഴുകുന്നുണ്ട്. പിന്നെ ചമ്പൽ നദി എന്താണ്? ചമ്പൽ റവർ എന്ന് പറയുന്ന നിഷ്ഫല ഭൂപ്രദേശങ്ങളിലൂടെയൊക്കെ ഒഴുകുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഏതാണ്? ഗണ്ഡക് നദിയാണ്. ഗണ്ഡക് നദി കാളി, ഗണ്ഡക്, തൃശൂൽ, ഗംഗ എന്നീ 2 അരുവികളുമായിട്ട് ചേർന്നതാണ് ഗണ്ഡക് നദി. നേപ്പാൾ ഹിമാലയത്തിലെ ധൗളഗിരിക്കും എവറസ്റ്റ് കൊടുമുടിക്കും ഇടയ്ക്കാണ് ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത്. ഈ നേപ്പാളിന്റെ മധ്യഭാഗത്ത് കൂടി ഒഴുകി ബീഹാറിലെ ചമ്പാരനിൽ ഇന്ത്യയിലെ കടക്കുന്ന ഗണ്ഡക് പട്നയ്ക്കടുത്ത് വെച്ച് സോൻപൂരിൽ വെച്ച് ഗംഗാ നദിയുമായിട്ട് ചേരുന്നു. നെക്സ്റ്റ് മാപ്ചാചുങ്കോ എന്ന ഹിമാലയത്തിൽ നിന്നാണ് ഗാഗ്ര നദി ഉത്ഭവിക്കുന്നത്. പിന്നെ എന്താണ്? ഛപ്രയിൽ വെച്ച് ഗംഗയിൽ ചേരുന്നതിന് മുമ്പ് ശാരദ നദി ഈ ഗാഗ്രയിൽ ചേരുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്? അരുവി പ്രധാനമായിട്ടും പഠിക്കാനായിട്ടുണ്ടായിരുന്നത് കോസിയാണ് അല്ലേ. കോസി. ഓക്കെ, കോസി എന്ന് പറയുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേപ്പാളിൽ മധ്യ ഹിമാലയം കടന്നതിന് ശേഷം കിഴക്ക് നിന്ന് തമൂർ കോസിയും പടിഞ്ഞാറ് നിന്ന് സോൺ കോസിയും ചേർന്ന പ്രധാനപ്പെട്ട അരുവിയായിട്ടുള്ള അരുണും കൂടി ചേർന്നിട്ട് ഇതിനെ സപ്തകോസി എന്നറിയപ്പെടുന്നുണ്ട് അല്ലേ. പിന്നെ രാംഗംഗ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ഗഡ്വാൾ കുന്നുകളിൽ ഗർസൈനടുത്ത് നിന്നാണ് രാംഗംഗ ഉത്ഭവിക്കുന്നത്. ഇത് ശിവാലിക് മലനിരകൾ മുറിച്ച് കടന്നതിന് ശേഷം തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് പോകുന്നു. പിന്നീട് രാംഗംഗ കൗച്ചിൽ വെച്ച് ഗംഗയുമായിട്ട് കൂടിച്ചേരുന്നു. ദാമോദർ നദി ചോട്ടാനാഗ്പൂർ പീഠഭൂമിയുടെ കിഴക്ക് അതിർത്തിയിൽ ബ്രഹ്മ താഴ്വരയിലൂടെ ഒഴുകി ഹ്യൂഗ്ലി നദിയിൽ ചേരുന്നുണ്ട്. ബരാക്ക് നദി പ്രധാനപ്പെട്ട പോഷക നദിയാണ്. ദാമോദർ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് ബരാക്ക് നദി. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന ഇതാണ് ഈ ദാമോദർ നദിയാണ്. ദാമോദർ വിവിധ ഉദ്ദേശ നദീതട പദ്ധതിയൊക്കെ ഇവിടെയാണ് നടന്നിട്ടുള്ളത് അല്ലേ. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ശാരദ അല്ലെങ്കിൽ സരയൂ നദിയാണ്. ഇതിന് പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. കാളി എന്നും ചൗക്ക് എന്നൊക്കെ നേപ്പാളിൽ അറിയപ്പെടുന്നുണ്ട്. ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? മിലം ഹിമാനിയിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട ഗംഗയുടെ പോഷക നദിയാണ് മഹാനന്ദ ഡാർജിലിംഗ് കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ വെച്ചിട്ടാണ് ഗംഗയുമായിട്ട് കൂടിച്ചേരുന്നത്. നെക്സ്റ്റ് സോൺ നദി നോക്കുകയാണെങ്കിൽ അമർകണ്ടക് പീഠഭൂമിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇത് ആരയിൽ വെച്ചിട്ടാണ് ഗംഗയുമായിട്ട് ചേർന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് പഠിക്കാനുള്ളത് ബ്രഹ്മപുത്ര നദീവ്യൂഹമാണ്. മാനസ സരോവര തടാകത്തിനടുത്ത് കൈലാസ പർവ്വതത്തിലെ ചമയുങ്തുങ് ഹിമാനിയിൽ നിന്നുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ നദികളിലൊന്നായ ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത്. അപ്പോൾ ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ചമയുങ് ഹിമാനിയാണ് അല്ലേ. ചമയുങ്തുങ് ഹിമാനിയിൽ നിന്നാണ് ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത്. ദക്ഷിണ ടിബറ്റിലെ വരണ്ടതും നിരപ്പാർന്നതുമായ പ്രദേശത്തിലൂടെ ഏകദേശം 1200 കിലോമീറ്റർ നീളത്തിൽ കിഴക്ക് ദിശയിൽ ഒഴുകുന്ന ബ്രഹ്മപുത്ര ഇവിടെ സാങ്പോ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താ പറയുന്നത്? ദക്ഷിണ ടിബറ്റിലെ വരണ്ടതും നിരപ്പാർന്നതുമായിട്ടുള്ള പ്രദേശത്തിലൂടെ ഒഴുകുന്ന ഈ 1200 കിലോമീറ്റർ ഒഴുകുന്ന ഈ
ബ്രഹ്മപുത്രയെ ഇവിടെ എന്താണ് അറിയപ്പെടുന്നത്? സാങ്പോ എന്നാണ് അറിയപ്പെടുന്നത്. സാങ്പോ. ടിബറ്റിൽ അറിയപ്പെടുന്നതാണ് സാങ്പോ എന്നാണ്. അപ്പോൾ ചമയുങ്തുങ് ഹിമാലയിൽ നിന്നാണ് എന്താണ് ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത്. അതുപോലെ തന്നെ ടിബറ്റിൽ അറിയപ്പെടുന്നത് സാങ്പോ എന്നാണ്. സാങ്പോ എന്നാൽ ശുദ്ധീകരിക്കുന്ന എന്നാണ് അർത്ഥം വരുന്നത്. ടിബറ്റിലെ ഒരു പ്രധാന വലത് തീര പോഷക നദിയാണ് രംഗോ സാങ്പോ. മധ്യ ഹിമാലയത്തിലെ നംച ബർവ പർവ്വതത്തെ മുറിച്ചുകൊണ്ട് ആഴമേറിയ ഗിരികന്ധര താഴ്വരയിലൂടെ ഒഴുകിയതിനു ശേഷം മലയടി വാരത്ത് നദി സിയാങ് അല്ലെങ്കിൽ ദിഹാങ് എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഇത് പഠിച്ചു വെച്ചിരിക്കണം. നം ചബർവ പർവ്വതത്തെ മുറിച്ചു കടന്നുകൊണ്ടാണ് ഒഴുകുന്നത്, ബ്രഹ്മപുത്ര നദി ഒഴുകുന്നത്. അതുപോലെ തന്നെ ഇത് ഏതാണ് മലയടി വാരത്ത് നോക്കുകയാണെങ്കിൽ എന്താണ് ദിഹാങ് അല്ലെങ്കിൽ സിയാങ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ദിഹാങ് അല്ലെങ്കിൽ സിയാങ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ നദി ഇന്ത്യയിലേക്ക് കടക്കുന്നത് അരുണാചൽ പ്രദേശിലെ സാദിയ പട്ടണത്തിന് പടിഞ്ഞാറ് വെച്ചിട്ടാണ്. ഈ നദി ഇന്ത്യയിലേക്ക് കടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? അരുണാചൽ പ്രദേശിലെ സാദിയ പട്ടണത്തിന് പടിഞ്ഞാറ് വെച്ചിട്ടാണ്. ദിബാങ് അഥവാ സിക്കാങ്, ലൂഹിത് എന്നീ പോഷക നദികൾ ഇടത്തു നിന്നും ദിഹാങ്ങിനോട് ചേരുന്നു. ഇതിനുശേഷം ഈ നദി ബ്രഹ്മപുത്ര എന്നറിയപ്പെടുന്നത്. അപ്പോൾ പ്രധാനമായിട്ടുള്ള പോഷക നദികളായിട്ടുള്ള ദിബാങ് അല്ലെങ്കിൽ സിക്കാങ്, ദിബാങ്ങും ലൂഹിതോ അല്ലേ, ദിബാങ് ലൂഹിത് എന്നീ പോഷക നദികളൊക്കെ ദിഹാങ്ങിനോട് ചേരുന്നുണ്ട്. ഇതിനുശേഷമാണ് ഈ നദിയെ ബ്രഹ്മപുത്ര എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താ പറയുന്നത്? ബ്രഹ്മപുത്ര നദി ചമയുങ്തുങ് ഹിമാലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതുപോലെ തന്നെ ടിബറ്റിൽ ഇതിനറിയപ്പെടുന്നത് സാങ്പോ എന്നാണ്. സാങ്പോ എന്നാൽ എന്താണ് ശുദ്ധീകരിക്കുന്ന ആണ് അർത്ഥം വരുന്നത്. ഇത് എന്താണ് നംചബർവ അല്ലെ, നംചബർവ പർവ്വതത്തെ മുറിച്ചുകൊണ്ട് ഒഴുകുന്നുണ്ട്. പിന്നെ ഈ നദി സിയാങ് അല്ലെങ്കിൽ ദിഹാങ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഈ ബ്രഹ്മപുത്ര എന്ന പേരിൽ അറിയപ്പെടുന്നത് ലൂഹിത് പോഷക നദികളൊക്കെ ഇടത്ത് നിന്ന് ദിഹാങ്ങിനോട് ചേരുമ്പോഴാണ്. അതായത് ദിബാങ്ങും ലൂഹിതൊക്കെ കൂടി ചേരുമ്പോഴാണ് ഇത് ബ്രഹ്മപുത്ര എന്ന പേരിൽ അറിയപ്പെടുന്നത്. അസം താഴ്വരയിലൂടെ 750 കിലോമീറ്റർ ദൂരം ഒഴുകുമ്പോൾ ബ്രഹ്മപുത്രയിൽ അനേകം പോഷക നദികൾ വന്നു ചേരുന്നുണ്ട്. പ്രധാനപ്പെട്ട ഇടത് തീര പോഷക നദികളാണ് ബർഹിദിഹിങ്, ധൻസരി, കലാങ് എന്നിവ. അപ്പോൾ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്? ബർഹിദിഹിങ്, ധൻസരി, കലാങ് എന്നിവയാണ്. പ്രധാനപ്പെട്ട വലത് തീര പോഷക നദികളാണ് സുബൻസിരി, മാനസ്, സങ്കൂഷ്, കാമങ് എന്നിവ. സുബൻസിരി, മാനസ്, സങ്കൂഷ്, കാമങ് എന്നിവയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ. അപ്പോൾ പ്രധാനപ്പെട്ട പോഷക നദികൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടത് തീര പോഷക നദികളാണ് ബർഹിദിഹിങ്, ധൻസരി, കലാങ് എന്നിവ. വലത് തീര പോഷക നദികളാണ് സുബൻസിരി, മാനസ്, സങ്കോഷ്, കാമങ് എന്നിവ. ഇവയിൽ ടിബറ്റിൽ നിന്ന് ഉത്ഭവിക്കുന്ന സുബൻസിരി ഒരു പൂർവ്വകാലീന നദിയാണ്. ധൂബ്രിക്കടുത്ത് വെച്ച് ബംഗ്ലാദേശിൽ പ്രവേശിക്കുന്ന ബ്രഹ്മപുത്ര പിന്നീട് തെക്ക് ദിശയിലേക്ക് ഒഴുകുന്നു. ബംഗ്ലാദേശിൽ വെച്ച് തിസ്ത നദി ബ്രഹ്മപുത്രയുമായി ചേർന്നതിന് ശേഷം ജമുന എന്നറിയപ്പെടുന്നു. അപ്പോൾ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് എന്താണ്? ജമുന എന്നാണ് അറിയപ്പെടുന്നത്. പിന്നീട് ജമുന പത്മയുമായി ചേർന്ന് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. അപ്പോൾ ബംഗാൾ ഉൾക്കടലിലാണ് എന്ത് പതിക്കുന്നത്? ബ്രഹ്മപുത്ര നദി പതിക്കുന്നത്. ബ്രഹ്മപുത്ര വെള്ളപ്പൊക്കത്തിനും തീര അപരദനത്തിനും ഗതി മാറി ഒഴുകുന്നതിനും പേര് കേട്ട നദിയാണ്. കാരണം ഇതിന്റെ മിക്ക പോഷക നദികളും വളരെ വലിപ്പമുള്ളവയാണ്. വൃഷ്ടി പ്രദേശങ്ങളിൽ ശക്തമായ അളവിൽ മഴ ലഭിക്കുന്നതിനാൽ വളരെ കൂടുതൽ അവസാദങ്ങൾ വഹിച്ചു കൊണ്ടുവരുന്നവയുമാണ്. അപ്പോൾ ബ്രഹ്മപുത്രയാണ് വെള്ളപ്പൊക്കത്തിനും തീര അപരദനത്തിനൊക്കെ ഗതി മാറി ഒഴുകുന്നതിനൊക്കെ പ്രധാനമായിട്ടുള്ള നദി. ചോദിക്കുകയാണെങ്കിൽ ബ്രഹ്മപുത്ര നദിയാണ്. അതായത് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള നദിയാണ് ബ്രഹ്മപുത്ര നദി അല്ലേ. പിന്നെന്താണ് ഈ വൃഷ്ടി പ്രദേശങ്ങളിൽ വെച്ചിട്ട് നന്നായിട്ട് ശക്തമായിട്ടുള്ള മഴ ലഭിക്കുന്ന കാരണം തന്നെ നന്നായിട്ട് അപരദനവും നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ബ്രഹ്മപുത്രയെക്കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. ബ്രഹ്മപുത്രയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല. പ്രധാനം മുഴുവൻ പഠിക്കേണ്ടത് ചമയുങ്തുങ് ഹിമാലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ടിബറ്റിൽ അറിയപ്പെടുന്നതാണ് സാങ്പോ എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ. സാങ്പോ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നീട് ഇത് മധ്യ ഹിമാലയത്തിലെ നംചബർവ പർവ്വതത്തെ മുറിച്ച് കടന്ന് ഒഴുകുന്നുണ്ട്. ഈ നംചബർവ പർവ്വതത്തെ മുറിച്ചുകൊണ്ട് ആഴമേറിയ ഗിരികന്ധര താഴ്വരയിലൂടെ ഒഴുകുന്നുണ്ട് എന്ന് പറയാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ കാരണം ഇത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ PVQ ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നീട് ഈ നദി സിയാങ് അല്ലെങ്കിൽ ദിഹാങ് എന്ന് അറിയപ്പെടുന്നുണ്ട്. എന്നാണ് ഈ നദിയെ ബ്രഹ്മപുത്ര നദിയെ എന്നാണ് അറിയപ്പെടുന്നത്. സിയാങ് അല്ലെങ്കിൽ ദിഹാങ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. പിന്നീട് സിക്കാങ്, അതായത് ദിബാങ് അല്ലെങ്കിൽ സിക്കാങ്, ലൂഹിത് എന്നീ പോഷക നദികളുമായി കൂടിച്ചേർന്നിട്ട് ദിഹാങ്ങിനോട് ചേരുന്നുണ്ട്. എന്നിട്ടാണ് പിന്നീട് ബ്രഹ്മപുത്ര നദി എന്നറിയപ്പെടുന്നത്. ഇനി പ്രധാനപ്പെട്ട പോഷക നദികൾ നോക്കുകയാണെങ്കിൽ ഇടത് തീര പോഷക നദികളാണ്. ഏതൊക്കെയാണ്? ബർഹിദിഹിങ്, ധൻസരി, കലാങ് എന്നിവയാണ്. വലത് തീര പോഷക നദികളാണ് സുബൻസിരി, മാനസ്, സങ്കുഷ്, കാമങ് എന്നിവ. ഓക്കെ, പിന്നെ ബംഗ്ലാദേശിൽ ഇത് അറിയപ്പെടുന്നത് എന്താണ്? ജമുന എന്നാണ് അറിയപ്പെടുന്നത്. പിന്നീട് ജമുന പത്മയുമായി ചേർന്ന് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു.
പിന്നെ ഈ ബ്രഹ്മപുത്ര കുറച്ച് എന്താണ് ഡേഞ്ചറസ് ആയിട്ടുള്ള നദിയാണെന്ന് പറഞ്ഞു. കാരണം എന്താണ് നന്നായിട്ട് എന്താണ് വെള്ളപ്പൊക്കത്തിന് കാരണമാക്കുന്നുണ്ട്. പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ വൃഷ്ടി പ്രദേശത്ത് നന്നായിട്ട് മഴ ലഭിക്കുന്നുണ്ട്. അതിനാൽ തന്നെ അപരദനം കൂടുതലായിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് കൂടുതലും വെള്ളപ്പൊക്കത്തിനൊക്കെ സാധ്യതയുള്ള ഒരു നദി കൂടിയാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനായിട്ടുള്ളത് ഉപദ്വീപീയ നിരൊഴുക്ക് വ്യൂഹമാണ്. അപ്പോൾ ഹിമാലയൻ നിരൊഴുക്ക് വ്യൂഹം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഉപദ്വീപീയ നിരൊഴുക്ക് വ്യൂഹം. ഉപദ്വീപീയ നിരൊഴുക്ക് വ്യൂഹം ഹിമാലയൻ നിരൊഴുക്കിനേക്കാൾ പഴക്കമുള്ളതാണ്. വിശാലമായതും ആഴം കുറഞ്ഞതുമായ താഴ്വരകൾ, നദികളുടെ വളർച്ചയുടെ പൂർണ്ണത എന്നിവയിൽ നിന്നെല്ലാം ഇത് വ്യക്തമാണ്. പശ്ചിമ തീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ടം പ്രധാന ഉപദ്വീപീയ നദികളെ ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുകുന്നവ, അറബിക്കടലിലേക്ക് ഒഴുകുന്നവ എന്നിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉപദ്വീപീയ നദികളിലാണെന്നെങ്കിലും എന്താണ് അറബിക്കടലിലേക്ക് പോകുന്നവയുണ്ട്, ബംഗാൾ ഉൾക്കടലിലേക്ക് പോകുന്നവയുണ്ട്. പിന്നെ ഇതെന്താണ് പ്രധാനമായിട്ടും പ്രായം കുറഞ്ഞവയാണെന്നും പറയുന്നു. പ്രായം കൂടുതലാണല്ലേ, അതായത് പഴക്കം കൂടുതലാണല്ലേ. അപ്പോൾ ഹിമാലയൻ നിരൊഴുക്കിനേക്കാളും പഴക്കമുള്ളതാണ്. അതുപോലെ തന്നെ ആഴം കുറഞ്ഞതുമായിട്ടുള്ള താഴ്വരകളൊക്കെയാണ് ഇവിടെ രൂപപ്പെടുന്നത്. ഇനി നർമ്മദ, താപ്തി എന്നിവ ഒഴികെ മറ്റ് നർമ്മദയും താപ്തിയും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളാണ്. അതുപോലെ തന്നെ എന്താണ് അറബിക്കടലിൽ പതിക്കുന്ന നദികളാണ്. ഇവ ഒഴികെയുള്ള ബാക്കി എല്ലാ നദികളും എന്താണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ്. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികളാണ്. ഉപദ്വീപിന്റെ വടക്ക് ഭാഗത്ത് നിന്ന് ഉത്ഭവിക്കുന്ന ചമ്പൽ, സിന്ധ്, ബത്വ, സോൺ, കെൻ എന്നിവ ഗംഗാ നദി വ്യൂഹത്തിൽ ഉൾപ്പെടുന്നു. നമ്മൾ പറഞ്ഞു അല്ലേ, ഗംഗാ നദി വ്യൂഹത്തിൽ ഉൾപ്പെടുന്നവയാണ് ചമ്പൽ, സിന്ധ്, ബത്വ, സോൺ, കെൻ എന്നിവയൊക്കെയാണ്. ഇനി ഉപദ്വീപീയ നദീവ്യൂഹത്തിലെ മറ്റ് പ്രധാനപ്പെട്ട നദികളാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നിവ. മഹാനദി, കൃഷ്ണ, കാവേരി, ഗോദാവരി എന്നിവയൊക്കെ എന്താണ് പ്രധാനമായിട്ടും ഉപദ്വീപീയ നദികളിൽ വരുന്നവയാണ്. കൃത്യമായ ഗതി, മിയാൻഡറുകളുടെ അഭാവം, വറ്റിപ്പോകുന്ന അവസ്ഥ എന്നിവ ഉപദ്വീപീയ നദികളുടെ പ്രത്യേകതകളാണ്. ബ്രഹ്മ താഴ്വരയിലൂടെ ഒഴുകുന്ന നർമ്മദ, താപ്തി എന്നിവ ഇതിൽ നിന്നും വിഭിന്നമാണ്. ബ്രഹ്മ താഴ്വരയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികളാണ് നർമ്മദയും താപ്തിയും. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചത് നർമ്മദയും താപ്തി എന്നാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ. ബാക്കിയെല്ലാം കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ്. നർമ്മദയും താപ്തി എന്നാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളാണ്. പിന്നെ എന്താണ് ചമ്പൽ, സിന്ധ്, ബത്വ, സോൺ, കെൻ എന്നിവ എന്തായിരുന്നു ഗംഗയുടെ പ്രധാനപ്പെട്ട പോഷക നദികളായിരുന്നു. ഇവയെല്ലാം ഗംഗാ നദീ വ്യൂഹത്തിലാണ് ഉൾപ്പെടുന്നതെന്ന് പറഞ്ഞു. ബാക്കി നദികളാണ് ഈ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി അല്ലേ. ഉപദ്വീപീയ നദീവ്യൂഹത്തിൻ്റെ പരിണാമത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പരിണാമം ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരിക്കാം. 3 പ്രധാന ഭൂചരിത്രകാല സംഭവങ്ങളാണ് ഇന്ത്യയിലെ വർത്തമാനകാലത്തെ ഉപദ്വീപീയ നദീവ്യൂഹങ്ങൾക്ക് രൂപം നൽകിയത്. ഒന്നാമത്തെ പറയുന്നത് ടെർഷ്യറി മഹായുഗത്തിൻ്റെ ആരംഭദശയിൽ ഉപദ്വീപിൻ്റെ പശ്ചിമ പാർശ്വ മേഖലയ്ക്ക് അവതരണം സംഭവിച്ചു. ഈ ഭാഗങ്ങൾ സമുദ്രത്തിനടിയിൽ മുങ്ങിപ്പോകുന്നതിന് കാരണമായി. അതോടൊപ്പം ഉപദ്വീപിലെ നിർവിഭാജകത്തിന് ഒരേ പുറവുമുണ്ടായിരുന്ന സമമിതീയ നദീക്രമത്തെ വികലമാക്കുന്നതിനും കാരണമായി. നെക്സ്റ്റ് പറയുന്നതാണ് ഉപദ്വീപിൻ്റെ വടക്കൻ അതിരിനുണ്ടായ അവതരണവും ഹിമാലയ പർവ്വതത്തിൻ്റെ ഉദ്ധാനവും അതിൻ്റെ ഫലമായി ഉപദ്വീപിലുണ്ടായ ഭ്രംശതട രൂപീകരണവും. നർമ്മദ, താപ്തി നദികൾ ഈ ഭ്രംശതടങ്ങളിലൂടെ ഒഴുകുകയും യഥാർത്ഥ വിള്ളലുകൾ അവശിഷ്ട പദാർത്ഥങ്ങൾ നിറയ്ക്കപ്പെടുകയും ചെയ്തതിനാൽ ഈ നദീതടങ്ങളിൽ കാര്യമായിട്ടുള്ള എക്കൽ നിക്ഷേപങ്ങളോ ഡെൽറ്റ രൂപീകരണമൊന്നും കാണപ്പെടുന്നില്ല. ഉപദ്വീപിന് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും തെക്ക് കിഴക്ക് ദിശയിലേക്ക് നേരിയ തോതിലുള്ള ചെരിവ് സംഭവിച്ചതിലൂടെ ഈ മേഖലയിലെ മുഴുവൻ നദീവ്യൂഹങ്ങളുടെയും ദിശ ബംഗാൾ ഉൾക്കടലിലേക്ക് ക്രമീകരിക്കപ്പെട്ടു. ഇപ്പോൾ പരിണാമത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെന്താണ് ടെർഷ്യറി മഹായുഗത്തിൻ്റെ ആരംഭദിശയിൽ ഉപദ്വീപിനെ പശ്ചിമ പാർശ്വ മേഖലയ്ക്ക് അവതരണം സംഭവിച്ചു. അങ്ങനെ കുറച്ച് ഭാഗം സമുദ്രത്തിനടിയിലേക്ക് പോയി എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നർമ്മദ, താപ്തി നദികളൊക്കെ ഭ്രംശതടങ്ങളിലൂടെ ഒഴുകുന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിലേക്ക് അവസാദങ്ങളൊക്കെ ഈ വിള്ളലുകൾക്കിടയിലാക്കി അവശിഷ്ട പദാർത്ഥങ്ങളൊക്കെ നിറയ്ക്കപ്പെടുന്നുണ്ട്. അതിനാൽ തന്നെ അവിടെ എക്കൽ നിക്ഷേപങ്ങളോ ഡെൽറ്റ രൂപീകരണങ്ങളൊന്നും കാണപ്പെടുന്നില്ല. ഇനി ഉപദ്വീപിനെ വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും തെക്ക് കിഴക്ക് ദിശയിലേക്ക് നേരിയ തോതിൽ ചെരിവുള്ള കാരണം തന്നെ കൂടുതൽ നദികളും എന്നാണ് ബംഗാൾ ഉൾക്കടലിലേക്കാണ് പതിക്കുന്നത്. ഉപദ്വീപീയ നിരൊഴുക്കിലെ നദീവ്യൂഹങ്ങളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഉപദ്വീപീയ നിരൊഴുക്കിലെ അനേകം നദികൾ ഉൾപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണെന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. ഛത്തീസ്ഗഡിലെ റായ്പൂർ ജില്ലയിലെ സിഹാവയിൽ നിന്നുമാണ് മഹാനദിയുടെ ഉത്ഭവം. ഓക്കെ, മഹാനദിയുടെ ഉത്ഭവം എവിടെ നിന്നാണ്? മഹാനദി പ്രധാനപ്പെട്ട എന്താണ് ഉപദ്വീപീയ നദിയാണ് അല്ലേ മഹാനദി ഉത്ഭവിക്കുന്ന എവിടെ നിന്നാണ്? ഛത്തീസ്ഗഡിലെ റായ്പൂർ ജില്ലയിലെ സിഹാവയിൽ നിന്നാണ് മഹാനദി ഉത്ഭവിക്കുന്നത്. ഒഡീഷയിലൂടെ ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന മഹാനദിക്ക് 851 കിലോമീറ്റർ നീളവും 1.42 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വൃഷ്ടിപ്രദേശവുമുണ്ട്. അപ്പോൾ എന്താ പറയുന്നത്? ഒഡീഷയിലൂടെ ഒഴുകിയിട്ട് ബംഗാൾ ഉൾക്കടലിലേക്ക് പതിക്കുന്ന നദിയാണ് മഹാനദി. ഓക്കെ, മഹാനദി ഉത്ഭവിക്കുന്ന എവിടെ നിന്നാണ്? ഛത്തീസ്ഗഡിലെ റായ്പൂർ ജില്ലയിലെ സിഹാവയിൽ നിന്നാണ്.
അപ്പോൾ മഹാനദി ഉത്ഭവിക്കുന്നത് ഛത്തീസ്ഗഡിലെ റായ്പൂർ ജില്ലയിലെ സഹാവയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതുപോലെ തന്നെ ഒഡീഷയിലൂടെയാണ് ഒഴുകുന്നത്. ബംഗാൾ ഉൾക്കടലിലേക്ക് പതിക്കുന്നുണ്ട്. 851 കിലോമീറ്റർ നീളവും 1.42 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുമാണ് ഉള്ളത്. നദിയുടെ കീഴ്ഘട്ടം മാത്രമേ ഗതാഗത യോഗ്യമായുള്ളൂ. ഈ നദീതടത്തിൻ്റെ 53% മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലുമായി വ്യാപിച്ചു കിടക്കുന്നു. 47% ഭാഗം ഒഡീഷയിലാണ്. അപ്പോൾ ഈ നദിയുടെ ഈ താഴ്ഭാഗത്ത് മാത്രമാണ് ഗതാഗത യോഗ്യമുള്ളൂ. അതുപോലെ തന്നെ കൂടുതലും കാണപ്പെടുന്ന 53% എവിടെയാണ്? മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലുമാണ് മഹാനദിയുള്ളത്. ഇനി 47% നോക്കുകയാണെങ്കിൽ എവിടെയാണ്? ഒഡീഷയിലാണ്. ഓക്കെ, അപ്പോൾ മഹാനദി ക്ലിയർ ആണല്ലോ. മഹാനദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് പഠിച്ചു വെച്ചിരിക്കുക. ഛത്തീസ്ഗഡിലെ റായ്പൂർ ജില്ലയിലെ സിഹാവ് എന്ന് പറയുന്ന ജില്ലയിൽ നിന്നാണ് മഹാനദി ഉത്ഭവിക്കുന്നത്. ഒഡീഷയിലൂടെ ഒഴുകുന്നുണ്ട്. ബംഗാൾ ഉൾക്കടലിലേക്ക് പതിക്കുന്ന ഒഡീഷയിലൂടെ ഒഴുകിയിട്ടാണ്. അതുപോലെ തന്നെ നീളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 251 കിലോമീറ്റർ നീളവും 1.42 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുമാണുള്ളത്. പിന്നെ കീഴ്ഘട്ടം മാത്രമേ ഗതാഗത യോഗ്യമായുള്ളൂ. ഈ നദീതടത്തിൻ്റെ 53% മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലുമാണ് വ്യാപിച്ചു കിടക്കുന്നത്. 47% എവിടെയാണ്? ഒഡീഷയിലാണ്. ഇനി ഏറ്റവും വലിയ ഉപദ്വീപീയ നദീവ്യൂഹമായ ഗോദാവരി ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നു. ഏറ്റവും വലിയ ഉപദ്വീപീയ നദീവ്യൂഹമാണ് ഗോദാവരി നദിയിലെ ഗോദാവരി നദി എന്നറിയപ്പെടുന്നുണ്ട്. ദക്ഷിണ ഗംഗ എന്നും അറിയപ്പെടുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗോദാവരി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. അപ്പോൾ ഈ മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ നിന്നാണ് എന്തുത്ഭവിക്കുന്നത്? നമ്മുടെ ഗോദാവരി നദി ഉത്ഭവിക്കുന്നത്. ഇത് പതിക്കുന്ന എങ്ങോട്ടാണ്? ബംഗാൾ ഉൾക്കടലിലേക്ക് തന്നെയാണ്. ഇതിനെ പോഷക നദികൾ മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നുണ്ട്. ഇതിൻ്റെ പോഷക നദികൾ മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെയൊക്കെ ഒഴുകുന്നുണ്ട്. പിന്നെ 1465 കിലോമീറ്റർ നീളത്തിൽ ഒഴുകുന്ന ഗോദാവരിയുടെ വൃഷ്ടി പ്രദേശത്തിൻ്റെ വിസ്തൃതി 3.13 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. അപ്പോൾ നീളം ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? 1465 കിലോമീറ്റർ ആണ് വരുന്നത്. ഇനി ഇതിൻ്റെ വിസ്തൃതി ചോദിക്കുകയാണെങ്കിൽ 3.13 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. 49% മഹാരാഷ്ട്രയിലും 20% മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ശേഷിക്കുന്ന ഭാഗം ആന്ധ്രാപ്രദേശിലുമായി വ്യാപിച്ചു കിടക്കുന്നു. 49% മഹാരാഷ്ട്രയിലാണ്, 20% മധ്യപ്രദേശിലാണ്, പിന്നെ ഛത്തീസ്ഗഡിലുമാണ്. ബാക്കി ഭാഗം ആന്ധ്രാപ്രദേശിലുമാണ് കാണുന്നത്. ഇനി പ്രധാനപ്പെട്ട പോഷക നദികൾ ചോദിക്കുകയാണെങ്കിൽ പെൻഗംഗ, ഇന്ദ്രാവതി, പ്രാൺഹിത, മഞ്ചിര എന്നിവയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ. ഗോദാവരിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്? പെൺഗംഗ, ഇന്ദ്രാവതി, പ്രാൺഹിത, മഞ്ചര എന്നിവയാണ്. പോളവാരത്ത് നദി മനോഹരമായ ഗിരികന്ധര താഴ്വര സൃഷ്ടിക്കുന്നു. ഇതിന് തെക്കുള്ള ഭാഗങ്ങൾ വലിയ തോതിൽ പ്രളയ സാധ്യതയുള്ളവയാണ്. ഡെൽറ്റ ഭാഗങ്ങളിൽ മാത്രമാണ് ഗോദാവരി നദി ഗതാഗത യോഗ്യമായിട്ടുള്ളത്. ഡെൽറ്റ ഭാഗങ്ങളിൽ മാത്രമാണ് അവിടെ ഗതാഗതമുള്ളൂ അല്ലേ. രാജമുദ്രയ്ക്ക് ശേഷം നദി ഡെൽറ്റ നിർമ്മിച്ചുകൊണ്ട് ധാരാളം ശാഖകളായി പിരിയുന്നു. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഗോദാവരിയെക്കുറിച്ച് പറഞ്ഞത്? ഗോദാവരി ഏറ്റവും വലിയ ഉപദ്വീപീയ നദീവ്യൂഹമായിട്ടുള്ള ഗോദാവരി ദക്ഷിണ ഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഇത് എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അല്ലേ. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ്. ഏതൊക്കെയാണ്? മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെയൊക്കെ ഇതിൻ്റെ പോഷക നദികൾ ഒഴുകുന്നുണ്ട്. നീളം ചോദിക്കുകയാണെങ്കിൽ 1465 കിലോമീറ്റർ ആണ്. വൃഷ്ടി പ്രദേശത്തിൻ്റെ വിസ്തൃതി ചോദിക്കുകയാണെങ്കിൽ 3.13 ലക്ഷമാണ്. ഇനി 49% മഹാരാഷ്ട്രയിലും 20% മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ശേഷിക്കുന്ന ഭാഗം ആന്ധ്രാപ്രദേശിലുമാണ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞു. പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്? പെൺഗംഗ, ഇന്ദ്രാവതി, പ്രാൺഹിത, മഞ്ചര എന്നിവയാണ്. പിന്നെ ഇതിൻ്റെ തെക്ക് ഭാഗങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ തോതിൽ പ്രളയ സാധ്യതയുള്ളവയാണ്. പിന്നെ ഡെൽറ്റ ഭാഗങ്ങളിൽ മാത്രമാണ് ഗതാഗത യോഗ്യമുള്ളൂ എന്ന് പറയുന്നു അല്ലേ. രാജമുദ്രയ്ക്ക് ശേഷം നദി ഡെൽറ്റ നിർമ്മിച്ചുകൊണ്ട് ധാരാളം ശാഖകളായി പിരിയുന്നു. ഇനി കിഴക്കോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികളിൽ രണ്ടാമത്തെ വലിയ നദിയാണ് കൃഷ്ണ. രണ്ടാമത്തെ വലിയ നദി ചോദിക്കുകയാണെങ്കിൽ ഇതാണ്, കൃഷ്ണയാണ്. സഹ്യാദ്രിയിലെ മഹാബലേശ്വറിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. അവിടെ നിന്നാണ്? സഹ്യാദ്രിയിലെ മഹാബലേശ്വറിൽ നിന്നുമാണ് ഇത് ഉത്ഭവിക്കുന്നത്. 1401 കിലോമീറ്റർ ദൂരത്തിൽ ഒഴുകുന്ന കൃഷ്ണയുടെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് കൊയ്ന, തുംഗഭദ്ര, ഭീമ എന്നിവ. അപ്പോൾ എത്രയാണ് പറയുന്നത്? നീളം കിലോമീറ്റർ എത്രയാണ്? 1401 കിലോമീറ്റർ ദൂരത്തിലൂടെയാണ് ഒഴുകുന്നത് കൃഷ്ണ നദി. പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്? കൊയ്ന, തുംഗഭദ്ര, ഭീമ എന്നിവയാണ്. കൊയ്ന, തുംഗഭദ്ര, ഭീമ എന്നിവയാണ്. കൃഷ്ണയുടെ വൃഷ്ടി പ്രദേശത്തിൻ്റെ 27% മഹാരാഷ്ട്രയിലും 44% കർണാടകത്തിലും 29% ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലുമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കൃഷ്ണയുടെ വൃഷ്ടി പ്രദേശത്തിൻ്റെ 27% മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. മഹാരാഷ്ട്രയിൽ നാസിക്കിൽ നിന്ന് ഉത്ഭവിക്കുന്നതായിരുന്നു. നാസിക്കിൽ നിന്ന് ഉത്ഭവിക്കുന്നതായിരുന്നു ഗോദാവരിയിലായിരുന്നത്. ഓക്കെ,
ഇനി ഇവിടെ നിന്നാണ് മഹാരാഷ്ട്രയിലാണ് 27% വരുന്നത്. 44% എവിടെയാണ്? കർണാടകത്തിലാണ്. 29% ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലുമായിട്ടാണ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് കാവേരി നദി. കർണാടകത്തിലെ കൊടക് ജില്ലയിൽ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത്. കാവേരി നദി ഉത്ഭവിക്കുന്ന എവിടെ നിന്നാണ്? കർണാടകയിലെ കൊടക് ജില്ലയിലുള്ള ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ്. 800 കിലോമീറ്റർ നീളമുള്ള നദിയുടെ നദീതടം പറയുന്നത് എത്രയാണ്? 81,155 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതമാണ്. 800 കിലോമീറ്റർ നീളമാണെന്ന് പഠിച്ചു വെച്ചിരിക്കാം. നദിയുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ ഉപരിഭാഗങ്ങളിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തും കീഴ്ഭാഗങ്ങളിൽ വടക്കിഴക്കൻ മൺസൂൺ കാലത്തും മഴ ലഭിക്കുന്നതിനാൽ മറ്റു ഉപദ്വീപീയ നദികളെ അപേക്ഷിച്ച് വർഷത്തിലുടനീളം നീരൊഴുക്കിൽ കാര്യമായ ഏറ്റക്കുറച്ചിലുണ്ടാകാറില്ല. അപ്പോൾ എന്നാണ് ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂണും അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ മൺസൂണും ഇവിടെ ലഭിക്കുന്നതിനാൽ തന്നെ അവിടെ മഴ നന്നായി ലഭിക്കുന്ന കാരണം അവിടെ വെള്ളത്തിന് കുറവ് വരുന്നില്ല അല്ലേ. കാവേരി തടത്തിന് 3% കേരളത്തിലും 42% കർണാടകത്തിലും 56% തമിഴ്നാട്ടിലുമാണ്. 3% കേരളത്തിൽ വരുന്നുണ്ട്. നമുക്കറിയാം കബനി, ഭവാനി, പാമ്പാർ എന്നിവ എന്താണ് ഈ കാവേരിയുടെ പോഷക നദികളാണ് അല്ലേ. പിന്നെന്താ പറയുന്നത് 42% കർണാടകത്തിലാണ്. കബനിയും ഭവാനിയാണ് വരുന്നത് അല്ലേ. കർണാടക എന്താണ് ഈ കാവേരിയുടെ പോഷക നദികൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? കബനിയും ഭവാനിയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് കാവേരി തടത്തിൻ്റെ 3% കേരളത്തിലാണ്, 42% കർണാടകത്തിലാണ്, 56% തമിഴ്നാട്ടിലാണ്. കബനി, ഭവാനി, അമരാവതി എന്നിവയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ. കാവേരിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, അമരാവതി എന്നിവയാണ്. അപ്പോൾ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത്. 850 കിലോമീറ്റർ നീളമാണുള്ളത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ സമയത്തും വടക്ക് കിഴക്കൻ മൺസൂൺ സമയത്തും ഒക്കെ എന്താണ് മഴ ലഭിക്കുന്ന കാരണം ഇതങ്ങനെ വറ്റാത്ത നദിയും കൂടിയാണ്. പിന്നെ 3% കേരളത്തിലാണെന്നുണ്ടെങ്കിൽ 42% കർണാടകയിലാണ്, 56% തമിഴ്നാട്ടിലാണ്. പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, അമരാവതി എന്നിവയാണ്. ഇനി അമർകണ്ടക് പീഠഭൂമിയുടെ പടിഞ്ഞാറൻ ചെരിവിൽ നിന്നും 1057 മീറ്റർ ഉയരത്തിൽ നിന്നുമാണ് നർമ്മദ നദി ഉത്ഭവിക്കുന്നത്. നർമ്മദ നദി ഉത്ഭവിക്കുന്ന എവിടെ നിന്നാണ്? അമർകണ്ടക് പീഠഭൂമിയുടെ പടിഞ്ഞാറൻ ചെരിവിൽ നിന്നാണ് നർമ്മദ നദി ഉത്ഭവിക്കുന്നത്. വടക്ക് വിന്ധ്യ പർവ്വതത്തിനും തെക്ക് സൽപുര പർവ്വതത്തിനും ഇടയിലുള്ള ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഈ നദി മാർബിൾ ശിലയിൽ മനോഹരമായ ഗിരികന്ദ്രങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഓക്കെ, കൂടാതെ ജബൽപൂരിനടുത്ത് ധുവാന്തർ വെള്ളച്ചാട്ടം നിർമ്മിച്ചുകൊണ്ട് ഒഴുകുന്നു. അപ്പോൾ നർമ്മദ നദിയിലാണെന്നുള്ളത് ധുവാന്തർ വെള്ളച്ചാട്ടം ഉള്ളത്. പിന്നെ 1312 കിലോമീറ്റർ ഒഴുകി ബറൂച്ചിന് തെക്കായി 27 കിലോമീറ്റർ നീളത്തിൽ വിശാലമായ അഴിമുഖം സൃഷ്ടിച്ചുകൊണ്ട് അറബിക്കടലിൽ പതിക്കുന്നു. പിന്നെ നമുക്കറിയാം സർദാർ സരോവർ ഡാം അല്ലേ. സർദാർ സരോവർ ഡാം നിർമ്മിച്ചിട്ടുള്ളത് നർമ്മദ നദിയിലാണ്. ഇനി പടിഞ്ഞാറോട്ട് ഒഴുകുന്ന മറ്റൊരു പ്രധാന നദിയായ താപ്തി മധ്യപ്രദേശിലെ ബേട്ടൂൽ ജില്ലയിൽ മുൾത്തായിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. മുൾത്തായ് പീഠഭൂമിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഈ താപ്തി നദി ഉത്ഭവിക്കുന്നത്. താപ്തി നദി എന്നാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയാണ്. 724 കിലോമീറ്റർ നീളമാണ് വരുന്നത്. താപ്തി നദീതടത്തിന് 79% മഹാരാഷ്ട്രയിലാണ്, 15% മധ്യപ്രദേശിലും, ശേഷിക്കുന്ന 6% എവിടെയാണ്? ഗുജറാത്തിലുമാണ്. ഇനി ആരവല്ലിക്ക് പടിഞ്ഞാറായുള്ള രാജസ്ഥാനിലെ ഏറ്റവും വലിയ നദീവ്യൂഹമാണ് ലൂണി. ആരവല്ലിക്ക് പടിഞ്ഞാറായുള്ള രാജസ്ഥാനിലെ ഏറ്റവും വലിയ നദീവ്യൂഹമാണ് ലൂണി. പുഷ്കറിനടുത്ത് നിന്ന് ഉത്ഭവിക്കുന്ന സരസ്വതി, സബർമതി എന്നീ 2 ശാഖകൾ അരാവലി നിരകൾ കടന്ന് ഗോവിന്ദ്ഗഡിൽ സംഗമിക്കുന്നതോടെ ലൂണി നദി രൂപം കൊള്ളുന്നു. അപ്പോൾ ലൂണി നദി എന്നാണ് സരസ്വതി, സബർമതി എന്നീ 2 ശാഖകളെ പുഷ്കറിനടുത്ത് നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് പറഞ്ഞു. സരസ്വതി, സബർമതി എന്നീ 2 ശാഖകൾ അരാവലി നിരകൾ കടന്ന് ഗോവിന്ദ്ഗഡിൽ സംഗമിക്കുമ്പോഴാണ് ലൂണി നദി രൂപം കൊള്ളുന്നത്. പിന്നെ ടെൽവാര വരെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ലൂണി പിന്നീട് തെക്ക് പടിഞ്ഞാറൻ ദിശയിൽ സഞ്ചരിച്ച റേൻ ഓഫ് കച്ചിൽ ചേരുന്നുണ്ട്. ഈ നദീവ്യൂഹത്തിൽ മഴക്കാലത്ത് മാത്രമാണ് നീരൊഴുക്കുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാനുള്ളത്, ഉപദ്വീപീയ നദികളെക്കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. ഉപദ്വീപീയ നദികളെക്കുറിച്ച് ഒന്നും കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് തുടങ്ങണം? ഉപദ്വീപീയ നദികൾ എന്ന് വെച്ചാൽ എന്താണ്? നന്നായി പഴക്കമുള്ള നദികളാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആഴം കുറഞ്ഞ താഴ്വരകളാണെന്ന് പറഞ്ഞു അല്ലേ. പിന്നെ ഈ ഉപദ്വീപീയ നദികളെ നമുക്ക് പടിഞ്ഞാറ് അറബിക്കടലിലേക്ക് എത്തുന്നവയും അതുപോലെ തന്നെ എന്താണ് ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുകുന്നവയും നമുക്കങ്ങനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. നർമ്മദ താപ്തിയാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്നത്. ബാക്കി നദികളൊക്കെ എന്താണ്? കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണെന്ന് പറഞ്ഞു അല്ലേ. ഇനി പ്രധാനമായിട്ട് വരുന്ന പരിണാമങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരിക്കുക. പിന്നെ നദീവ്യൂഹങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ നദിയാണ് മഹാനദി. കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണ് പ്രധാനപ്പെട്ട മഹാനദി. മഹാനദി ഉത്ഭവിക്കുന്ന എവിടെ നിന്നാണ്? ഛത്തീസ്ഗഡിലെ റായ്പൂർ ജില്ലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അല്ല. എത്രയാണ് നീളം ചോദിക്കുന്നത്? 851 കിലോമീറ്ററാണ് മഹാനദിയുടെ നീളം എന്ന് പറയുന്നത്. ഒഡീഷയിലൂടെ ഒഴുകിയിട്ട് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദി കൂടിയാണ് മഹാനദി. ഇനി പിന്നെ ഈ ശതമാനങ്ങളൊന്നും പഠിച്ചില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. എന്നാലും നമ്മൾ NCERT പഠിക്കുന്ന കാരണം പറയാൻ പറ്റില്ല എവിടെ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വരാമെന്നൊന്നും പറയാൻ പറ്റില്ല. പഠിച്ചു വെച്ചിരിക്കുക. 53% മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലുമാണ് വ്യാപിച്ചു കിടക്കുന്നത്. 47% എവിടെയാണ്? ഒഡീഷയിലാണ്.
ഇനി ഏറ്റവും വലിയ ഉപദ്വീപ നദിയാണ് ഗോദാവരി. ഗോദാവരി ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നുണ്ട്. നാസിക് ജില്ലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത് അല്ലേ. പോഷക നദികൾ കൂടുതലായിട്ട് മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശൊക്കെയാണ് ഈ പോഷക നദികൾ കൂടുതലായിട്ട് ഒഴുകുന്നത്. 1465 കിലോമീറ്ററാണ് നീളം വരുന്നത്. പിന്നെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് പെൺഗംഗ, ഇന്ദ്രാവതി, പ്രാൺഹിത, മഞ്ചിര എന്നിവ. പിന്നെ ഡെൽറ്റ ഭാഗങ്ങളിൽ മാത്രമാണ് ഇവിടെ എന്തുള്ളത്, ഗതാഗതമുള്ളത് അല്ലേ. ഇനി രണ്ടാമത്തെ കിഴക്കോട്ട് ഒഴുകുന്ന രണ്ടാമത്തെ വലിയ നദി ചോദിക്കുകയാണെങ്കിൽ കൃഷ്ണ നദിയാണ്. കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? സഹ്യാദ്രിയിലെ മഹേബലേശ്വർ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതുപോലെ തന്നെ 1401 കിലോമീറ്റർ വരെയാണ് നീളം വരുന്നത്. പോഷക നദികൾ വരുന്നത് ഏതൊക്കെയാണ്? കൊയ്ന, തുംഗഭദ്ര, ഭീമ എന്നിവയാണ്. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതാണ് കാവേരി നദി അല്ലേ. കാവേരി നദി ഉത്ഭവിക്കുന്നത് കർണാടകയിൽ നിന്ന് കൊടക് ജില്ലയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ്. കർണാടകയിലെ ഈ കാവേരി നദിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണ്? ഇത് പെട്ടെന്ന് അങ്ങനെ വെള്ളമില്ലാത്ത ഒരു അവസ്ഥ വരുന്നില്ല അല്ലേ. കാരണം തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാലത്തും വടക്കിഴക്ക് മൺസൂൺ കാലത്തൊക്കെ നന്നായിട്ട് മഴ ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ കാവേരിയുടെ കൂടുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയാണ് കാണപ്പെടുന്നത്? കർണാടകയിൽ തന്നെയാണ്. 3% കേരളത്തിലുണ്ട്. കബനി, ഭവാനി, അമരാവതിയൊക്കെ പ്രധാനപ്പെട്ട പോഷക നദികളാണ്. നെക്സ്റ്റ് നർമ്മദ നദി. നർമ്മദ നദി എവിടെയാണ് പറഞ്ഞത്? പടിഞ്ഞാറാണ്, അറബിക്കടലിലാണ് പതിക്കുന്നതെന്ന് പറഞ്ഞു. അമർകണ്ടക് പീഠഭൂമിയുടെ പടിഞ്ഞാറൻ ജില്ലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. 1057 മീറ്ററാണ് നീളമുള്ളത് അല്ലേ. പിന്നെ ഇവിടെ നർമ്മദയിൽ പ്രധാനമായിട്ടും സർദാർ സരോവർ ഡാം നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദ്വാന്ദ്ര വെള്ളച്ചാട്ടം ഇവിടെ കാണപ്പെടുന്നുണ്ട്. ഇനി താപ്തി നോക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന പ്രധാനപ്പെട്ട പോഷക നദിയാണ് താപ്തി. മധ്യപ്രദേശിലെ ബേട്ടുൽ ജില്ലയിലെ മുൽത്തായിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. 724 കിലോമീറ്റർ നീളമാണ് വരുന്നത്. ഇനി എന്താണ് ലൂണി അല്ലേ. ലൂണി എന്ന് വെച്ചാൽ അരവല്ലിക്ക് പടിഞ്ഞാറായുള്ള രാജസ്ഥാനിലെ ഏറ്റവും വലിയ നദീവ്യൂഹമാണ് ലൂണി എന്ന് പറയുന്നത്. പുഷ്കറിനടുത്ത് ഉത്ഭവിക്കുന്ന സരസ്വതി, സബർമതി എന്നീ 2 ശാഖകൾ അരവല്ലി നദികൾ കടന്ന് ഗോവിന്ദ് ഖണ്ഡിൽ സംഗമിക്കുമ്പോഴാണ് ഈ ലൂണി നദി രൂപം കൊള്ളുന്നത് എന്നും പറഞ്ഞു. ഓക്കെ. ഇനി പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ചെറു നദികൾ. അറബിക്കടലിലേക്ക് ഒഴുകുന്ന മിക്ക നദികളും താരതമ്യേന ചെറുതാണ്. ഇവയ്ക്ക് ദൈർഘ്യം കുറവായത് എന്തുകൊണ്ടായിരിക്കാം? ഗുജറാത്തിലെ അമേലി ജില്ലയിൽ ദൽ കവയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഷേത്രുണിജി ഇത്തരമൊരു ചെറു നദിയാണ്. ചെറിയ നദികളെ കുറിച്ചിട്ടാണ് ഇനി പറയുന്നത് കേട്ടോ. ഷേത്രുണിജി ചെറു നദിയാണ്. ഭദ്രാ നദി രാജ്കോട്ട് ജില്ലയിലെ അന്യാലി ഗ്രാമത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഭദ്രാ നദി. പഞ്ചമഹൽ ജില്ലയിൽ ഗണ്ടാർ ഗ്രാമത്തിൽ നിന്നാണ് ദാദർ നദി ആരംഭിക്കുന്നത്. സബർമതിയും മാഹിയുമാണ് ഗുജറാത്തിലെ 2 പ്രധാനപ്പെട്ട നദികൾ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഗുജറാത്തിലെ അമേലി ജില്ലയിലെ ദൽക്കവിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഷേത്രുണിജി എന്ന് പറയുന്ന നദി. അതുപോലെ തന്നെ ഭദ്രാ നദി അല്ലേ. ഭദ്രാ നദി രാജ്കോട്ട് ജില്ലയിലെ അന്യാലി ഗ്രാമത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. പഞ്ചമഹൽ ജില്ലയിൽ ഗണ്ടാർ ഗ്രാമത്തിൽ നിന്നാണ് ദാദർ നദി ആരംഭിക്കുന്നത്. ഗുജറാത്തിലെ 2 പ്രധാനപ്പെട്ട നദികളാണ് സബർമതിയും മഹിയും. നാസിക് ജില്ലയിലെ ത്രയാമ്പിക്കുന്നുകളിൽ 670 മീറ്റർ ഉയരത്തിൽ നിന്നാണ് വൈതരണ നദിയുടെ ആരംഭം. വൈതരണ നദി നാസിക് ജില്ലയിലെ ത്രയാംബക കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇനി കാളിന്തി നിന്ന് നോക്കുകയാണെങ്കിൽ ബൽഗാം ജില്ലയിൽ ആരംഭിച്ചിട്ട് കാർവാർ ഉൾക്കടലിലേക്ക് പതിക്കുന്നു. കാളിന്തി നദി ബൽഗാം ജില്ലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. 161 കിലോമീറ്റർ ദൂരം ഒഴുകുന്ന ബേഡ്തി നദി ഹൂബ്ലി ധർവാറിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. കർണാടകത്തിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഒരു പ്രധാനപ്പെട്ട നദിയാണ് ശരാവതി. ശിവമോഗ ജില്ലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. എന്നാണ് നാസിക് ജില്ലയിലെ ത്രയാമ്പിക്കുന്നുകളിൽ നിന്നാണ് വൈതരണ നദി ഉത്ഭവിക്കുന്നത്. ഇനി കാളിന്തി നദി ബൽഗാം ജില്ലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതുപോലെ തന്നെ ബേഡ്തി നദി ഹൂബ്ലി തറവാറിൽ നിന്നാണ് ഒഴുകുന്നത്. ഇനി കർണാടകത്തിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന പ്രധാനപ്പെട്ട നദിയായിട്ടുള്ള ശരാവതി നദി ശിവമോഗ ജില്ലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇനി ഗോവയിലെ 2 പ്രധാനപ്പെട്ട നദികളാണ് മണ്ഡോവി നദിയും ജുവാരി നദിയും. കേരളത്തിലെ നീളമേറിയ നദിയായ ഭാരതപ്പുഴ ആനമലക്കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. നമുക്കറിയാം അല്ലേ. കേരളത്തിൽ നീളമേറിയ നദി ഏതാണ്? ഭാരതപ്പുഴയാണ്. കേരളത്തിലെ നീളമേറിയ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. ഇവിടെ ഭാരതപ്പുഴയെക്കുറിച്ചാണ് പറയുന്നത്. ഭാരതപ്പുഴ ആനമലക്കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പൊന്നാനി പുഴ എന്നറിയപ്പെടുന്ന ഭാരതപ്പുഴയുടെ നദീതടം 5397 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയാണ്. ഇതിനെ കർണാടകയിലെ ശരാവതി നദിയുടെ വൃഷ്ടി പ്രദേശമായി താരതമ്യം ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട നദിയായ പമ്പ 177 കിലോമീറ്റർ ഒഴുകി വേമ്പനാട്ട് കായലിൽ പതിക്കുന്നു. അപ്പോൾ ചെറിയ നദികളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഒന്ന് എന്താണ്? ഗുജറാത്തിലെ അമേലി ജില്ലയിലെ ദൽക്കവിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഷേത്രുണിജി നദി. പിന്നെ പറഞ്ഞത് എന്താണ്? ഭദ്രാ നദി രാജ്കോട്ട് ജില്ലയിലെ അന്യാലി ഗ്രാമത്തിൽ നിന്ന് ആരംഭിക്കുന്നു. പിന്നെ ദാദർ നദി പഞ്ചമഹൽ ജില്ലയിലെ ഗണ്ടാർ ഗ്രാമത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഓക്കെ. ഗുജറാത്തിലെ 2 പ്രധാനപ്പെട്ട നദികളാണ് സബർമതിയും മഹിയും. ഇനി നാസിക് ജില്ലയിലെ ത്രയാംബക കുന്നുകളിൽ നിന്നാണ് വൈതരണി നദി ഉത്ഭവിക്കുന്നത്. ഇനി കാളിന്തി നദി ബൽഗാം ജില്ലയിൽ ആരംഭിച്ച് കാർവാർ ഉൾക്കടലിലൂടെ പതിക്കുന്നു. ബേഡ്തി നദിയാണെങ്കിലോ ബേഡ്തി നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ഹൂബ്ലി ധർവാറിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇനി ശരാവതി നദിയാണെന്നുണ്ടെങ്കിൽ ശിവമോഗ ജില്ലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പിന്നെ എന്താ പറഞ്ഞത്? ഗോവയിലെ 2 പ്രധാനപ്പെട്ട നദികളാണ് മണ്ഡോവിയും ജുവാരി നദി അല്ലേ.
പിന്നെ ഭാരതപ്പുഴ നദി എവിടെ നിന്നാണ്? ആനമല കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പിന്നെ ഇത് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് ശരാവതി നദിയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അത്രയും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നു. ഓക്കെ, കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയായ പെരിയാറിനെ, വലിയ നദി തന്നെയാണ് പെരിയാർ തന്നെയാണല്ലേ. പെരിയാറാണ് ഏറ്റവും വലിയ നദി, രണ്ടാമത്തെയാണ് ഭാരതപ്പുഴ വരുന്നത് കേട്ടോ. ഓക്കെ, പമ്പ നോക്കുകയാണെങ്കിൽ 177 കിലോമീറ്റർ ആണ്. പെരിയാർ നദിയെ നോക്കുകയാണെങ്കിൽ 5243 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുമുണ്ട്. നോക്കി ഇവിടെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ചെറു നദികളുടെ പ്രത്യേകതകളും വൃഷ്ടി പ്രദേശമൊക്കെ തന്നിട്ടുണ്ട്. സബർമതി എത്രയാണെന്നും വാഹി എത്രയാണെന്നും ഒക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരിക്കാം കേട്ടോ. ഇനി കിഴക്കോട്ട് ഒഴുകുന്ന ചെറുനദികൾ. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച് എന്തായിരുന്നു? പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ചെറുനദികളായിരുന്നു. ഇനി കിഴക്കോട്ട് ഒഴുകുന്ന ചെറുനദികൾ കേട്ടോ. കിഴക്കോട്ട് ഒഴുകുന്ന ധാരാളം ചെറുനദികളുണ്ട്. ഇവ ബംഗാൾ ഉൾക്കടലിൽ ചേരുന്നു. ചെറുതെങ്കിലും ഇവ പ്രധാനപ്പെട്ടവയാണ്. സുബർണരേഖ, ബൈതർണി, ബ്രാഹ്മണി, വംശധാര, പെണ്ണാർ, പാലാർ, വൈഗി എന്നിവയാണ് പ്രധാനപ്പെട്ട നദികൾ. അപ്പോൾ കിഴക്കോട്ട് ഒഴുകുന്ന ചെറുനദികൾ ഏതൊക്കെയാണ്? സുബർണരേഖ, ബൈതർണി, ബ്രാഹ്മണി, വംശധാര, പെണ്ണാർ, പാലാർ, വൈഗി എന്നിവയാണ്. സുബർണരേഖ, ബൈതർണി, ബ്രാഹ്മണി, വംശധാര, പെണ്ണാർ, പാലാർ, വൈഗി എന്നിവയാണ്. ഇനി കിഴക്കോട്ട് ഒഴുകുന്ന ചെറുനദികളുടെ പ്രത്യേകതകൾ വൃഷ്ടി പ്രദേശങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ജസ്റ്റ് വായിച്ചു വെച്ചിരിക്കാം. ഇനി നദീ നീരൊഴുക്ക് ക്രമം. നദികളിൽ വർഷം മുഴുവൻ ഒഴുകുന്ന ജലത്തിൻ്റെ അളവ് ഒരുപോലെയല്ല. ഇത് ഋതുക്കൾക്കനുസരിച്ച് വ്യത്യാസമായിരിക്കും അല്ലേ. ഒരു വർഷക്കാലയളവിൽ നദിയിലെ നീരൊഴുക്കിൻ്റെ പൊതു സ്വഭാവമാണ് നദീ നീരൊഴുക്ക് ക്രമം എന്ന് പറയുന്നത്. എന്താണ് നദീ നീരൊഴുക്ക് ക്രമം? ഒരു വർഷക്കാലയളവിൽ നദിയിലേക്ക് ഒഴുകുന്ന നീരൊഴുക്കിൻ്റെ പൊതു സ്വഭാവത്തെയാണ് നദീ നീരൊഴുക്ക് ക്രമം എന്ന് പറയുന്നത്. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ വറ്റാത്ത നദികളാണ്. കാരണം അവയ്ക്ക് ഹിമാലയങ്ങളിൽ നിന്ന് മഞ്ഞുരുകുകയും അതുപോലെ തന്നെ മഴക്കാലത്ത് മഴയിൽ നിന്നൊക്കെ വെള്ളം ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ എന്താണ്? വറ്റാത്ത നദികളാണ്. കാരണം എന്താണ്? അവിടെ മഞ്ഞുരുകിയിട്ട് വെള്ളം ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നന്നായിട്ട് മഴയും ലഭിക്കുന്നുണ്ട് അല്ലേ. ദക്ഷിണേന്ത്യൻ നദികൾ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന എല്ലാത്തിനാൽ തന്നെ അവിടെ നീരൊഴുക്ക് ക്രമത്തിൽ ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടുന്നു. മൺസൂൺ മഴക്കാലത്ത് നീരൊഴുക്ക് ക്രമാനുഗതമായി വർദ്ധിച്ചു വരുന്നു. അതിനാൽ ദക്ഷിണേന്ത്യൻ നദികളുടെ നീരൊഴുക്ക് ക്രമം ലഭിക്കുന്ന മഴയുടെ അളവിനനുസൃതമായി നിയന്ത്രിക്കപ്പെടുന്നു. ഉപദ്വീപീയ പീഠഭൂമിയിലെ മഴ ലഭ്യത ഓരോ പ്രദേശത്തും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താ പറയണമെന്ന് വെച്ചാൽ, ഇപ്പോൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളും കിഴക്കോട്ട് ഒഴുകുന്ന നദികളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ പറഞ്ഞു, കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ്? ഹിമാലയ നദികളെക്കുറിച്ച് പറഞ്ഞു, ഉപദ്വീപീയ നദികളെക്കുറിച്ച് പറഞ്ഞു. ഹിമാലയ നദികളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എപ്പോഴും എന്താണ്? വെള്ളം ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? അവിടെ ഹിമാലയങ്ങളൊക്കെ ഉരുകുന്നുണ്ട്, നന്നായിട്ട് ഉരുകിയിട്ട് വെള്ളം ലഭിക്കുന്നുണ്ട്, അല്ലാതെ തന്നെ നന്നായി മഴ ലഭിക്കുന്നുണ്ട്. എന്നാൽ ദക്ഷിണേന്ത്യൻ നദികളൊക്കെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിമാലയയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ അല്ലാതെ ദക്ഷിണേന്ത്യൻ നദികളൊക്കെ എന്താണ്? ഹിമാലയയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളല്ലാതിനാൽ തന്നെ അവിടെ മഞ്ഞുരുകിയിട്ട് വെള്ളം ലഭിക്കുന്നില്ല. പക്ഷെ മഴക്കാലത്ത് നന്നായിട്ട് മഴ ലഭിക്കുന്നുണ്ട് അല്ലേ. മഴക്കാലത്ത് നന്നായിട്ട് മഴ ലഭിക്കുന്നുണ്ടെന്നും പറയുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ മഴയെ ആശ്രയിച്ചിട്ടാണ് ഇവിടെ എന്ത് വരുന്നത്? ഈ വെള്ളം എത്രത്തോളം ഉണ്ടെന്നുള്ളത് അറിയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഹിമാലയ നദികളും എന്തായാലും ഉപദ്വീപ നദികളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവ തമ്മിലുള്ള ഒരു താരതമ്യം കൂടെ പറയുന്നുണ്ട്. ജസ്റ്റ് എന്തായാലും പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. ഉത്ഭവസ്ഥാനം നോക്കുകയാണെങ്കിൽ ഹിമാലയ നദികൾ എവിടെ നിന്നാണ്? ഹിമാലയങ്ങളിൽ നിന്നാണ്, ഹിമാലയ പർവ്വതത്തിൽ നിന്നാണ്. എന്നാൽ ഉപദ്വീപ നദികൾ ഉപദ്വീപീയ പീഠഭൂമിയും മധ്യ ഉന്നതതടത്തിൽ നിന്നാണ് ഉപദ്വീപീയ നദികൾ ഉത്ഭവിക്കേണ്ടത്. ഇനി നീരൊഴുക്ക് നോക്കുകയാണെങ്കിൽ ഹിമാലയ നദികൾ എന്നാണ്? വറ്റാത്തവയാണ്. ഹിമാലയങ്ങളിൽ നിന്നും മഴയിൽ നിന്നും വെള്ളം ലഭിക്കുന്നുണ്ട്. ഉപദ്വീപീയ നദികളാണെന്നുണ്ടെങ്കിൽ എന്താണ്? കാലികമാണ്. അത് മൺസൂൺ മഴയെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത് അല്ലേ. അതാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് പറഞ്ഞിട്ട് അത് അങ്ങോട്ട് പോകാം ഒന്നുകൂടി. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു മഴയെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു നദിയിലൂടെ ഒഴുകുന്ന ജലത്തിൻ്റെ അളവിനെയാണ് നീരൊഴുക്കിൻ്റെ തോത് എന്ന് പറയുന്നത്. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ജലത്തിലൂടെ ഒഴുകുന്ന നീരൊഴുക്കിൻ്റെ അളവിനെയാണ് നീരൊഴുക്കിൻ്റെ തോത് എന്ന് പറയുന്നത്. ഇതൊരു സെക്കൻഡിൽ എത്ര ഘന അടി അല്ലെങ്കിൽ എന്താണ് ഒരു സെക്കൻഡിൽ എത്ര ഘന മീറ്റർ എന്ന ഏകകത്തിലാണ് കണക്കാക്കുന്നത്. ഗംഗാ നദിയിലെ ഏറ്റവും കുറഞ്ഞ നീരൊഴുക്ക് ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിലാണ്. ഗംഗാ നദിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ നദിയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഗംഗാ നദിയിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ നീരൊഴുക്ക് എപ്പോഴാണ്? ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിലാണ് കുറഞ്ഞ നീരൊഴുക്ക് വരുന്നത്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ നന്നായിട്ട് നീരൊഴുക്ക് കാണപ്പെടാം. കാരണം മഴക്കാലമാണല്ലേ. മഴക്കാലത്ത് ഗംഗാ നദിക്ക് മൺസൂൺ ക്രമമായിരിക്കും. സെപ്റ്റംബറിന് ശേഷം നീരൊഴുക്കിൽ കുറവ് സംഭവിക്കാം. മഴക്കാലത്ത് നന്നായിട്ട് മഴ ലഭിക്കുന്നത് ഏത് സമയത്താണെന്നാണ് ഇവിടെ പറയുന്നത്? നീരൊഴുക്ക് ജനുവരി മുതൽ ജൂൺ വരെ ഉള്ള കാലയളവിലാണ് ഏറ്റവും കുറഞ്ഞ നീരൊഴുക്ക് അനുഭവപ്പെടുന്നത്. എന്നാൽ ഓഗസ്റ്റിന് ശേഷം എന്താണ്? നല്ല മഴ ലഭിക്കുന്നതിനാൽ തന്നെ അവിടെ നിന്ന് നല്ല നീരൊഴുക്കുണ്ട്. ഇനി വേനലിൻ്റെ ആരംഭത്തിൽ തന്നെ മഞ്ഞുരുകുന്നതിനാൽ മൺസൂൺ മഴ വരുന്നതിന് മുമ്പ് തന്നെ ഗംഗാ നദിയിൽ വളരെ ശക്തിയായ നീരൊഴുക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ വേനൽക്കാലം വരുന്നതിന് മുമ്പ് തന്നെ, അതായത് വേനൽക്കാലത്തിന് തുടക്കത്തെ സമയത്ത് ചൂട് കാരണം എന്ത് സംഭവിക്കാം? മഞ്ഞുരുകിൽ. ആ സമയത്ത് എന്താണ്? അവിടെ വെള്ളം നന്നായിട്ട് ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഹിമാലയ നദികളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ രണ്ട് ഉപദ്വീപീയ നദികൾ അവയുടെ നീരൊഴുക്ക് ക്രമത്തിൽ ശ്രദ്ധേയമായ വ്യത്യാസം കാണിക്കുന്നുണ്ട്.
ജനുവരി മുതൽ ജൂലൈ വരെ നർമ്മദയിലെ നീരൊഴുക്കിൻ്റെ അളവ് വളരെ കുറവാണ്. ജനുവരി മുതൽ ജൂലൈ വരെ നർമ്മദയിലെയും നീരൊഴുക്കിൻ്റെ അളവ് വളരെ കുറവാണ്. കാരണം നേരത്തെ പറഞ്ഞ ഗംഗാ നദിയുടെ പോലെ തന്നെയാണ് ഓഗസ്റ്റ് മാസത്തിന് ശേഷമാണ് അവിടെ നന്നായും മഴ വരുന്നത് അല്ലേ. ഇനി ഗോദാവരി നദിയിൽ നോക്കുകയാണെങ്കിൽ മെയ് മാസത്തിലാണ് ഏറ്റവും കുറവ് നീരൊഴുക്ക് ഉണ്ടാകുന്നത്. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നന്നായിട്ടുണ്ടാകും. നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ സംഭവം തന്നെയാണ് എല്ലാ നമ്മൾ നോക്കുന്ന എല്ലാ ഇതിലും അല്ലേ. ഗോദാവരിയിലാണെന്നുണ്ടെങ്കിലും ശരി, ഗംഗയിലാണെന്നുണ്ടെങ്കിലും ഓഗസ്റ്റിന് ശേഷമാണ് നന്നായിട്ട് മഴ ലഭിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടേക്ക് വീണ്ടും ചെല്ലാം കേട്ടോ. നീരൊഴുക്കിൻ്റെ തരം. ഹിമാലയ നദികളിലാണെന്നെങ്കിൽ സമതല പ്രദേശങ്ങളിൽ വൃക്ഷശിഖര മാതൃക തീർക്കുന്ന പൂർവ്വകാല നീരൊഴുക്കാണ്. നമ്മൾ പറഞ്ഞു എന്താണ് വൃക്ഷശിഖര മാതൃക എന്നാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഹിമാലയ നദികളാണെങ്കിൽ വൃക്ഷശിഖര മാതൃകയാണ്. എന്നാൽ ഉപദ്വീപ് നദികളാണെങ്കിൽ ബാക്കി വരുന്ന എല്ലാ മാതൃകകളും ചില കേന്ദ്രപ്രഭ ചതുരാകൃതി മാതൃകകളൊക്കെ കാരണം ഇതാണ് ഉപദ്വീപ് നദികളാണ്. എന്നാൽ ശിഖരാകൃതിയാണ് ഹിമാലയ നദികളിൽ വരുന്നത്. നദിയുടെ പ്രാകൃതം നോക്കുകയാണെങ്കിൽ നീളമേറിയ ചാലുകൾ ദുർഘടമായ പർവ്വതങ്ങളിലൂടെ ഒഴുകുമ്പോൾ ശീർഷതല അപരദനം, നദി അപഹരണം, സമതലങ്ങളിൽ വലയങ്ങൾ രൂപപ്പെടൽ, ഗതി മാറി ഒഴുകൽ എന്നിവ അനുഭവപ്പെടുന്നു. അപ്പോൾ ഹിമാലയ നദികളുടെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നീളമേറിയ ചാലുകളുണ്ട്, ദുർഘടമായ പർവ്വതങ്ങളിലൂടെ ഒഴുകുമ്പോൾ ശീർഷതല അപരദനം സംഭവിക്കുന്നുണ്ട്, നദി അപഹരണം സംഭവിക്കുന്നു, സമതലങ്ങളിൽ വലയങ്ങൾ രൂപപ്പെടുന്നു, ഗതി മാറി ഒഴുകലൊക്കെ അനുഭവപ്പെടുന്നു. എന്നാൽ ഉപദ്വീപീയ താഴ്വരകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉപദ്വീപീയ നദികൾ നോക്കുകയാണെങ്കിൽ കൃത്യമായി ക്രമീകരിക്കപ്പെട്ട താഴ്വരകളോട് പ്രീതം ചെറുതും സ്ഥിരതയുള്ളതുമായിട്ടുള്ള ചാലുകളാണ്. ഇനി ഹിമാലയ നദികളാണെങ്കിൽ വളരെ വിസ്തൃതമായിട്ടുള്ള തടങ്ങളാണ്. എന്നാൽ ഈ ഉപദ്വീപീയ നദികൾ നോക്കുകയാണെങ്കിൽ താരതമ്യേന വിസ്തൃതി കുറഞ്ഞ തടങ്ങളാണ്. ഇനി താഴ്വരകളുടെ ആഴം വർദ്ധിപ്പിക്കുന്ന യുവത്തക്കടലിലെ തീവ്രശക്തിയുള്ള നീരൊഴുക്കാണ് ഇവിടെ വരുന്നത്, ഹിമാലയ നദികളിൽ വരുന്നത്. എന്നാൽ താഴ്വരകളുടെ ആഴം വർദ്ധിപ്പിക്കുന്ന യുവത്തക്കടലിലെ തീവ്രശക്തിയുള്ള നീരൊഴുക്കാണ്. എന്നാൽ ഇവിടെയാണെങ്കിലും അപക്ഷയത്തിലൂടെ ഏറെക്കുറെ നിരപ്പായ തലത്തിൽ എത്തിച്ചേർന്ന പ്രായ ആധിക്യമുള്ള നദികളാണ്. അപ്പോൾ രണ്ട് നദികളെയും കുറിച്ചിട്ടുള്ള ഇതാണ് പറയുന്നത്. ഒന്ന് ഹിമാലയങ്ങൾ നിറഞ്ഞ ഹിമാലയ പർവ്വതം അല്ലേ. ഹിമാലയ നദികളെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഹിമാലയങ്ങൾ നിറഞ്ഞ ഹിമാലയ പർവ്വതമാണ്. എന്നാൽ ഉപദ്വീപീയ നദികളാണെന്നുണ്ടെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമിയും മധ്യ ഉന്നതടവുമാണ് പ്രധാനമായിട്ടുള്ള ഉത്ഭവസ്ഥാനം വരുന്നത്. ഇനി നീരൊഴുക്കിലെ സ്വഭാവം നോക്കുകയാണെങ്കിൽ ഹിമാലയ നദികൾ പറ്റാത്തവയാണ്. കാരണം ഹിമാലയയിൽ നിന്ന് മഴ ലഭിക്കുന്നുണ്ട്. ഉപദ്വീപീയ നദികളാണെന്നുണ്ടെങ്കിൽ പറ്റുന്നുണ്ട് അല്ലേ. മഴയെ ആശ്രയിച്ചിട്ടാണ്. ഈ ഹിമാലയ നദികളിലാണെന്നുണ്ടെങ്കിൽ ശിഖര മാതൃകയാണ്. ബാക്കി വരുന്ന മാതൃകകളൊക്കെ ഉപദ്വീപീയ നദികളിൽ വരുന്നുണ്ട്. ഈ നദിയുടെ പ്രാകൃതം നോക്കുകയാണെങ്കിൽ ഹിമാലയ നദികളിലെ ചാലുകളും ദുർഘടമായിട്ടുള്ള നദീ അപഹരണങ്ങളും അതുപോലെ തന്നെ വലയങ്ങളും ഗതിമാറി ഒഴുകലൊക്കെ അവിടെ അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ ഉപദ്വീപീയ നദികളിലാണെങ്കിൽ കൃത്യവും ചിട്ടയോടും കൂടിയിട്ടുള്ള ആണ് വരുന്നത്. കൃത്യതയും അതുപോലെ തന്നെ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ള താഴ്വരകളോട് കൂടിയിട്ടുള്ളതും ചെറുതും സ്ഥിരതയുള്ളതുമായിട്ടുള്ള ചാലുകളാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഇനി വൃഷ്ടി പ്രദേശം നോക്കുകയാണെങ്കിൽ വളരെ വിസ്തൃതമായിട്ടുള്ള തടങ്ങളാണ് ഹിമാലയൻ വരുന്നത്. എന്നാൽ ഉപദ്വീപമാണെങ്കിലോ താരതമ്യേന വിസ്തൃതി കുറഞ്ഞവയാണ്. ഇനി പ്രായം നോക്കുകയാണെന്നുണ്ടെങ്കിൽ യുവത്തഘട്ടത്തിൽ തീവ്രശക്തിയുള്ള നീരൊഴുക്കാണ് ഹിമാലയ നദികളിൽ വരുന്നത്. എന്നാൽ അപക്ഷയത്തിലൂടെ ഏറെക്കുറെ നിരപ്പായ തലത്തിൽ എത്തിച്ചേർന്ന പ്രായാധിക്യമുള്ള നദികളാണ് ഇതിൽ വരുന്നത്, ഉപദ്വീപീയ നദികളിൽ വരുന്നത്. ഇനി നദീജലത്തിൻ്റെ ഉപയോഗക്ഷമത. ഓരോ വർഷവും ഇന്ത്യൻ നദികൾ ഭീമമായ അളവിൽ ജലം വഹിക്കുന്നു. പക്ഷേ ഇതിൻ്റെ അളവ് കാലങ്ങൾക്കനുസരിച്ചും പ്രദേശങ്ങൾക്കനുസരിച്ചും വ്യത്യാസമാണ്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ കേട്ടോ. ജലം ലഭിക്കുന്നത് ഇപ്പോൾ മഴയെ ആശ്രയിച്ചിട്ടാണ്. അപ്പോൾ അതൊക്കെയാണ് ജല ലഭ്യതയിൽ കുറവൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നദീജല ഉപഭോഗവുമായി ബന്ധപ്പെട്ട ചൂടി നൽകിയിട്ടുള്ള പ്രശ്നങ്ങൾ എങ്ങനെയാണ് ക്രമപ്പെടുത്തുന്നത്? ജലലഭ്യതയിലെ അപര്യാപ്തത, നദീജല മലിനീകരണം, നദീജലത്തിൽ എക്കലടിയുന്നത്, നീരൊഴുക്കിലെ കാലികമായ ക്രമരാഹിത്യം, സംസ്ഥാനങ്ങൾ തമ്മിലുള്ള നദീജല തർക്കങ്ങൾ, നദീതീരങ്ങളിലേക്ക് വാസസ്ഥലങ്ങൾ വ്യാപിക്കുന്നത് മൂലം നീർച്ചാലുകൾ ചുരുങ്ങുന്നത്. ഓക്കെ, നദികളുമായി ബന്ധപ്പെട്ട് വരുന്ന ലാസ്റ്റ് കുറച്ച് കുറിപ്പുകളൊക്കെ ഈ +1 പഠിക്കുന്ന പിള്ളേർക്കായിട്ട് ലേഖനം തയ്യാറാക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ആ ഒരു ഭാഗത്ത് വരുന്നത് കേട്ടോ. നമുക്ക് ഇത്രയും പഠിച്ചു വെച്ചാൽ മതി. ഇനി കുറച്ച് ക്വസ്റ്റ്യൻ തരാം. അതിന് നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ പോലെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണെന്ന് കമൻറ്റ് ചെയ്യാം. ഇതിൽ ഏറ്റവും കൂടുതൽ നദീതട വിസ്തൃതിയുള്ള നദി ഏതാണ്? ഏറ്റവും കൂടുതൽ നദീതട വിസ്തൃതിയുള്ള നദി ഏതാണ്? ഇനി പഞ്ചനദിയിൽ ഉൾപ്പെടാത്ത നദി ഏതാണ്? പഞ്ചനദിയിൽ ഉൾപ്പെടാത്ത നദി ഏതാണ്? ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? പിന്നെ അളകാനന്ദ ഭഗീരഥി നദികളുടെ സംഗമസ്ഥാനം ഏതാണ്? അളകാനന്ദ ഭഗീരഥി നദികളുടെ സംഗമസ്ഥാനം ഏതാണ്? ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. നമുക്കിതിൻ്റെ ചെറിയ നോട്ട്സ് കിട്ടുമെന്ന് നോക്കാം. നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.